സ്വതന്ത്രമായി ചിന്തിക്കുവാൻ താങ്കൾ ധൈര്യപ്പെടുന്നുണ്ടോ? മാറ്റത്തിന് അവസരമൊരുക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിലിതാ സ്വതന്ത്ര ചിന്താ കൂട്ടായ്മയായ എസൻസ് ഗ്ലോബൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്യുന്നത് വഴി നിങ്ങൾക്കും എസൻസ് ഗ്ലോബലിന്റെ ഭാഗമാകാം. കൂടാതെ എസൻസ് ഗ്ലോബൽ ഒഫീഷ്യൽ എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ മെസ്സേജ് ചെയ്യുന്നത് വഴിയും നിങ്ങൾക്ക് എസൻസിൽ ജോയിൻ ചെയ്യാം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇങ്ങനെ ഒരു പ്രോഗ്രാമിലേക്ക്, ഇങ്ങനെ ഒരു ചർച്ചയിലേക്ക് എന്നെ ക്ഷണിച്ച എസൻസ് ഗ്ലോബലിനോട് പ്രത്യേകം നന്ദി, തൃശ്ശൂർ ഗ്രൂപ്പിനോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പിന്നെ നമ്മുടെ ഒരു പൊതു ചർച്ചയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വിഷയം ദൈവവും മനുഷ്യനും ദൈവവും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ കൂടെ ഈ ചർച്ചയിൽ പങ്കെടുത്താലേ നമുക്കിത് ഒരു വിജയമാക്കി മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ രണ്ടാളുകളെക്കുറിച്ച് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. വിശ്വാസപരമായതോ അല്ലാത്തതോ ഇവർ ചെയ്തിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ചോ എന്ത് വിഷയങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് ഇവരോട് ചോദിക്കാനൊരു അവസരം കൂടിയാണിത്. അപ്പോൾ എല്ലാവരും അത് ഉപയോഗപ്പെടുത്തുക. പിന്നെ ഞാനൊരു ചോദ്യമൊക്കെ ചോദിച്ച് തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കയറി വന്നപ്പോൾ അഭിലാഷ് ചോദിച്ചത് എന്തിനാ പിന്നെ ഒരു കസേര എക്സ്ട്രാ ഇട്ടിരിക്കുന്നതെന്ന്. അപ്പോൾ സത്യം പറഞ്ഞത് മനുഷ്യനും ദൈവവും എന്നൊക്കെ പറഞ്ഞിട്ട് ചർച്ച വെക്കുമ്പോൾ നമ്മളൊരു ഏകപക്ഷീയമായ ചർച്ചയല്ല ഉദ്ദേശിക്കുന്നത്. ദൈവത്തിന് ഒരു സീറ്റും കൂടെ ഒഴിച്ചിടുക എന്ന് വിചാരിച്ചിട്ട് ഒഴിച്ചിട്ടതാണ്. അപ്പോൾ എല്ലാ ദൈവങ്ങളെയും നമ്മൾ ലെറ്റർ അയച്ചു കൊടുത്തിട്ടുണ്ട്, വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അള്ളാഹ്, ദൈവം, കർത്താവ് എല്ലാവരും വിളിച്ചിട്ടുണ്ട്. പക്ഷെ ആരും ഇതുവരെ റിപ്ലൈ ഒന്നുമില്ല. പടച്ചോൻ ചിലപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പ്രോഗ്രാം തുടങ്ങിയിട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ അദ്ദേഹത്തിന് ഈ സീറ്റ് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പ്രോഗ്രാമിലേക്ക് കിടക്കാമെന്നാണ് വിചാരിക്കുന്നത്, അല്ലേ? ചന്ദ്രേട്ടൻ അത്യാവശ്യം ശാസ്ത്ര വിഷയങ്ങളൊക്കെ സംസാരിക്കുന്ന ആളായതുകൊണ്ട് ഈ വിശ്വാസത്തിൻ്റെ ഒരു ശാസ്ത്രം, മനുഷ്യൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ദൈവവിശ്വാസം അല്ലെങ്കിൽ ഒരു വിശ്വസിക്കാനുള്ള കഴിവ് എന്ന് പറയുന്നത് മനുഷ്യന് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു അന്ധവിശ്വാസിയായി മാറാനുള്ള ഒരു സാധ്യത മനുഷ്യന് മാത്രമാണുള്ളത്? എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിന് എസൻസ് ഗ്ലോബൽ തൃശ്ശൂരിന് പ്രത്യേകം നന്ദി പറയുന്നു. വളരെ നല്ലൊരു ചോദ്യമാണ്. ഇതിൻ്റെ പല വേർഷൻസ് നമ്മൾ സാധാരണ കേൾക്കാറുണ്ട്. മനുഷ്യന് മാത്രമേ വിശ്വാസമുള്ളൂ, അല്ലെങ്കിൽ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്നത്. മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു മൃഗം തന്നെയാണ്, അതിനകത്ത് തർക്കമൊന്നും വേണ്ട. എന്താണ് വിശ്വാസം, അന്ധവിശ്വാസം? വിശ്വാസം എന്ന് പറയുമ്പോൾ നമുക്ക് മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പല രീതിയിൽ ചിലർ ബിലീഫായിട്ടാണ് അത് എടുക്കുന്നത്, ചിലർ ഫെയ്ത്ത് ആയിട്ടാണ് എടുക്കുന്നത്, ചിലർ ഒരു ട്രസ്റ്റ് ആയിട്ടാണ് എടുക്കുന്നത്. നമുക്കിതിനെല്ലാത്തിനും വിശ്വാസം എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിയാണെന്ന് തോന്നുന്ന ഒരു കാര്യം വിശ്വസിക്കുക, ബേസിക്കലി തെളിവ് തേടുക എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത്. എന്നിട്ട് അതിനെ ട്രസ്റ്റ് ചെയ്യുക. തെളിവുണ്ട്, അതുകൊണ്ട് ഇത് എടുക്കുന്നു എന്നുള്ളത്. ബാക്കിയുള്ളതെല്ലാം അന്ധവിശ്വാസമായിട്ട് തന്നെ എടുക്കാം. മൃഗങ്ങളുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അന്ധവിശ്വാസം എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തുടങ്ങാം. ഈ അന്ധവിശ്വാസത്തിൻ്റെ തുടക്കം എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. നിങ്ങളൊരു പക്ഷേ മറ്റേ പ്രാവുകളിൽ നടത്തിയ പരീക്ഷണങ്ങളെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടാവും. അതായത് ഒരു പെട്ടിയുണ്ട്, ആ പെട്ടിക്കകത്ത് ഒരു പ്രാവിനെ വയ്ക്കുന്നു, ആ ഒരു സ്വിച്ച് ഉണ്ടാവും, ആ സ്വിച്ച് ഞെക്കി കഴിഞ്ഞാൽ ആ പ്രാവിന് ഒരു ആഹാരം കിട്ടും, അല്ലെങ്കിൽ ഒരു റിവാർഡ് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ പ്രാവിനെ കണ്ടീഷൻ ചെയ്യണം, അതിനെ പഠിപ്പിക്കണം. പ്രാവിനെ ഇപ്പോൾ ഉദാഹരണത്തിന് ആ ബട്ടൺ ഞെക്കുമ്പോഴത്തേക്കും അതിന് കഴിക്കാൻ ആവശ്യമുള്ള ഒരു സാധനം കിട്ടുന്നു. അങ്ങനെ പലതവണ ആ പ്രാവിനെ ട്രെയിൻ ചെയ്യിച്ച് കഴിഞ്ഞിട്ട് പിന്നെ റാൻഡമായിട്ട് ചുമ്മാ ഇട്ട് കൊടുക്കുന്നു ആഹാരം. സ്വിച്ച് ഞെക്കണ്ട, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കും, റാൻഡം പാറ്റേണിൽ വീണുകൊണ്ടിരിക്കും എന്നുള്ളപ്പോൾ പ്രാവ് അതിന് മുമ്പ് എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് ചെയ്യുമ്പോൾ ആണല്ലോ അതിനത് കിട്ടിയത്. അപ്പോൾ അത് അതിൻ്റെ ഒരു സൂപ്പർസ്റ്റിഷൻ പോലെയുള്ള സംഗതിയായി മാറുന്നു എന്ന് കണ്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് 2 പ്രാവശ്യം വലത്തോട്ടും 1 പ്രാവശ്യം ഇടത്തോട്ടും കറങ്ങിയപ്പോഴാണ് ഒരു ആഹാരം അതിന് കിട്ടിയെന്നുണ്ടെങ്കിൽ അത് വിചാരിക്കുന്നത് എന്താണ്, ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ എനിക്ക് ആഹാരം കിട്ടൂ എന്നുള്ളൊരു തെറ്റായിട്ടുള്ളൊരു അന്ധവിശ്വാസത്തിലേക്കാണ് പ്രാവ് പോകുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈ സൂപ്പർസ്റ്റിഷനിലേക്ക് പോകാനുള്ള കഴിവ് മനുഷ്യനല്ല, ബാക്കിയുള്ള ജീവികളിലും ഉണ്ട്. ഇതിൻ്റെ ഒരു കുറച്ചുകൂടെ ഇവോൾവ് ആയിട്ടുള്ള വേർഷനാണ് നമുക്കെന്നേ ഉള്ളൂ. നമ്മൾ പ്രാവ് 2 പ്രാവശ്യം കറങ്ങുന്നതിന് പകരം ഒരാൾ ചിലപ്പോൾ ശയന പ്രദർശനമായിരിക്കും, അല്ലെങ്കിൽ തല താഴായിട്ട് മുട്ടിക്കുകയായിരിക്കും ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് അന്ധവിശ്വാസം. അപ്പോൾ പക്ഷികളിൽ ഒരു അന്ധവിശ്വാസത്തിൻ്റെ ഒരു റൂട്ടായിട്ടുള്ളൊരു സാധനം നമുക്കവിടെ കാണാൻ പറ്റും. ഇതുപോലെ തന്നെ പല കാര്യങ്ങളും നമ്മൾ പ്രൈമേറ്റ്സിൽ, അല്ലെങ്കിൽ മനുഷ്യൻ ഉൾപ്പെടെയുള്ള പ്രൈമേറ്റ്സിൽ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്, എയ്പ്സിൽ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്, ബാക്കിയുള്ള ജീവികളിലുണ്ട്. പക്ഷേ മനുഷ്യനുള്ളതുപോലെ ദൈവവിശ്വാസം പോലെയുള്ള ഒരു കാര്യം ബാക്കിയുള്ള ജീവികൾക്കുണ്ടോയെന്ന് വെച്ചാൽ ഇല്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മസ്തിഷ്കത്തിനുള്ള സവിശേഷതയാണ്. നമ്മുടെ നിയോ കോർട്ടെക്സ് അത്രയും വളരെ വികസിച്ചിട്ടുള്ളതാണ്. നമുക്ക് പല കാര്യങ്ങളും ആലോചിച്ചും ചിന്തിച്ചും കഥകളുണ്ടാക്കാനും ഒക്കെ ഉള്ള കഴിവ്. വി ആർ പാറ്റേൺ സീക്കിംഗ് സ്റ്റോറി ടെല്ലിംഗ് ആനിമൽസ് എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിലുള്ള പല പാറ്റേൺസും ഒബ്സർവ് ചെയ്യാനും അതിനനുസരിച്ച് കഥകൾ ഉണ്ടാക്കാനും കഴിവുള്ളത് കൊണ്ട് നമ്മൾ കുറച്ചുകൂടെ ഇലാബറേറ്റ് ഉണ്ടാക്കും. ഒരു കാര്യം കൂടെ പറയാം. മറ്റൊരു കാര്യം, നമ്മൾ ഏജൻസി സീക്കിംഗ് എന്ന് പറഞ്ഞൊരു സ്വഭാവമുണ്ട്. അതായത് എന്തെങ്കിലും ചെയ്താൽ അതിൻ്റെ പിന്നിൽ ഒരാൾ അല്ലെങ്കിൽ ഒരു ബുദ്ധിയുള്ള ഒരു ഏജൻറ് ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം ഉണ്ട്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഞാൻ പലതവണ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അത് വിശദമാക്കുന്നില്ല.
സംശയം വരികയാണെന്നുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ഏജൻസി സീക്കിംഗ് ടെൻഡൻസി ഉള്ളതുകൊണ്ട് എന്തിനും പിന്നിൽ ഒരു കാര്യം, ഒരു സാധനം മറിഞ്ഞു വീണാൽ ആരാ തട്ടിയിട്ടതെന്നാണ് ചോദിക്കുന്നത്. എങ്ങനെയാണ് മറിഞ്ഞു വീണതെന്ന് ചോദിക്കില്ല. ചിലപ്പോൾ കാറ്റടിച്ച് മറിഞ്ഞു വീണതായിരിക്കും. ഇപ്പോൾ സ്പാൻഡറിൻ്റെ ബോർഡ് വിളി വെച്ചു, കാറ്റടിച്ച് മറിഞ്ഞു വീണായിരിക്കും. ഇതാരാ ഇവിടെ തട്ടിയിട്ടത്, ഞങ്ങൾ ഇവിടെ എടുത്ത് വെച്ചിരുന്നാണല്ലോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതാണ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ഏജൻസി സീക്കിംഗ് ടെൻഡൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനോടൊപ്പം വന്നതാണ് ഇപ്പം ചെറിയ ചെറിയ കൂട്ടങ്ങൾ അല്ലെങ്കിൽ ക്ലാനുകളായിരുന്ന സമയത്ത് ഒരു മൂപ്പൻ മതി അത് ഭരിക്കാൻ. പക്ഷേ വലിയ രാജ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ആകുമ്പോഴത്തേക്കും അവിടുത്തെ നിയമവ്യവസ്ഥയെ ലംഘിച്ചുകൊണ്ട് എന്തെങ്കിലും ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ നിങ്ങളെയൊക്കെ കാണുന്ന ഒരു മുകളിലൊരു ആകാശത്തൊരു കണ്ണുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും കുറ്റം ചെയ്യാതിരിക്കും എന്നുള്ള ഒരു സംഭവം കണ്ടിട്ടുണ്ട്. അതായത് ആകാശത്തുനിന്ന് ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ഏജൻറ്റ് കാണുന്നുണ്ടെന്ന് പറയുമ്പോൾ, ഒരു സൂപ്പർ ഏജൻറ്റ് കാണുമെന്ന് പറയുമ്പോൾ ആളുകൾ അതിൽ നിന്ന് ഡിറ്റർ ചെയ്ത് നിൽക്കുന്നു എന്നുള്ളൊരു ഇതിൻ്റെ പുറത്താണ് ഈ പറയുന്ന വിശ്വാസങ്ങളും കാര്യങ്ങളും ഉണ്ടായി വന്നെന്നുള്ളതാണ്. ഇപ്പം മൈക്കിൾ ഷെർമൻ്റെ ബിലീവിംഗ് ബ്രെയിൻ പോലെയുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം. നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചാണ്, AI ക്യാമറ വെച്ചു. AI ക്യാമറ എവിടെയാണെന്ന് അറിയില്ല. പണ്ട് ഉള്ള ക്യാമറ വർക്ക് ചെയ്യാത്ത ക്യാമറ ആണെങ്കിലും അറിയാതെ തന്നെ നിങ്ങൾ അവിടെ പോയി ബ്രേക്ക് ചവിട്ടിയിട്ട് പോകുന്നതാണ്. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ചിലയിടത്ത് കണ്ടിട്ടില്ലേ, ഒരു ഫ്ലക്സ് എഴുതി വെച്ചിട്ട് ഇവിടെ ചവറിടരുത് എന്ന് പറഞ്ഞിട്ട് അവിടെ ക്യാമറയുണ്ട്, നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ വർക്ക് ചെയ്യോ ഇല്ലയോ എന്നൊന്നും നിങ്ങൾ തെളിവൊന്നും നോക്കിയിട്ടല്ല, നിങ്ങളവിടെ ചവറിടില്ല. ഈ ഒരു സെറ്റപ്പാണ് വിശ്വാസത്തിൻ്റെ അന്ധവിശ്വാസത്തിൻ്റെ ഒരു റൂട്ട് ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറയാം. അപ്പോൾ ബാക്കിയുള്ള ജീവികൾക്ക് അന്ധവിശ്വാസം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഇതുപോലെയുള്ള റൂഡിമെൻ്ററി ആയിട്ടുള്ള ചെറിയ ഫോംസിലുള്ള അന്ധവിശ്വാസങ്ങൾ അവർക്കും ആവാം. തെറ്റായിട്ടുള്ള ധാരണകളിലേക്ക് അവർ ചെന്നെത്താനുള്ള സാധ്യതയുണ്ട്. കാര്യം എല്ലാ ജീവികളും പാറ്റേൺസ് ഫോളോ ചെയ്ത് ജീവിക്കുന്ന, അത് മസ്തിഷ്കത്തിന് വളരെ ഈസി ആയതുകൊണ്ട് തന്നെ ആ രീതിയിൽ മൂവ് ചെയ്യുന്ന ജീവികളാണ് എന്ന് തുടക്കത്തിൽ പറഞ്ഞ് നിർത്താം. അപ്പോൾ വിശ്വാസിയാവുക എന്നുള്ളതൊരു സ്വാഭാവികതയാണ് എന്നാണ് പറയുന്നത്. വിശ്വാസിയാവുക എന്ന് പറയുന്നത് അധികം അധ്വാനം ഇല്ലാത്തൊരു പണിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഏരിയകളൊക്കെ ഓഫ് ചെയ്തിട്ട് വളരെ ഒരു എന്താ പറയുക, ഒരു ഹൈബ്രനേറ്റ് ചെയ്യുന്ന മോഡിൽ കമ്പ്യൂട്ടർ വർക്ക് ഇരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എൻ്റെ നാച്ചുറൽ പാത്തേക്ക് വിട്ടിട്ട് മിണ്ടാതിരിക്കുന്നതാണ് ഏറ്റവും എളുപ്പമുള്ള കാര്യം. ഏറ്റവും ശരിയായ കാര്യമല്ല, ഏറ്റവും എളുപ്പമുള്ള, മസ്തിഷ്കത്തിന് ഏറ്റവും ഊർജ്ജം കുറച്ച് ചിലവാക്കാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഒരു വിശ്വാസിയായിട്ടിരിക്കുക എന്നുള്ളതാണ്. താങ്ക് യു. ഞാൻ അഭിലാഷിനോട് ഒരു ചോദ്യം ചോദിക്കാം. എന്താണ്, നമ്മൾ ഇത് പൊതുവേ ഇങ്ങനെയുള്ള നിരീശ്വരവാദ പ്രോഗ്രാമുകൾക്കൊക്കെ ആളുകൾ എല്ലാ പോസ്റ്റിൻ്റെ അടിയിൽ ഇടുന്നൊരു കമൻ്റാണ്, നിങ്ങൾക്ക് ഈ നമ്മുടെ നാട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, ഈ ദൈവം മാത്രമല്ലല്ലോ ഇവിടെയുള്ള വിഷയം, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ദൈവത്തിനെ ഇങ്ങനെ എതിർത്തുകൊണ്ടേ ഇരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം. എൻ്റെ ചോദ്യമല്ല, അപ്പോൾ നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ വന്ന ചോദ്യമാണ്. അപ്പോൾ എന്താണ് നിങ്ങളിങ്ങനെ നിരീശ്വരവാദികളെല്ലാവരും കൂടി ഈ ദൈവത്തിൻ്റെ പുറകെ ഇങ്ങനെ കൂടി ദൈവത്തിനെ എതിർത്തുകൊണ്ടിരിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ എന്താണ് അതിനൊരു മറുപടി പറയാം? ഹലോ, കേൾക്കാവോ? എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച എസൻസ് ഗ്ലോബൽ തൃശ്ശൂരിന് നന്ദി പറഞ്ഞുകൊള്ളുന്നു. യാസിൻ്റെ ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ ദൈവമെന്ന് മാത്രമല്ല, നമ്മൾ ഏത് കാര്യത്തിൽ വിമർശിച്ചാലും ആ വിമർശനം ആർക്ക് നേരെയാണോ ഉന്നയിക്കുന്നത് അവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. നിങ്ങൾ എന്തിനാണ് ഇതിനെ മാത്രം വിമർശിക്കുന്നതെന്ന്. ഇപ്പോൾ ഇന്നലെ തന്നെ നമ്മൾ എസൻസിൻ്റെ അടുത്ത പരിപാടിയായ RCയുടെ ചക്കര ഗീത എന്ന് പറഞ്ഞതിൻ്റെ പോസ്റ്റർ വന്നതിൻ്റെ താഴെയും ചോദ്യങ്ങൾ അങ്ങനെയായിരുന്നു, നിങ്ങൾ എന്തിനാണ് ഗീതയെ വിമർശിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഇസ്ലാം വിമർശനമാണ് നടത്തുന്നതെങ്കിൽ അവർ ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ എന്തിനാണ് ഖുറാനെ മാത്രം വിമർശിക്കുന്നതെന്നാണ്. അപ്പോൾ എനിക്ക് സ്ഥിരമായിട്ട് കിട്ടുന്ന ഒരു കമൻറ്റാണ്, നിങ്ങൾ എന്തെല്ലാം പാർട്ടികൾ ഇവിടെ ഉണ്ട്, നിങ്ങൾ എന്തിനാണ് കമ്മ്യൂണിസത്തെ മാത്രം വിമർശിക്കുന്നത്. അതേപോലെ ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ ദൈവത്തെ മാത്രം വിമർശിക്കുന്നതെന്ന്. പക്ഷേ ആ ചോദ്യം ഒഴിവാക്കിയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യത്തെയും വിമർശിക്കാറുണ്ട്. ഉദാഹരണമായിട്ട് കഴിഞ്ഞ ആഴ്ച ഡിബേറ്റ് നടന്നത്, CR ഡിബേറ്റ് നടന്നത് ദൈവം എന്ന് പറഞ്ഞ വിഷയത്തിലല്ല, ആയുർവേദം എന്ന് പറഞ്ഞ വിഷയത്തിലാണ് സംസാരിച്ചത്. ഇപ്പം ഞാൻ തന്നെ ആദ്യമായിട്ടാണ് ദൈവം എന്ന് പറഞ്ഞൊരു പരിപാടിയായിട്ട് വന്നിരിക്കുന്നത്. ഞാൻ ദൈവം എന്ന് പറഞ്ഞ പരിപാടി 2 വർഷം നടത്തിയ ഒരു പ്രസൻറ്റേഷനിലും ദൈവം എന്ന് പറഞ്ഞൊരു വിഷയം വന്നിട്ടേ ഇല്ല. അതേപോലെ ഓരോരുത്തരും ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾ എസൻസിലെ ഓരോരുത്തരുടെ പ്രഭാഷണം എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാകും അവരുടെയൊക്കെ ഏരിയ വ്യത്യാസമാണ്. അപ്പം നമ്മൾ ഒരുമാതിരിപ്പെട്ട എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ചോദ്യം ചോദിക്കേണ്ട ഉദ്ദേശം ഞങ്ങളെ വിമർശിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ എന്തുകൊണ്ട് നമ്മൾ ദൈവം അല്ലെങ്കിൽ മതമൊക്കെ പ്രധാനപ്പെട്ട ഒരു വിഷയമാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഏത് വിഷയത്തിൻ്റെയും അതിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അത് അവസാനം ചെന്ന് എത്തുന്നത് മതത്തിലും ദൈവവിശ്വാസത്തിലുമൊക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ വിമർശിക്കുന്നത്. അപ്പം അത് മാത്രമാണോ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ബാക്കി വിഷയങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട്. ഇനി ഇതിനെ മാത്രം നമ്മൾ കുറച്ച് കോൺസെൻട്രേഷൻ എന്തുകൊണ്ട് കൂടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രധാന പ്രശ്നമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് കൊണ്ടും അതിനെ മറ്റുള്ളവർ ഇപ്പം നിങ്ങൾക്ക് റോഡിലെ പ്രശ്നങ്ങൾ സംസാരിക്കാനാണെങ്കിൽ എല്ലാവരും ഉണ്ടാവും അല്ലേ, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ പ്രശ്നങ്ങൾ സംസാരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി എതിർക്കണമെങ്കിൽ അതിനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ മതത്തിനെയും ദൈവത്തിനെയും എതിർക്കാനും കുറച്ച് പേര് വേണ്ടേ. അപ്പോൾ നമ്മൾ മറ്റു വിഷയങ്ങളും ചെയ്യുന്നുണ്ട്, ഇതും ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഞാൻ ചന്ദ്രേട്ടാ, ഇത് ഈ ഫിലോസഫിക്കലായൊരു ചോദ്യമാണ്. പിന്നെ ഈ ബിഗ് ബാങ് എന്ന് പറഞ്ഞ തിയറി എല്ലാ
നിരീശ്വരവാദികളും അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ കലാം കോസ്മോളജി ആർഗ്യുമെൻ്റ് ഇത് അംഗീകരിക്കുന്നില്ല. ഇതിൽ എല്ലാത്തിനും പിന്നിലും ഒരു ശക്തി ഉണ്ട്, ഒരു കാരണമുണ്ട് എന്ന് പറയുന്ന തിയറി അംഗീകരിക്കില്ല. എന്നാൽ ഇതൊരു ഒരു തുടക്കം പ്രപഞ്ചത്തിലുണ്ട് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഇത് തള്ളിക്കളയുന്നതെന്ന് ചോദിച്ചു. ഇതിനകത്ത് നിരീശ്വരവാദികൾ കലാം കോസ്മോളജിക്കൽ ആർഗ്യുമെൻ്റ് കൊണ്ട് നടക്കുന്നവരുണ്ട്, അതിന് റിബട്ടൽ കൊടുക്കുന്നവരും ഉണ്ട്. എന്തിനാണ് ഇപ്പോൾ ഈ ഫിലോസോഫിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സയൻസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മതവിശ്വാസികളൊന്നും ആ ഏരിയയിൽ വരാറില്ല. യൂഷ്വലി കാര്യം സയൻസിന് പേപ്പേഴ്സ് ഉണ്ട്, നമുക്കതെടുത്ത് പ്രസൻറ്റ് ചെയ്താൽ മതി. ഈ ഫിലോസോഫിക്കൽ ആർഗ്യുമെൻസിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആം ചെയർ സിദ്ധാന്തം ആയതിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ അവർക്കിഷ്ടമാണത്. കാര്യം ഇങ്ങനെ ഡിബേറ്റ് ചെയ്ത് കൺക്ലൂഷൻ ഇല്ലാതെ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്ന കുറച്ച് സർക്കസുകൾ കാണിക്കാൻ പറ്റുന്ന ഏരിയയാണ് ഈ കലാം കോസ്മോളജിക്കൽ ആർഗ്യുമെൻറ്റ് പോലെയുള്ള സാധനം. അപ്പോൾ ഈ കലാം കോസ്മോളജിക്കൽ ആർഗ്യുമെൻറ്റ് എന്താണെന്ന് കേൾക്കാത്തവർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അപ്പം ഈ ആർഗ്യുമെൻ്റ് ഉണ്ടാക്കുമ്പോൾ അവർ വയ്ക്കുന്ന 3 സിലജിസമാണ്, അല്ലെങ്കിൽ 3 ഇതാണ്. എല്ലാ തുടക്കമുള്ളതിനും ഒരു കാരണം ഉണ്ടാവും. ആലോചിച്ചാൽ മനസ്സിലാവും. എല്ലാ തുടക്കമുള്ളതിനും ഒരു കാരണം ഉണ്ടാവും. പ്രപഞ്ചത്തിനൊരു തുടക്കമുണ്ട്, അതുകൊണ്ട് പ്രപഞ്ചത്തിനൊരു കാരണമുണ്ട്. ഇവരവിടെ നിൽക്കില്ല. ഈ കാരണം എന്ന് പറയുന്നത് ദൈവമാണ്. ഇതാണ് ഇവരുടെ അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ തുടക്കമുള്ളതിനും ഒരു കാരണം ഉണ്ടാവും. ഓക്കെ, നമുക്ക് ഗ്രാൻഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ എന്താ പറയുക, ഈ പ്രപഞ്ചത്തിനൊരു തുടക്കമുണ്ട്. ബിഗ് ബാങ് തിയറി പ്രശ്നമില്ല, തെളിവുള്ളതാണ്. നമുക്ക് ഇഷ്ടംപോലെ ഡേറ്റയുണ്ട്. നമുക്കിന്ന് മനസ്സിലായിട്ടുള്ള കാരണം ബിഗ് ബാങ് തിയറി വളരെ ശരിയായിട്ടുള്ള, ഇന്നുള്ളതിൽ ഏറ്റവും കൊള്ളാവുന്ന ഒരു സിദ്ധാന്തമാണ് ബിഗ് ബാങ് തിയറി എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല, ആർക്കുമില്ല, വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ഇല്ല. കാര്യം കഴിഞ്ഞ ഡിബേറ്റിനൊക്കെ വന്നപ്പോൾ വിശ്വാസികൾ തന്നെ എടുത്തുകൊണ്ട് വന്നത് ബിഗ് ബാങ് തിയറിയൊക്കെയാണ്. അതുപോട്ടെ, അത് അവർക്ക് അംഗീകരിക്കാതെ തരമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പരിണാമ സിദ്ധാന്തമൊക്കെ എടുക്കുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അതിന് മുമ്പുള്ള കാരണം ഒരു നാച്ചുറൽ കോസാണ്, സൂപ്പർ നാച്ചുറൽ അല്ല എന്നുള്ളതാണ്. സൂപ്പർ നാച്ചുറൽ ആകുമ്പോൾ ഒരു പ്രശ്നം എന്താണ്? അതിന് കൂടുതൽ ബാധ്യത അവർക്ക് തെളിയിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. എന്തിനാണ് ചുമ്മാ അടിക്കുകയാണ്? ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നാച്ചുറലാണ് എന്നുള്ളത് മാത്രം മനസ്സിലാവുന്ന ഒരാൾക്ക് അവിടെ ഒരു സൂപ്പർ നാച്ചുറലായിട്ടുള്ള ഒരു കോസിനകത്തേക്ക് പോകേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഇതിനകത്ത് വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഈ കലാം കോസ്മോളജി ആയാലും ഈ കണ്ടിജൻസി ആയിരുന്നാലും ഇതെല്ലാം നാച്ചുറലായിട്ട് നടക്കുന്ന കാര്യമാണ് എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ഒരു സൂപ്പർ നാച്ചുറൽ ഒരു എൻറ്റിറ്റി, ഒരു ഏജൻസിയെ കൊണ്ടുവയ്ക്കേണ്ട കാര്യമില്ല. നേരത്തെ പറഞ്ഞ പോലെ ഒരു ബോർഡ് മറിഞ്ഞു കിടന്നു കഴിഞ്ഞാൽ ആരാണ് ബോർഡ് മറിച്ചിട്ടതെന്ന് ചോദിക്കേണ്ട, നാച്ചുറലായിട്ട് തന്നെ കാറ്റടിച്ചോ മഴ പെയ്തോ ഒക്കെ മറിയാം. ഇത്രയും സിമ്പിളാണ് കാര്യം. അപ്പോൾ ഈ വലിയ വാക്കുകളും കൊണ്ട് ആരെങ്കിലും വന്ന് നിങ്ങളുടെ അടുത്ത് പേടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, അത് നാച്ചുറലായിട്ട് സംഭവിച്ചതാണ്, അല്ലാന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം അവരുടെയാണ്. നാച്ചുറലായിട്ടാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്, അതുകൊണ്ട് തന്നെ നാച്ചുറലായിട്ടുള്ള കാര്യം തന്നെ മതി എന്നുള്ളത് വളരെ സിമ്പിളാണ്. ഞാൻ അതിൻ്റെ കൂടെ ഒരു കാര്യം ആഡ് ചെയ്തോട്ടെ. ഈ ഫിലോസഫിക്കൽ ജാർഗൻസ് ആണ് മിക്കവാറും നമ്മൾ ഫിലോസഫി എന്ന് പറഞ്ഞ് കേൾക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ദൈവത്തിനെയോ ഏതെങ്കിലും ഒരു സൂപ്പർ നാച്ചുറലിനെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ആൾക്കാരെ അടക്കി ഭരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ. അങ്ങനെ യഥാർത്ഥത്തിലുള്ള ഫിലോസഫി എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കുക, ആ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ നമുക്ക് ഉള്ള ടൂളുകൾ എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമുക്ക് യുക്തി ഉപയോഗിക്കാം, നമുക്ക് യുക്തി ഉപയോഗിച്ച് കണ്ടെത്താനാകാത്ത കാര്യങ്ങൾ നമുക്ക് സയൻസ് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ അറിവിന് ലിമിറ്റ് ഉണ്ടാവാം, പക്ഷേ പരമാവധി കാര്യങ്ങൾ അങ്ങനെ മനസ്സിലാക്കുക. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഫിലോസഫി എന്ന് പറയും. പക്ഷേ ഈ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുന്നതിന് പകരം നമ്മുടെ മനസ്സിൽ അയാഥാർത്ഥ്യമായ കുറേ കാര്യങ്ങളെ പറ്റിയുള്ള സങ്കല്പങ്ങളുണ്ടെങ്കിൽ, ഈ പ്രത്യേകിച്ചും തർക്കത്തിനൊക്കെ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ദൈവത്തിനെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഉണ്ടായി എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും അവർ തന്നെ അതിൻ്റെ ന്യായങ്ങൾ കണ്ടെത്തുകയും, പലപ്പോഴും അവർ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് അടുത്ത സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് കോൺട്രഡിക്ഷൻ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളായിരിക്കും പറയുന്നത്. പക്ഷേ അത് അവർ പറയുന്നത് ആ ഒരു ന്യായീകരണത്തിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ യഥാർത്ഥ ഫിലോസഫി എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് ശരി. വേറൊരു കാര്യമുണ്ട്. ഈ കലാം കോസ്മോളജിക്കൽ ആർഗ്യുമെൻ്റ് പറഞ്ഞിട്ട് ഇവർ ന്യായീകരിക്കുന്നത് ഇവിടെ കവിളിൽ ശൂലം കുത്തിയ ദൈവത്തിനെയും അല്ലെങ്കിൽ കല്ലിൻ്റെ ചുറ്റും പ്രദക്ഷിണം ചെയ്യുക, അങ്ങനെ ചെയ്താൽ ആ കാരണം സന്തോഷിക്കുന്ന വിചാരിക്കുന്നത്. ഇത്രയും ഫിലോസഫിക്കലായ ഒരു കാരണമാണ് ദൈവം എന്ന് പറഞ്ഞു വെച്ചിട്ട് പിന്നെ ആ ദൈവത്തിന് വേണ്ടി ഇവിടെ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ രാവിലെ എഴുന്നേറ്റ് തല കുത്തനെ നിന്നില്ലെങ്കിൽ ആ ദൈവം ഹാപ്പി ആവില്ല എന്നും കൂടെ പറയുന്നുണ്ട് തോന്നുന്നു. ഈ ഗീതയുടെ വിമർശനം വെച്ചിട്ട് ഇപ്പോൾ ടോമി സെബാസ്റ്റ്യൻ്റെ ഗീതാ വിമർശനമുള്ള ട്രെൻഡ്. അപ്പോൾ അതിന് വരുന്ന പല കമൻറ്റുകളിലും നമ്മൾ കാണുന്ന കാര്യമല്ലേ, ഗീത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ സംഭവങ്ങളൊന്നും അല്ല, നിങ്ങൾ കാണാത്ത പലതും ഉണ്ടെന്ന് പറയും. പക്ഷെ അതിനുശേഷം അവരെഴുതുന്ന തെറികളൊക്കെ നമ്മുടെ സാധാരണ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന തെറികളാണ്. അപ്പോൾ അത് അവർക്ക് എവിടെയാണ് കൊണ്ടതെന്നും അതിന് മുമ്പ് പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. ഗീത പാവനമായ എന്തോ സാധനമാണ്. പക്ഷെ അത് അല്ല, ഗീതയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത പലതും അയാൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നായിരിക്കും പറഞ്ഞു തുടങ്ങുന്നത്, അതിൽ വിശ്വസിക്കുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് വരുന്നത് അത് കഴിഞ്ഞിട്ട് വരുന്ന വായിക്കുമ്പോൾ മനസ്സിലാവും എന്താണ് യഥാർത്ഥത്തിൽ മനസ്സിലായിട്ടുള്ളത്. ശരിയാണ്.
പ്രപഞ്ചത്തെ സംബന്ധിച്ച് നേരത്തെ ഉണ്ടായിരുന്ന നിലപാട് സ്റ്റഡി സ്റ്റേറ്റ് തിയറി എന്നതായിരുന്നു. പിന്നീട് ഇപ്പോൾ ബിഗ് ബാങ് എന്ന് പറയുന്ന ആ തിയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിനകത്ത് ഈശ്വരനെ തിരുകാനുള്ള ഒരു പഴുത് എളുപ്പമായിട്ട് കിട്ടി എന്നുള്ളതാണ് അതിനകത്ത് കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരു തുടക്കം പ്രപഞ്ചത്തിന് ഉണ്ടായിരിക്കുന്നു, ആ തുടക്കത്തിന് കാരണവും ഒക്കെ ആയിട്ടുള്ളത് ഇദ്ദേഹമാണ് എന്ന് പറഞ്ഞു വെക്കുക വളരെ എളുപ്പമാണ്. തുടക്കം എന്ന് പറയുന്നത് എന്തിൻ്റേതാണ് എന്നൊരു പ്രശ്നം അവിടെ ഉണ്ട്. അത് സമയത്തിൻ്റേതാണോ ഊർജത്തിൻ്റേതാണോ എന്നുള്ളതാണ് അതിനകത്ത് പ്രധാന പ്രശ്നം. അതിനകത്ത് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടോ? ഇതിനകത്ത് തുടക്കം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്ന പ്രപഞ്ചത്തിൻ്റെ തുടക്കം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ഇന്ന് കാണുന്ന പ്രപഞ്ചത്തെ റീവൈൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു സിംഗുലാരിറ്റി അല്ലെങ്കിൽ ഒരു ബിന്ദുവിലേക്ക് ഇൻഫിനിറ്റെസിമലി ഡെൻസ് ആയിട്ടുള്ള ടൈം പോലും തുടങ്ങുന്നത് T ഈക്വൽസ് അല്ലെങ്കിൽ T ടെൻസ് ടു 0 എന്ന് പറയുന്ന ആ ഒരു പോയിന്റിലേക്ക് എത്തുന്ന ആ ഒരു പോയിന്റാണ്. നമുക്ക് അതുവരെ ഇന്ന് അറിവുള്ളൂ, അതിനപ്പുറത്തേക്ക് അറിവില്ല. അറിവില്ലാത്തടത്ത് നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുക, അല്ലാതെ അറിയാത്ത എന്തെങ്കിലും സാധനം തിരികെ കയറ്റുന്നത് ശരിയായ രീതിയല്ല, അത് ശാസ്ത്രത്തിൻ്റെ രീതിയല്ല. അപ്പോൾ ഈ ബിഗ് ബാങ് ഉണ്ടായത് കൊണ്ട് അവിടെ ഒരു തുടക്കമുള്ളത് കൊണ്ട് ദൈവം വേണമെന്നുള്ള നിർബന്ധം എന്തിനാണെന്നാണ് എനിക്കിപ്പോഴും മനസ്സിലാവാത്തത്. ഈ തുടക്കം ഉണ്ടാകുമ്പോൾ അത് തുടങ്ങി എന്ന് മാത്രമാണ് അതിൽ നിന്ന് മനസ്സിലാവേണ്ടത്. ഒരു തുടക്കത്തിന് ഒരാൾ വേണം എന്നുള്ളത് നമ്മുടെ നേരത്തെ പറഞ്ഞ ആ ഏജൻസി സീക്കിംഗ് ആണ്. അവിടെ ആരെങ്കിലും കൊണ്ട് തുടങ്ങിപ്പിച്ചേ പറ്റുള്ളൂ എന്നുള്ള അതിൻ്റെ ആവശ്യമില്ല. ചിലപ്പോൾ അതിൻ്റെ തന്നെ പ്രോപ്പർട്ടി, സിംഗുലാരിറ്റിയുടെ തന്നെ ഒരു പ്രോപ്പർട്ടി ആയിരിക്കാം എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ അതിന് ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു എലമെൻ്റ് ആവശ്യമില്ല. ഈ തുടക്കക്കാരൻ എന്ന് പറയുന്നത് ഈ വെടിക്ക് പടക്കത്തിന് തീ കൊളുത്തുന്ന പോലെ തിരി വെച്ചിട്ടുള്ള ഒരാളിനെ മനസ്സിൽ സങ്കല്പിക്കുമ്പോഴാണ് അവിടെ ഒരു ദൈവത്തിനെ നമുക്ക് സങ്കല്പിക്കേണ്ടി വരുന്നത്. അങ്ങനെ ചിന്തിക്കേണ്ട. ചിലപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടി തന്നെ, സിംഗുലാരിറ്റിയുടെ പ്രോപ്പർട്ടി തന്നെ എക്സ്പാൻഷൻ ആവുന്നതാണെങ്കിലോ, അപ്പോൾ അതിൽ പ്രത്യേകിച്ച് കാര്യമില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കോസ് തന്നെ മതി അത് എക്സ്പാൻഡ് ചെയ്യാനായിട്ട്. അതിനൊരു അൺനാച്ചുറൽ ആയിട്ടുള്ള ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കോസിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ അതിനുള്ള തെളിവ് നിങ്ങൾക്ക് എവിടെ കിട്ടി എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും. അതാണ് അതിൻ്റെ പ്രശ്നം. വേറൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഈ സാമ്പത്തിക അന്ധവിശ്വാസത്തിനെതിരെ സംസാരിക്കുന്ന ആളാണല്ലോ അഭിലാഷ്. ശരിക്കും ഒരു സമൂഹത്തിൽ ഒരു ദൈവികമായ ഒരു അന്ധവിശ്വാസമാണോ അതോ ഒരു സാമ്പത്തികമായ അന്ധവിശ്വാസമാണോ ഏറ്റവും സമൂഹത്തിന് ദോഷം ചെയ്യാന്ന് ചോദിച്ചാൽ എന്തായിരിക്കും അഭിലാഷിൻ്റെ അഭിപ്രായം? രണ്ടിനും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം മതാന്ധവിശ്വാസങ്ങൾ എപ്പോഴും നമ്മൾ വ്യക്തിതലത്തിലായിരിക്കുമല്ലോ അത് ആചരിക്കുന്നത്. ഇപ്പം ഞാൻ എന്തെങ്കിലും ഒരു അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു വലിയൊരു ദൈവത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്താൽ അത് ചിലപ്പോൾ ബാധിക്കുന്നത് എന്നോട് വളരെ വേണ്ടപ്പെട്ട ആൾക്കാർക്കോ അല്ലെങ്കിൽ എന്നെ തന്നെയോ ആയിരിക്കും. ഒരുപാട് ആൾക്കാരെ എനിക്ക് ദ്രോഹിക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഇപ്പം രക്തസാക്ഷിത്വം വരിച്ച് ചെന്ന് കഴിഞ്ഞാലും എനിക്ക് സ്വർഗത്തിലൊരു നല്ല ജീവിതം കിട്ടും, അതുകൊണ്ട് കൊന്നിട്ട് വരാൻ പറഞ്ഞാൽ കൊന്നാൽ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പക്ഷേ സാമ്പത്തികത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് മിക്കവാറും അധികാരമുള്ളവരാണ് നമ്മളുടെ രാജ്യത്തെ സാമ്പത്തികമായ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. അപ്പോൾ അവരൊരു തെറ്റായ തീരുമാനമാണ് നടപ്പിലാക്കുന്നതെങ്കിൽ അത് അനുഭവിക്കേണ്ടി വരുന്നത് അത് ആചരിക്കാത്ത ആൾക്കാരും കൂടെ ആയിരിക്കും. ഇപ്പം ഞാനിപ്പോൾ എത്ര പ്രസംഗിച്ച് നടന്നാലും ഈ രാജ്യത്തെ ഭരണാധികാരികളാണ് അല്ലേ എൻ്റെ സാമ്പത്തികപരമായ കാര്യങ്ങളും അവരാണ് തീരുമാനിക്കുന്നത്. ഞാൻ എത്ര രൂപ ടാക്സ് അടയ്ക്കണം, ഇവിടത്തേക്ക് ഇൻഡസ്ട്രീസ് വരാനുള്ളതും വരാതിരിക്കാനുള്ള കാരണങ്ങളൊക്കെ അവരാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ എൻ്റെ ജീവിതത്തെ മുഴുവൻ ബാധിക്കുന്ന തീരുമാനം മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളെപ്പോഴും ക്യാപിറ്റലിസം എന്ന് പറഞ്ഞ ആശയത്തിന് വേണ്ടിയിട്ട് സംസാരിക്കുന്നത്. ഓരോ വ്യക്തിയുടെ ജീവിതവും തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അവന് കൊടുക്കണമെന്നുള്ളതും അവനെന്തെങ്കിലും മണ്ടത്തരം കാണിച്ചു കഴിഞ്ഞാൽ അത് അവൻ അനുഭവിക്കണം എന്നുള്ളതും ഉള്ള രീതിയിലേക്ക് വിട്ടുകൊടുക്കുന്നത്. അല്ലാതെ ഒരാളെടുക്കുന്ന തീരുമാനത്തിൻ്റെ ദൂഷ്യഫലങ്ങൾ അയാൾക്ക് ആ തീരുമാനം ദൂഷ്യഫലമായതിൻ്റെ പേരിൽ ഒന്നും സംഭവിക്കാതിരിക്കുകയും. കാരണം ഒരു രാഷ്ട്രീയക്കാരനെ പറ്റി സംബന്ധിച്ച് നമുക്കറിയാം, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇലക്ഷന് പരാജയപ്പെട്ട് അയാളുടെ അധികാരം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വരുന്ന പ്രശ്നങ്ങളുടെ ഒന്നും ഭവിഷ്യത്ത് അയാൾ ഏറ്റെടുക്കേണ്ട കാര്യമില്ല. പക്ഷേ അങ്ങനെയല്ല നമ്മളെ സംബന്ധിച്ച്. അപ്പോൾ നമ്മുടെ തീരുമാനം മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുന്നതിൻ്റെ പ്രശ്നം അതാണ്. അതുകൊണ്ടാണ് സാമ്പത്തിക അന്ധവിശ്വാസങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തികമായ തെറ്റായ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ എതിർക്കണം എന്ന് പറയുന്നത്. സമൂഹത്തിനെ കൂടുതൽ ബാധിക്കുന്ന ചിലപ്പോൾ മറ്റേത് ഒരു വ്യക്തിയുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു വിശ്വാസം അല്ല. അതിലും നേരത്തെ പറഞ്ഞ എക്സെപ്ഷൻ കേസ് ഉണ്ട്. ഞാൻ പറഞ്ഞ ഒരു ടെററിസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അയാൾക്ക് ചിലപ്പോൾ 10,000-ങ്ങളെ കൊല്ലാൻ പറ്റിയെന്ന് വരിക്കും. പക്ഷെ അതിലും കൂടുതൽ ആൾക്കാരെ സാമ്പത്തിക അന്ധവിശ്വാസം കൊണ്ടു നടക്കുന്നവർക്ക് കൊല്ലാൻ പറ്റും. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു മാവോയോ സ്റ്റാലിനോ എടുക്കുകയാണെങ്കിൽ ഒരു രാജ്യത്തെ മുഴുവൻ അവർക്ക് നശിപ്പിക്കാൻ പറ്റും. അതെ 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 തീർച്ചയായും. ഒരു ലക്ഷക്കണക്കിന് ആളുകൾ ഒരു ആ അന്ധവിശ്വാസം കൊണ്ട് നഷ്ടപ്പെടും. ഇത് പറഞ്ഞപ്പോൾ നമ്മുടെ ഈ നിങ്ങളൊരു ക്യാപിറ്റലിസ്റ്റ് ആണല്ലോ, പിന്നെ പൊതുവെ അതൊരു തെറ്റായ ഇതായിട്ടാണ്, ഒരു നെഗറ്റീവായിട്ടാണ് മുതലാളിത്തം എന്ന് പറഞ്ഞ അർത്ഥം കൊടുത്തിട്ട് നമ്മളതിനെ അങ്ങനെ കാണുന്നത്. നമ്മുടെ നാട്ടിൽ ദൈവങ്ങൾ വരെ സോഷ്യലിസ്റ്റാണെന്ന് തോന്നിയിട്ടുണ്ടോ? അതായത് എല്ലാവർക്കും തുല്യമായ, ഇപ്പം ഞാനൊരു ഇസ്ലാം മത വിശ്വാസിയായിരുന്നു. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് ഇവിടെ ഭൂമിയിൽ നീതി നടപ്പിലാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല.
ഒരാളെ കൊന്നാൽ 10 ആളെ കൊന്നാലും ഒരാളെ കൊന്നാലും ഒരേപോലെ ശിക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ദൈവം മരിച്ച് നരകത്ത് പോകാൻ അവിടെ 10 പ്രാവശ്യമോ 100 പ്രാവശ്യമോ ദൈവത്തിന് തന്നെ കൊല്ലാൻ പറ്റും. അപ്പോൾ അവിടെ വരെ സമത്വം നടപ്പിലാക്കാനുള്ള ദൈവം ഇങ്ങനെ ഒരു യുട്ടോപ്യൻ ആശയമായ സോഷ്യലിസം നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഒരാളായിട്ട് തോന്നാറുണ്ടോ? ദൈവം അങ്ങനെ തോന്നിയിട്ടില്ല. പ്രധാനമായിട്ടും നമ്മുടെ മനസ്സിലുള്ള ചിന്തയാണല്ലോ നമ്മൾ ദൈവത്തിലും വെച്ചു കൊടുക്കുന്നത്. അപ്പം നമ്മുടെ എല്ലാവർക്കും ഉള്ള ഒരു ചിന്തയാണ് എല്ലാവർക്കും എല്ലാം വേണം എന്നുള്ളത്. ഈ എല്ലാവർക്കും എല്ലാം വേണം എന്നുള്ളതിനകത്തു നിന്നാണ് നമ്മൾ തുല്യത എന്ന് പറയുന്ന സങ്കല്പം വരുന്നത്. യഥാർത്ഥത്തിൽ തുല്യത എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവർക്കും എല്ലാം ചെയ്യാനുള്ള അവകാശം ഉണ്ടാവണം. ഇപ്പം നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നു, നമ്മൾക്ക് എല്ലാവർക്കും എന്താണോ ഇഷ്ടം അത് ചെയ്യാനുള്ള അവകാശം ഉണ്ടാവണം. അതായത് ഇക്വാലിറ്റി ഓഫ് പെർമിഷൻ അല്ലെങ്കിൽ ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇത്ര പേര് ഈ പരിപാടിക്ക് വരാൻ പാടുള്ളൂ, ഇത്ര പേര് വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു നിയമം ഉണ്ടാക്കുകയാണ്. ജീവിതത്തിൽ എന്ത് കാര്യമാണെങ്കിലും ആ ഒരു ഇക്വാലിറ്റി മാത്രമേ നമുക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും തുല്യമായി വേണമെന്നുള്ളൊരു ആഗ്രഹം വരുന്നിടത്താണ് പ്രശ്നം. അതാണ് ഈ സോഷ്യലിസത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ നമ്മളിവിടുന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാം ഒരു രാജ്യത്ത് കുറച്ച് ആൾക്കാരുടെ കയ്യിൽ ഒരുപാട് സമ്പത്തുണ്ട്. അപ്പോൾ എന്തിനാണ് അവർക്ക് അത്രയും സമ്പത്ത്? എത്രയോ ആൾക്കാർ പട്ടിണി കിടക്കുന്നു. ഈ സമ്പത്ത് എല്ലാവർക്കുമായി വീതിച്ചു കൊടുത്താൽ പോരെ എന്നുള്ളത് നമുക്ക് അങ്ങനെ ഒരു ചിന്തയിൽ നിന്നാണ് വരുന്നത്. അപ്പം ഈ ആൾക്കാർ തന്നെയാണ് അവരുടെ ദൈവങ്ങളെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മാറി ചിന്തിക്കാനായിട്ട് വളരെ വലിയ പ്രശ്നമാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ ഇക്വാലിറ്റി അല്ലെങ്കിൽ തുല്യത എന്നൊക്കെ പലരും പറയുന്നെങ്കിലും അവരുടെയൊക്കെ ഉള്ളിലുള്ളത് ഗ്രീഡാണ്. എൻ്റേതല്ലാത്തൊരു സാധനം എനിക്ക് വേണമെന്നുള്ളത്. ഇപ്പോൾ നമ്മൾ 3 പേര് ഇവിടെ ഇരിക്കുന്നു, നമ്മുടെ 3 പേരുടെയും ഇഷ്ടങ്ങൾ വ്യത്യാസമാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ഇഷ്ടങ്ങൾ വ്യത്യാസമാണ്. അപ്പോൾ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചും പിന്നെ നമ്മളുടെ സാഹചര്യത്തിനൊക്കെ അനുസരിച്ചും ഒക്കെ നമുക്കൊരു സ്ഥലത്ത് എത്തിപ്പെടാൻ പറ്റുള്ളൂ. നിങ്ങളിപ്പം ഈ രാജ്യത്തെ ബില്യനേഴ്സിൻ്റെ പൈസ മുഴുവൻ എടുത്ത് നമുക്ക് എല്ലാവർക്കും വീതിച്ച് തന്നാലും നമ്മളെല്ലാവരും അങ്ങനെ എത്തുള്ളൂ. കുറച്ച് പേര് ജീവിതത്തിൽ പരാജയപ്പെടും, കുറച്ച് പേര് വീണ്ടും ആ പൈസ കൊണ്ട് ചിലപ്പോൾ വളരെ മേലെത്തിയിട്ടുണ്ടാവും. അതൊക്കെ സംഭവിക്കും. നമ്മൾ നോക്കേണ്ടത് നമ്മളിൽ നിന്ന് എന്തെങ്കിലും ഒരു അധികാരം ആരെങ്കിലും നമ്മളുടെ നേരെ ഉപയോഗിച്ചിട്ടാണോ ആ പൈസ കണ്ടെത്തിയത്, നമ്മളിൽ നിന്ന് പിടിച്ചെടുത്തത് എന്ന് മാത്രമേ നോക്കാൻ പറ്റുള്ളൂ. ഇപ്പം അംബാനി ആണെങ്കിലും അദാനി ആണെങ്കിലും നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചൊരു സർവീസ് തരാതെ നിങ്ങളുടെ കൈക്കിലുള്ള ഒരു സംഭവം അയാൾ പിടിച്ചെടുക്കുകയാണെങ്കിൽ അതൊരു പ്രശ്നമാണ്. അവിടെ ഇക്വാലിറ്റി ഇല്ല, അവിടെ ഫോഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. അതിപ്പോൾ ഗവൺമെൻറ് ആണെങ്കിലും ആരാണെങ്കിലും അങ്ങനെ ചെയ്യുന്നെങ്കിൽ കുഴപ്പമാണ്. അല്ലാതെ ഒരാളൊരു കാര്യം ഒരു പുതിയൊരു സാധനം കണ്ടുപിടിക്കുന്നു, അല്ലെങ്കിൽ ഒരു ബെറ്റർ ആയിട്ടൊരു സാധനം ജനങ്ങൾക്ക് കൊടുക്കുന്നു, അത് അയാൾ കൂടുതൽ ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ അയാൾക്ക് കൂടുതൽ സമ്പത്ത് കിട്ടും. അങ്ങനെ സംഭവിക്കുകയുള്ളൂ. അതിനെ നമുക്ക് വേണമെങ്കിൽ ഫോഴ്സ് ഉപയോഗിച്ച് ആ അവസരം അയാൾക്ക് നിഷേധിക്കാം. അപ്പോൾ അങ്ങനെ അയാൾക്ക് ആ അവസരം നിഷേധിക്കുമ്പം ആ സമൂഹം മുഴുവനായിരിക്കും കഷ്ടപ്പെടാൻ പോകുന്നത്. അങ്ങനെയാണ് സോവിയറ്റ് യൂണിയനും ഒരു കാലത്ത് ചൈനയും ഒരു കാലത്ത് ഇന്ത്യയൊക്കെ കഷ്ടപ്പെട്ടത്. അപ്പോൾ ആ സ്വാതന്ത്ര്യം തുറന്നു കൊടുക്കുക ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സമ്പത്തുണ്ടാക്കാൻ ആൾക്കാർ വരും, അവർ സമ്പത്തുണ്ടാക്കും. അവർ ആ സമ്പത്തുണ്ടാക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് സർവീസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ സമൂഹം മുഴുവൻ മുന്നോട്ട് പോകും. അങ്ങനെയാണ് ഇക്വാലിറ്റി ഉണ്ടാവുക. നമ്മൾ പൊതുവേ ഇങ്ങനെ വിശ്വാസത്തിലേക്ക് ആളുകൾ എത്തിച്ചേരുന്നത് എങ്ങനെയാണെന്ന് ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുമ്പം പൊതുവേ നമ്മളിങ്ങനെ കൊതിയും പേടിയും എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ പെടുത്തിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ശ്രമിക്കാറുള്ളത്. പക്ഷേ വ്യത്യസ്തമായൊരു ചിന്ത, അത് വേണമെങ്കിൽ ഇവിടേക്ക് നമുക്ക് ട്രാക്ക് ചെയ്തെത്താവുന്നതാണ്. എന്നാലും നമുക്ക് തോന്നിയിട്ടുള്ളത് നിസ്സഹായത പല സന്ദർഭങ്ങളിലും വിശ്വാസത്തിലേക്ക് എത്തിക്കുന്നുണ്ടോ എന്നൊരു സംശയം. അതിനൊരു ചിന്താ പരീക്ഷണം ആയിട്ട് ഒരാളെ പാമ്പ് കടിക്കുന്ന സന്ദർഭം നമുക്ക് എടുത്തു നോക്കാം. പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ നമുക്ക് ആംബുലൻസ് വിളിച്ചാൽ എത്തണം. ആദ്യമേ തന്നെ ഇയാൾ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഫോണ് വർക്ക് ചെയ്യണേ. ഫോണ് വർക്ക് ചെയ്യുന്ന അയാൾക്ക് ഉറപ്പില്ല, നിസ്സഹായനാണ്. രണ്ടാമത് ആംബുലൻസ് സംവിധാനം കൃത്യമായി എത്തുമോ എന്ന് അദ്ദേഹത്തിന് ഉറപ്പില്ല. ദൈവമേ ആംബുലൻസ് വേഗം വരണേ, ആശുപത്രിയിൽ ചെന്ന ഡോക്ടർ ഉണ്ടാവണേ, അവിടെ ആൻറ്റിവനം ഉണ്ടാവണമേ. ഇങ്ങനെ എല്ലാ കാര്യത്തിലും അവർക്ക് പ്രാർത്ഥിക്കേണ്ടി വരുന്നത് പലപ്പോഴും ഈ സാഹചര്യത്തിലേക്ക് എത്തിച്ചേർക്കാൻ അതായത് വിശ്വാസം എന്നുള്ള ഒരാശയത്തിലേക്ക് അവരെ പതുക്കെ ഡ്രാഗ് ചെയ്യുന്ന കാണുന്നുണ്ട്. ഇതിന് ഒരു സൊല്യൂഷനായിട്ട് എന്തെങ്കിലും ഒന്ന് സജസ്റ്റ് ചെയ്യാമോ? ഇതും സെയിം സിറ്റുവേഷനാണ്, കൊതിയും പേടിയും തന്നെയാണ്. ഒന്ന് അദ്ദേഹത്തിന് ജീവിക്കാനുള്ള കൊതിയും, മറ്റേത് മരണത്തെ ഉള്ള ഭയവും അത് തന്നെയാണ്. അപ്പം നിസ്സഹായത അവിടെ ഒരു കാര്യമായിട്ട് വരുന്നുണ്ട്. അതായത് നിസ്സഹായത അല്ല, എൻ്റെ ഫോൺ വർക്ക് ചെയ്യുമോ എന്നുള്ള അൺസർട്ടനിറ്റി ആണ് അവിടെ ഒരു പ്രശ്നമായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് വരാം, നമുക്ക് ഇവിടെയും ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡിസയർ ആണ്, ജീവിക്കാനുള്ള ആഗ്രഹവും. ഈ പണ്ട് ക്രിസ്റ്റഫർ റിച്ചൻസ് പറഞ്ഞാൽ ഒരു പാർട്ടി നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നിൻ്റെ പാർട്ടി മാത്രമാണ് ഇവിടെ തീരുന്നത്, നിനക്ക് കോൾ വന്നു നീ പോ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അയാൾക്ക് അത് കണ്ടിന്യൂ ചെയ്യണമെന്നുള്ള ആഗ്രഹമാണ് അവിടെ ഉള്ളത്, അല്ലെങ്കിൽ കൊതിയാണുള്ളത്. പക്ഷെ അത് പറ്റുന്നില്ല. മാത്രമല്ല പേടിയുണ്ട്, പാമ്പ് കടിച്ച് മരിക്കും എന്നുള്ള പേടിയുണ്ട്, അയാൾക്ക് ജീവിക്കാനുള്ള കൊതിയുണ്ട്. അത് തന്നെയാണ് അവിടുത്തെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അടിസ്ഥാനമായിട്ട് കൊതിയും പേടിയും തന്നെയാണ്. അതിനകത്ത് വ്യത്യാസമൊന്നുമില്ല. നമ്മളവിടെ പുതിയൊരു കാര്യം ഫാക്ടറിങ് ചെയ്തെങ്കിലും അടിസ്ഥാന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഇത് തന്നെയാണെന്നുള്ളതാണ്.
അപ്പോൾ ഈ പറയുന്ന സ്ഥലത്ത് എന്താണ് ചെയ്യേണ്ടത്? അയാൾക്ക് ഇപ്പോൾ ഒരു നല്ല സർവീസ് കിട്ടുന്ന സ്ഥലത്താണ് എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഫോൺ വർക്ക് ചെയ്താൽ നമുക്ക്, അല്ലെങ്കിൽ ഒരു എമർജൻസി സർവീസിന് ഇപ്പം 108 ഇല്ലായിരുന്ന കാലം ആലോചിച്ച് നോക്കൂ. ഒരാൾ ഹാർട്ട് അറ്റാക്കായിട്ട് കുഴഞ്ഞു വീണു, ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഫ്ലാറ്റിൽ താമസിക്കുന്ന സ്ഥലമായി, ഒറ്റയ്ക്കാണെന്ന് ഇരിക്കട്ടെ, ഒരാൾ മറിഞ്ഞ് വീണ് കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തെ ഫ്ലാറ്റിൽ തട്ടിയാൽ ചിലപ്പോൾ അവിടെ ഡോർ അടഞ്ഞു കിടക്കാം, ഇങ്ങനെയുള്ള 100 പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ 108 വിളിച്ചു കഴിഞ്ഞാൽ അല്പസമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ആംബുലൻസ് വരുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് അവിടെ കൂടുതൽ സെക്യൂരിറ്റി ആയിരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ സൗകര്യങ്ങളുണ്ടെങ്കിൽ വിശ്വാസത്തിൻ്റെ അളവ് കുറഞ്ഞു വരുന്നുള്ളതാണ് കാര്യം. അവർക്ക് ആരെയും വിളിക്കേണ്ട ആവശ്യമില്ല. ആരും ഇല്ലാതെ വരുമ്പോഴാണല്ലോ ദൈവത്തിനെ വിളിക്കുന്നത്. അല്ലാതെ ദൈവം ഇന്ന് വരെ ആരെയും പാമ്പ് കടിച്ചിട്ട് എടുത്തുകൊണ്ട് ആശുപത്രിയിൽ പോയി രക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ്. ദൈവം രക്ഷിക്കാൻ സാധ്യതയുണ്ട്, പക്ഷേ ഇല്ലാത്ത പാമ്പാണ് കടിക്കുന്നതെങ്കിൽ ദൈവം രക്ഷിച്ചു എന്ന് നമുക്ക് പുള്ളിക്ക് ആ ക്രെഡിറ്റ് കൊടുക്കാം, അത്രേ ഉള്ളൂ. സമ്പത്തിൻ്റെ കേന്ദ്രീകരണം കമ്പോളത്തിന് വിട്ടുകൊടുക്കുന്നതോ അല്ലെങ്കിൽ അത്യാസക്തിയുള്ള ഒരു ജനതയ്ക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് വിട്ടുകൊടുക്കുന്നതാണോ സമ്പത്തിനെ ശാസ്ത്രീയമായി നിർവചിച്ച് അതിനെ എങ്ങനെ തുല്യതയുടെ അടിസ്ഥാനത്തിൽ വിതരണം ചെയ്യാനുള്ള ഒരു ഫോർമുല, ആ രീതിയിലുള്ള ഒരു പരീക്ഷണമല്ലേ ഈ തുറന്ന കമ്പോളത്തിലൂടെ സമ്പത്തിനെ വിട്ടുകൊടുക്കുന്നത് ശരിയാണോ? അതാണ് എൻ്റെ ചോദ്യം. ഈ സമ്പത്തിനെ ശാസ്ത്രീയമായി നിർവചിക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ സമ്പത്തിനെ ശാസ്ത്രീയമായി നിർവചിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഈ തുല്യത എന്നുള്ള ആശയം എത്രത്തോളം അപകടകരമാണെന്നുള്ളത്. എന്താണ് ഈ സമ്പത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം മനുഷ്യൻ ഒരുപാട് വർഷങ്ങളായിട്ട് ഈ ഭൂമിയിലുള്ളതാണ്. നമ്മൾ ഇന്ന് കാണുന്ന സമ്പത്ത് മുഴുവൻ ഉണ്ടാക്കിയത് കഴിഞ്ഞ ഒരു 10-200 വർഷങ്ങളുടെ, അതിൽ തന്നെ കഴിഞ്ഞ ഒരു 10-50-60 വർഷങ്ങളിലാണ് ഈ സമ്പത്തിൻ്റെ വലിയൊരു കുതിച്ചുചാട്ടം ഇവിടെ ഉണ്ടായത്. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട ഒരു പങ്ക് എന്ന് പറഞ്ഞത് ആളുകൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തു എന്നുള്ളതാണ്. അതിനു മുമ്പ് നമ്മളെല്ലാവരും വളരെ കഷ്ടപ്പെട്ട് എല്ലാവരും ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. തൊഴിലിനൊന്നും ഒരു കുറവുണ്ടായിരുന്നില്ല. മനുഷ്യൻ അധ്വാനം എന്ന് പറഞ്ഞാൽ അമ്മാതിരി അധ്വാനമായിരുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനമായിരുന്നു. എന്നിട്ട് നമ്മൾ യാതൊരുവിധ സമ്പത്തും ഉണ്ടാക്കിയില്ല. അപ്പോൾ എന്താണ് സമ്പത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുമ്പോൾ, മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ പലതരത്തിൽ പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെയാണ് വെൽത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന വെൽത്ത് ആരുടെയാണെന്നുള്ളതാണ് ചോദ്യം. ഇപ്പം നമ്മൾ ഈ സമ്പത്ത് എന്ന് പറഞ്ഞത് എല്ലാവർക്കും കൂടെയുള്ള ഒരു സമ്പത്ത് എന്ന് വിചാരിക്കുമ്പോഴാണ് പ്രശ്നം. അപ്പോഴാണ് നമ്മൾ ഈ വിതരണം ചെയ്യുന്നതിലേക്കും വീതം വെപ്പിലേക്കും ഒക്കെ പോകുന്നത്. അപ്പം ഞാൻ ഒരു മാസം മുഴുവൻ ജോലി ചെയ്ത് കിട്ടിയ ശമ്പളം എന്ന് പറയുന്നത് എൻ്റെ ശമ്പളമാണ്. നിങ്ങൾ ഒരു മാസം മുഴുവൻ ജോലി ചെയ്ത ശമ്പളം നിങ്ങളുടെ ശമ്പളമാണ്. നിങ്ങളൊരു കമ്പനി നടത്തി കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങളുണ്ടാക്കുന്ന ലാഭം നിങ്ങളുടെ സമ്പത്താണ്. അത് ഓരോരുത്തരുടെ കയ്യിലുമാണ് സമ്പത്തിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ഈ സമ്പത്തിൻ്റെ വിതരണം നടക്കപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഓരോരുത്തരും ജോലി ചെയ്യുമ്പോൾ നമ്മൾ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിയിട്ടാണ് ആ സമ്പത്ത് മറ്റുള്ളവരിലേക്ക് എത്തുന്നത്. ഇപ്പോൾ അംബാനിയുടെ കയ്യിലിരിക്കുന്ന സമ്പത്ത് എങ്ങനെയാണ് നമ്മളുടെ കയ്യിലെല്ലാവരിലേക്ക് എത്തുന്നത്? അംബാനി നമ്മൾക്ക് ടെലികോം കമ്മ്യൂണിക്കേഷൻ തരുമ്പോഴാണ്. എങ്ങനെയാണ് എലൺ മസ്കിൻ്റെ കയ്യിലിരിക്കുന്ന സമ്പത്ത് നമ്മുടെ കയ്യിലെല്ലാം ഇരിക്കുന്നത്? നമ്മൾക്കെല്ലാം അഭിപ്രായങ്ങൾ പങ്കുവെക്കാനുള്ളൊരു പ്ലാറ്റ്ഫോം പുള്ളി ഉണ്ടാക്കുമ്പോഴാണ്. അല്ലെങ്കിൽ എലൺ മസ്ക് ടെസ്ല എന്ന് പറഞ്ഞ കാർ ഉണ്ടാക്കുമ്പോഴാണ്, ഓട്ടോമാറ്റിക് കാർ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ്. അതേപോലെ ഒരു കാറ് നിർമ്മിക്കുന്ന ഒരു കമ്പനിയുടെ ഉടമസ്ഥനാണെങ്കിലും, ഒരു മൊബൈൽ നിർമ്മിക്കുന്ന കമ്പനിയുടെ ഉടമസ്ഥനാണെങ്കിലും, അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം വീട്ടിലെത്തിക്കുന്ന ഒരു കമ്പനിയുടെ ഉടമസ്ഥനാണെങ്കിലും, അവരുടെ എല്ലാ അവരുടെ സമ്പത്ത് കൂട്ടാനായിട്ട് അവർ ഉപയോഗിക്കുമ്പം അത് സർവീസുകളായിട്ടും ഉൽപ്പന്നങ്ങളായിട്ടും നമ്മുടെ മുൻപിലേക്ക് എത്തുന്നതാണ്. നമ്മളിവിടെ ഇരുന്ന് സംസാരിക്കുന്നത് പല ആൾക്കാരും അവരുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയും അങ്ങനെ സമ്പത്ത് കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാക്കിയ ഉൽപ്പന്ന ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അങ്ങനെ ഒരു തുല്യത മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അല്ലാതുള്ളൊരു തുല്യത നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറ്റുള്ളവൻ്റെ പണം പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്കൊരു പഞ്ചായത്ത് ലെവലിൽ തന്നെ ചിന്തിച്ച് നോക്കാവുന്നേ ഉള്ളൂ. നിങ്ങൾ ഒരു രാജ്യത്തിൻ്റെയോ ആഗോളതലത്തിലോ ഒന്നും ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു പഞ്ചായത്തിൽ ഒരു സമ്പത്തുള്ളവൻ്റെ സമ്പത്ത് എടുത്ത് മറ്റുള്ള ആ പഞ്ചായത്തിലുള്ള എല്ലാവർക്കും, അല്ലെങ്കിൽ ഒരു വാർഡിലുള്ള എല്ലാവർക്കും വിതരണം ചെയ്യുന്നതിൻ്റെ നീതികേട് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അയാൾ ആ പഞ്ചായത്തിനെ മുഴുവൻ അടക്കി ഭരിച്ചിട്ട് മറ്റുള്ളവർക്കൊന്നും ഒരു അവസരങ്ങളും കൊടുക്കാതാണെങ്കിൽ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ന്യായമുണ്ട്. അല്ലാത്ത പക്ഷം ചിലപ്പോൾ അയാൾ ഗൾഫിൽ പോയിട്ടുണ്ടാക്കിയ പൈസയായിരിക്കും. അത് ആ പഞ്ചായത്തിൻ്റെ മുഴുവൻ സമ്പത്താണോ? അല്ല. അപ്പോൾ നമ്മൾ ഏത് സമ്പത്താണ് വിതരണം ചെയ്യുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ആദ്യം ചോദിച്ച പോലെ തന്നെ സമ്പത്തിനെ ശാസ്ത്രീയമായി നിർവചിച്ചാൽ തന്നെ നിങ്ങൾ ഈ വീതം വെപ്പ് എന്ന പരിപാടിയിലേക്ക് പോയില്ല. ഒരു ചന്ദ്രേട്ടാ, ഇതിൽ ഒരു കാര്യം കൂടെ ആഡ് ചെയ്തുകൊണ്ട് ചോദിക്കുക. ഈ മുതലാളിത്തത്തിൻ്റെ അല്ലെങ്കിൽ ക്യാപിറ്റലിസത്തിൻ്റെ ഒരു പ്രശ്നമായിട്ട് പറയുന്നത് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചിരുന്നു. അത് ഒരു വ്യക്തിയിൽ അധികാരം കേന്ദ്രീകരിക്കാനും അയാൾക്ക് അപ്പോൾ ഒരു മുതലാളിയിൽ അധികാരം കേന്ദ്രീകരിക്കാനും അതുവഴി തൊഴിലാളികളുടെ മേളിൽ അയാൾക്കൊരു
ഹയറാർക്കി അല്ലെങ്കിൽ ഒരു പവർ കിട്ടാനും അങ്ങനെ അതുവഴി അയാളിൽ മാത്രമായിട്ട് സമ്പത്ത് ഏകീകരിക്കാനും കാരണമാകും എന്നുള്ളത് കൊണ്ടല്ലേ സോഷ്യലിസ്റ്റുകൾ ഇതിനെ എതിർക്കുന്നത്? അതൊരു തെറ്റായ ഇത് വരില്ല എന്ന് ചോദിക്കുന്നുണ്ട്. മാർക്സ് പറഞ്ഞതാണെന്ന് തോന്നുന്നു. എന്താണ് ഇതിനെക്കുറിച്ച് അഭിപ്രായം? ഇത് നമ്മുടെ UAE ഒരു വിദ്യാർത്ഥി നിങ്ങളോട് ചോദിക്കണം എന്ന് പറഞ്ഞിട്ട്, ഗൗതം എന്ന് പേരുള്ള ഒരു സുഹൃത്തുണ്ട്, പുള്ളി ചോദിക്കണം എന്ന് പറഞ്ഞിട്ട് ചോദിച്ചതാണ്. അല്ല, മാർക്സ് പറഞ്ഞു തന്നെ അങ്ങനെ വഴിയുള്ളൂ. എൻ്റെ ഒരു അടിസ്ഥാനപരമായ സംഭവം അവിടെ നിന്ന് തന്നെ വരാൻ വഴിയുള്ളൂ. ഈ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനുള്ള എത്ര എക്സാമ്പിൾ ഈ പറഞ്ഞ ആൾക്ക് തരാൻ പറ്റും എന്നുള്ളതാണ്. പലപ്പോഴും ഇത് അങ്ങനെ ആവില്ലേ എന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാം, ലോകത്തെ എല്ലായിടത്തും ഈ പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്ക് പൂർണ്ണമായും അധികാരം വിട്ടുകൊടുക്കുന്നു എങ്ങ് നമ്മൾ കാണുന്നില്ല. എല്ലായിടത്തും നമ്മൾ കാണുന്നത് എല്ലാ രാജ്യങ്ങളിലും ഗവൺമെൻറ് ഉണ്ട്, കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതിനുള്ളിൽ നിന്നിട്ടുള്ള മാർക്കറ്റ് വർക്ക് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അല്ലാതെ എല്ലാ സ്ഥലത്തും വിട്ടുകൊടുക്കുകയും ഇതേപോലെ തൊഴിലാളികളുടെ മേലെ എല്ലാ നിയന്ത്രണങ്ങളും എടുത്തിട്ടുള്ള കമ്പനികളും കാര്യങ്ങളും ഒന്നും നമ്മൾ കാണുന്നില്ല. മാർക്സിൻ്റെ സിദ്ധാന്തങ്ങൾ നമുക്കിത് മുഴുവൻ ഇവിടെ അനലൈസ് ചെയ്യാൻ സമയമില്ല. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മാർക്സിൻ്റെ കൂടുതലും ഭാവനാ സിദ്ധാന്തങ്ങളായിരുന്നു. മാർക്സിൻ്റെ പ്രശ്നം ആളുകൾക്ക് ഈ തൊഴിലാളികളുടെ കഷ്ടപ്പാടിനേക്കാൾ ഉപരി കുറച്ചും കൂടെ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞാൽ കുറച്ചുകൂടെ ഫിലോസഫിക്കൽ ആർഗ്യുമെൻറ്റുകളൊക്കെ ആയിരുന്നു. ഇതിനേക്കാളും പൂർണ്ണമായ സ്വാതന്ത്ര്യത്തോടെ മനുഷ്യന് ജീവിക്കാൻ പറ്റും. മാർക്സ് സ്വാതന്ത്ര്യത്തെ ഡിഫൈൻ ചെയ്ത് തന്നെ വേറെ രീതിയിലാണ്. ഇപ്പോൾ മനുഷ്യന് അവൻ്റെ ഫുൾ പ്രൊഡക്ഷൻ ഫോഴ്സസ് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ എല്ലാവരും പരസ്പരം ഒരുമിച്ച് ജീവിക്കുന്ന, ഒരു കുറ്റകൃത്യങ്ങളും ഇല്ലാത്ത, പണമില്ലാത്ത ഒരു ലോകമാണ് മാർക്സ് സ്വപ്നം കണ്ടത്. അപ്പോൾ മാർക്സ് ആ ഒരു രീതിയിലാണ് ഈ എക്സ്പ്ലോയിറ്റേഷനും കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇനി നമ്മൾ ചോദ്യത്തിലൂടെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം ഒരു സ്ഥലത്ത് ഒരു തൊഴിലാളി, ഇപ്പോഴത്തെ നമ്മുടെ ഒരു സിറ്റുവേഷൻ ആലോചിക്കുക. നമ്മളെ ഇപ്പം നമ്മളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ പോകുന്നു, ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ പോകുന്നു. നമ്മളുടെ അടുത്ത് നമ്മുടെ മുതലാളി മോശമായിട്ട് പെരുമാറുകയാണെങ്കിൽ നമ്മൾക്ക് വേറെ ജോലി തേടിപ്പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അങ്ങനെ സ്വാതന്ത്ര്യം ഉണ്ട് എങ്കിൽ എനിക്ക് ജോലി തരാൻ വേറെ ഒരാളുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുതലാളി ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്നെ കുറച്ചും കൂടെ നന്നായി നോക്കുക എന്നുള്ളതാണ്. അപ്പം അല്ലാതെ ഈ ട്രേഡ് യൂണിയൻ സമരം നടത്തിയിട്ട് ഒന്നുമല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇന്ത്യയിലെ IT കമ്പനികളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ അവിടെ വളരെ മനോഹരമായി ജോലി ചെയ്യുകയും വളരെ കൂടുതൽ ശമ്പളം മേടിക്കുകയൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ട്രേഡ് യൂണിയൻ പ്രവർത്തിച്ചിട്ടൊന്നുമല്ല. തൊട്ടടുത്ത് വേറൊരു കമ്പനി ഉള്ളത് കൊണ്ടാണ്. ഇപ്പം ഇവിടത്തേക്കാൾ കൂടുതൽ ശമ്പളം ചിലപ്പോൾ ബാംഗ്ലൂർ കിട്ടാൻ കാരണം അതുകൊണ്ടാണ്. ഇപ്പോൾ ഇന്ന് ജോലി പോയി കഴിഞ്ഞാലും അവനെ എടുക്കാൻ തയ്യാറായ വേറെ ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതേപോലെ മുതലാളിമാർ തമ്മിലുള്ള മത്സരവും തൊഴിലാളികൾ തമ്മിലുള്ള മത്സരവുമാണ് തൊഴിലാളികളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത്. ഇപ്പം ഇനിയിപ്പോൾ നിങ്ങൾ അവിടെ തൊഴിലാളിക്കും അതിൻ്റെതായ വാല്യൂ കിട്ടുന്നുണ്ട്. കാരണം ഇയാൾ നല്ല സ്കിൽഡ് വർക്കർ ഉണ്ടെങ്കിൽ മുതലാളിക്ക് കാര്യമുള്ളൂ. അതാ പറഞ്ഞത്. അപ്പം നമുക്ക് നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ സ്വാതന്ത്ര്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ എല്ലാവരുടെ സ്വാതന്ത്ര്യത്തെ പറ്റിയുള്ളതാണ് സംസാരിക്കുന്നത്, മുതലാളിയുടെ മാത്രമല്ല. അപ്പോൾ ഒരു മുതലാളിയുടെ മാത്രമല്ല. ഇപ്പം ഞാനൊരു കമ്പനി തുടങ്ങി, ആ കമ്പനിയിൽ ഞാൻ തൊഴിലാളിയോട് വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ തൊഴിലാളികളെ കൊണ്ട് കഷ്ടപ്പെടുത്തി പണിയെടുപ്പിക്കുന്നു. അതേസമയം യാസിൻ നല്ലൊരു കുറച്ച് തൊഴിലാളികൾക്ക് നല്ല രീതിയിൽ ശമ്പളം കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ തൊഴിലാളി അങ്ങോട്ടല്ലേ പോവുള്ളൂ. അതേസമയം ഒരു ഗവൺമെൻറ് മാത്രമാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് വെക്കുക. നിങ്ങൾ സോവിയറ്റ് യൂണിയനിലെ കാര്യം ആലോചിക്കുക. സോവിയറ്റ് യൂണിയനിൽ ഇരുമ്പ് ഉൽപ്പാദിപ്പിക്കുക എന്ന് പറയുന്നത് അവിടുത്തെ പാർട്ടിക്ക് മാത്രമുള്ള ഒരു പ്രൊവിഷനാണെന്ന് വെക്കുക. അവിടെ പ്രൈവറ്റ് പ്ലെയേഴ്സ് ഒന്നുമില്ല. അപ്പോൾ അവിടുത്തെ തൊഴിലാളികൾക്ക് വേറെ എന്തെങ്കിലും സ്വാതന്ത്ര്യം ഉണ്ടോ? ഇല്ലല്ലോ. അവർക്ക് അവിടെ മാത്രമല്ലേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെയല്ലേ കൂടുതൽ പ്രശ്നം വരിക. താങ്ക് യു. ഞാൻ ചന്ദ്രേട്ടാ, ഇത് ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ച ചോദ്യം ഇപ്പോൾ ഇതിൽ നിന്ന് ഒരാൾ എഴുതി ചോദിച്ചതിൽ കണ്ടതുകൊണ്ട് ചോദിക്കുക. കാരണം ഈ ചോദ്യം നമ്മൾ മുമ്പും ചർച്ച ചെയ്തിട്ടുണ്ട്. ആത്മവിശ്വാസം ലഭിക്കാൻ, സമാധാനം ഉണ്ടാവാൻ, ഒരു പോസിറ്റീവ് എനർജിക്ക് വേണ്ടിയിട്ട് ഒക്കെ ദൈവവിശ്വാസം ആളുകൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അതിനെന്തിനാണ് എതിർക്കേണ്ട ആവശ്യം എന്നാണ് ചോദ്യം. അതായത് വിശ്വാസത്തിലും കുറേ നല്ല വശങ്ങളില്ലേ, നമുക്കത് എടുത്തൂടെ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഈ ചോദ്യം ഇതിനു മുമ്പും ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുള്ള ചോദ്യമാണ്. പോസിറ്റീവ് എനർജി അതെന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത്? ഈ നമ്മുടെ നാട്ടിൽ സ്ഥിരം പറയുന്ന ഒരു പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞൊരു സാധനമാണെന്ന് തോന്നുന്നു. ഇതിനകത്ത് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത് ഇതുപോലെയുള്ള ചർച്ചകളിൽ മാത്രമാണ്. സാധാരണ നമ്മൾ ആളുകളുടെ അടുത്ത് ചോദിക്കുമ്പോൾ എല്ലാവരും മുന്നോട്ട് വയ്ക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് മതദൈവങ്ങൾ തന്നെയാണ്. അവരുടെ കയ്യിലിരിക്കുന്ന വിശ്വാസങ്ങളായിരുന്നാലും അവരുടെ ആരാധനാമൂർത്തികളായിരുന്നാലും എല്ലാം നോക്കിക്കഴിഞ്ഞാൽ മതദൈവങ്ങൾ തന്നെയാണ്. ഇതൊന്നും ഇല്ലാതെ, മതങ്ങളിലൊന്നും പെടാത്ത ഒരു ദൈവം, ഈ ഫിലോസോഫിക്കൽ ദൈവം, നേരത്തെ കലാം കോസ്മോളജിക്കൽ ആർഗ്യുമെൻറ്റിൽ കണ്ടതുപോലത്തെ ഒരു ദൈവം, പ്രപഞ്ചത്തിൻ്റെ വെളിയിൽ നിന്ന് പടക്കം പൊട്ടിക്കുന്ന, ഇവിടെയുള്ള ആളുകൾക്കൊക്കെ ആഗ്രഹങ്ങളെല്ലാം നടത്തി കൊടുക്കുന്ന, പ്രാർത്ഥിച്ചാൽ ബലം കൊടുക്കുന്ന, കുറ്റം ചെയ്യുന്നവരെ ഓട്ടിച്ചിട്ട് കല്ലെറിയുന്ന അങ്ങനത്തെ ഒരു ദൈവം സങ്കല്പം.
ഇത് അതുമല്ല, നമ്മുടെ വിശ്വാസത്തിനെ ഒരു മുറുകെ പിടിക്കാനായിട്ട് മറ്റേ ഈ എപ്പിലെപ്റ്റിക് സീഷേഴ്സ് വരുന്നവർക്ക് പണ്ട് താക്കോൽ കൊടുക്കുമായിരുന്നു. അപസ്മാരം വരുന്നവർക്ക് താക്കോൽ കൊടുക്കും. അത് അവർക്ക് ചുമ്മാ കൊടുക്കുന്ന, അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ചുമ്മാ കൊടുക്കും. ചുറ്റിന് കൂടി നിൽക്കുന്നവർക്ക് അവർക്കുള്ളൊരു വിശ്വാസം എന്നുള്ള രീതിയിൽ കൊടുക്കുന്നേ ഉള്ളൂ. ഇതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളതാണ്. ഇത് കുഴപ്പമാണെന്ന് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു ഫോൾസ് ആയിട്ടുള്ള ഒരു വിശ്വാസം ചെയ്യുന്നതിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഈ മതവിശ്വാസത്തിനെ എടുക്കുക. ഇപ്പോൾ കഴിഞ്ഞ തവണ നേരത്തെ അഭിലാഷ് പറഞ്ഞാൽ നമ്മളൊരു ആയുർവേദ ഡിബേറ്റ് നടത്തി. ഈ ആയുർവേദത്തിൻ്റെ തുടക്കം ഇടുന്ന ബ്രഹ്മാവിൽ നിന്നാണ്. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ വന്ന് നൂറുകണക്കിന് അന്ധവിശ്വാസങ്ങളുടെ ഇങ്ങനെ കണ്ണിയായിട്ടുള്ള ചെയിനുകളിലേക്കാണ് പോയിപ്പെടുന്നത്. ഇപ്പോൾ എന്തുകൊണ്ട് ശാസ്ത്രീയമായ മെഡിസിൻ എടുക്കണം, നമ്മളവിടെ എഴുതി വെച്ചിട്ടുണ്ട് എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ എന്തുകൊണ്ട് എടുക്കണം എന്ന് പറയുമ്പോൾ പുറകോട്ട് പോകുമ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ അവൻ്റെ ഇതുപോലെയുള്ളൊരു അന്ധവിശ്വാസം നമ്മൾ നേരിടേണ്ടി വരും. മതവിശ്വാസം ഇല്ലാതാക്കി മാറ്റിവെച്ച് ചിന്തിച്ചാൽ മാത്രമേ നിത്യജീവിതത്തിലുള്ള കാര്യങ്ങൾക്ക് പോലും നമുക്ക് ശരിയായ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നുള്ളൂ. ചിലപ്പോൾ ജ്യോതിഷത്തിനകത്ത് വിശ്വാസം കാണും, ഇറങ്ങിയ പൂച്ച, ദൈവവിശ്വാസം ഒന്നും കാണില്ല, പക്ഷെ പൂച്ച ചാടിയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങളൊന്നും നടക്കില്ലെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അപ്പോൾ ഇത് നേരത്തെ കാലത്ത് പ്രാവ് ഒരു ദൈവവിശ്വാസിയല്ല, പക്ഷേ ഒരു കാര്യം നടക്കുന്നതിന് മുമ്പ് കറങ്ങിയാൽ അത് നടക്കും എന്ന് വിചാരിക്കുന്നു. ഒരു ഛേദമില്ലാത്ത കുഴപ്പമില്ലാത്ത കാര്യമല്ലേ, അത് ചെയ്തോട്ടെ എന്ന് നമുക്ക് വിചാരിക്കും. പക്ഷെ അത് തെറ്റാണ് എന്നുള്ളത് നമ്മൾ പറയേണ്ട കാര്യമുണ്ട്. അവരവരുടെ വിശ്വാസം അവരവർ വീട്ടിനകത്ത് മാത്രം ഒതുക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് ശല്യമില്ല. പക്ഷെ അവനവൻ്റെ കുടുംബത്തിൻ്റെ കാര്യവും ഒക്കെ വരുന്ന സമയത്ത് നമ്മളുടെ ഡിസിഷൻ മേക്കിങ്ങിലെല്ലാം ഈ അന്ധവിശ്വാസം ഒരു ശല്യമായിട്ട് വരും. അത് ശരിയാണ്. ഒരു കാര്യം ആഡ് ചെയ്തോട്ടെ എൻ്റെ കൂട്ടത്തിൽ. ഈ വ്യക്തിതലത്തിൽ മാത്രമല്ല, ഇപ്പം നമ്മൾ ഇപ്പം എന്തുകൊണ്ടാണ് ദൈവത്തെ നമ്മൾ എതിർക്കുന്നതെന്ന് നേരത്തെ ചോദിച്ചല്ലോ. ഈ ഇപ്പം സാധാരണ ഒരു വിശ്വാസി അവന് സമാധാനം, ഈ നിസ്സഹായ അവസ്ഥയിലൊക്കെ പ്രാർത്ഥിക്കുന്നെങ്കിൽ പ്രാർത്ഥിച്ചോട്ടെ, എതിർക്കേണ്ട കാര്യമാണ്. ആക്ച്വലി നമ്മളാരും അങ്ങനെ ഇതുവരെ എതിർത്തതായിട്ട് എനിക്കറിയില്ല. ആരെങ്കിലും ഒരാൾ ഒരു അമ്പലത്തിൽ പോകുമ്പോൾ നീ അമ്പലത്തിൽ പോകരുത് എന്ന് പറയുന്ന ആ ഒരു ആക്ടിവിറ്റി അല്ലല്ലോ നമ്മളിവിടെ ചെയ്യുന്നത്. നമ്മൾ സമൂഹത്തിനോട് മൊത്തത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് ചെയ്യുക. ഇപ്പോൾ ഈ റിലീജിയൻ യൂസ്ഫുള്ളാണ്, ദൈവം യൂസ്ഫുള്ളാണെന്നുള്ള ആർഗ്യുമെൻറ്റ്, ശരി, നമ്മൾ ആ ഒരു ആർഗ്യുമെൻ്റ് എടുക്കുകയാണെങ്കിൽ തന്നെ ഇപ്പം ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ മാത്രം പ്രശ്നങ്ങളല്ല, അപ്പോൾ നമ്മുടെ സമൂഹത്തിൻ്റെ ചരിത്രം മൊത്തം നോക്കുകയാണെങ്കിൽ മനുഷ്യൻ പണ്ട് മുതലേ ദൈവവിശ്വാസികളായിരുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ പണ്ടത്തെ ഒരു അവസ്ഥയിലല്ല ഇന്ന് സമൂഹം മുഴുവൻ ജീവിക്കുന്നത്. ലോകത്തെ പട്ടിണി എന്ന് പറയുന്നത് ഒരു 18-19 നൂറ്റാണ്ടിലെ പട്ടിണി എന്ന് പറയുമ്പം 99% ആൾക്കാരും പട്ടിണിയിലായിരുന്നു. വളരെ കുറച്ച് രാജാക്കന്മാരും പ്രഭുക്കന്മാരും ഒഴിച്ച് ബാക്കി എല്ലാവരും പട്ടിണിയിലായിരുന്ന ഒരു കാലം. അതൊരു 200 വർഷം മുമ്പത്തെ കാലമാണ്. അപ്പോൾ അന്നത്തെക്കാളും ദൈവവിശ്വാസം ഇന്ന് കുറവാണ് ആക്ച്വലി, അല്ലേ? ഒരു മിനിറ്റ് ഒന്ന് ഇടപെട്ടെ. പിന്നെ നമുക്കിതിൽ ചെറിയൊരു ഗ്യാപ്പ് വരുത്തി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ദൈവത്തിനെ കുറേ ദൈവങ്ങളെ വിളിച്ചിട്ട് ദൈവങ്ങളാരും വന്നില്ല. പക്ഷേ നമ്മളിപ്പോൾ ഇബിലീസ് വിളിച്ചിരുന്നു, പുള്ളി റെഡിയാണ് നമ്മളെ കൂടെ സ്റ്റേജിലിരിക്കാൻ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് സ്വാഗതം ചെയ്യാം. ആരിഫ് ഹുസൈൻ തരുവത്ത്. പിന്നെ അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം, എന്നിട്ട് അതിലേക്ക് വരാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അപ്പം നമുക്കറിയാം ദൈവങ്ങളെ വർഷങ്ങളായിട്ട് മനുഷ്യർ വിശ്വസിച്ച് പോന്നിരുന്നു. 18-19 നൂറ്റാണ്ടിൽ ആയിരുന്ന അവസ്ഥയല്ല ഇപ്പോൾ. ഇപ്പോൾ ദൈവവിശ്വാസം ഇല്ലാത്തവരുടെ എണ്ണം കൂടുതലുമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു സമയത്ത് എന്താണ് സംഭവിച്ചതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത്, മനുഷ്യൻ അവൻ്റെ പ്രശ്നങ്ങളെ മനസ്സിലാക്കുകയും അതിന് പരിഹാരം തേടുകയെന്നിടത്തു നിന്ന് ദൈവത്തിനെയും മതത്തെയും കുറച്ച് മാറ്റി നിർത്തി ചിന്തിച്ച വളരെ കുറച്ച് സമയമുണ്ടായി. നമ്മൾ അതിനെയാണ് ഈ ഏജ് ഓഫ് റീസൺ, യുക്തിയുടെ നൂറ്റാണ്ട്, എൻലൈറ്റൻമെൻറ്റ് എന്നൊക്കെ പറയുന്നത്, ശാസ്ത്ര വിപ്ലവം എന്നൊക്കെ പറയുന്നത്. അപ്പം അത് ചെയ്ത ആൾക്കാർ വിശ്വാസികളായിരിക്കും, അവർ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടാവും. പക്ഷെ അവർ ചെയ്ത പ്രവർത്തനങ്ങളിൽ നിന്ന് ഈ ദൈവം എന്ന് പറഞ്ഞ സംഭവം മാറി നിന്നു എന്നുള്ളതാണ്. അവർ മിന്നൽ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, തീ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, മഴ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ശാസ്ത്രീയമായ രീതിയിൽ അവൻ്റെ യുക്തി ഉപയോഗിച്ചും പരിശോധിക്കാൻ ശ്രമിച്ചതിൻ്റെയും അതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റാണ് അത് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ പ്രോസ്പെരിറ്റിയും സമാധാനമൊക്കെ. ഈ മനുഷ്യൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ ഒരു സൂപ്പർ അബണ്ടൻസ് എന്നും പറഞ്ഞിട്ട് ഒരു പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പം നമ്മൾ മനസ്സിലാക്കുന്ന നമ്മുടെ ജനസംഖ്യ വളരെയധികം രീതിയിൽ വളരെയധികം വലിയ റേറ്റിൽ വികസിക്കുമ്പോഴും നമ്മൾക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ എത്രമാത്രം വർദ്ധിക്കുന്നു എന്ന് ആലോചിക്കുക. ഇങ്ങനെ ഒരു നമ്മളിപ്പോൾ ഇവിടെ ഞാനിപ്പോൾ എറണാകുളത്തു നിന്നാണ് വരുന്നത്. ഇപ്പം ഞാൻ എറണാകുളത്തു നിന്ന് ഇവിടെ വന്ന് ഇങ്ങനെ ഇരുന്ന് പരിപാടി അവതരിപ്പിക്കുകയും ഇവിടെ നിന്ന് ഇപ്പോൾ പല സ്ഥലത്തു നിന്ന് വന്ന ആൾക്കാരുണ്ട്. നിങ്ങളെല്ലാവരും ഇവിടെ ഇവിടെ വന്നിരുന്ന് സംസാരിക്കാനും ഇത് യൂട്യൂബിൽ പബ്ലിഷ് ചെയ്യാം, അത് ലോകത്തിൽ എവിടെ ഇരുന്ന് വേണം കാണാനുള്ള സൗകര്യം എന്നൊക്കെ ആലോചിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എത്ര ലക്ഷറിയാണ് നമ്മുടെ ജീവിതം എന്ന് ആലോചിക്കുക. ഇതങ്ങനെ ചുമ്മാതെ ഉണ്ടായതല്ല. നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ അന്ധവിശ്വാസങ്ങളും ദൈവത്തിനെയും മതത്തിനെയൊക്കെ വളരെ നേർപ്പിക്കുകയും അതേസമയം നമ്മൾ ശാസ്ത്രീയമായ മനോവൃത്തിയിലൂടെ ലോകത്തെ വീക്ഷിക്കുകയും ചെയ്തപ്പോഴുണ്ടായതാണ്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ദൈവത്തിനെ വിമർശിക്കുന്നു എന്നുള്ളതിൻ്റെ
പ്രധാനപ്പെട്ട ഉത്തരം അതാണ്. നമ്മുടെ സമൂഹത്തിൻ്റെ മേന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ ഒരാൾ വൈകുന്നേരം വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ ഒരു ഞായറാഴ്ച പള്ളിയിൽ പോകുന്നതിൻ്റെ അടുത്ത് പോയിട്ട് നീ ചെയ്യുന്നത് മണ്ടത്തരമാണെന്ന് പറയുന്നതല്ല ചെയ്യുക. അതുമാത്രമല്ല, ഈ ദൈവവിശ്വാസത്തിൽ എന്തെങ്കിലും നന്മയുണ്ടോ, മതവിശ്വാസത്തിലുണ്ടെങ്കിൽ അത് എടുത്തൂടെ എന്ന് ചോദിച്ചാൽ നമ്മൾ നല്ല സാധനങ്ങൾ എടുക്കുന്നതിൽ കുഴപ്പമില്ല, പക്ഷെ അത് എടുക്കുന്ന സ്ഥലം ഒരു പ്രശ്നമാണ്. ഇപ്പം നമുക്ക് ബേക്കറിയിൽ നിന്ന് ഒരു ഐസ്ക്രീം കഴിക്കാം, ഇതൊരു വേസ്റ്റ് ബിന്നിലാണ് കിടക്കുന്നതെങ്കിൽ അതിന് എടുത്ത് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെയുള്ള അഴുക്കുകളും കൂടെ പോരും. ഇപ്പം മതത്തിൽ എന്തെങ്കിലും നന്മ ഉണ്ടെങ്കിൽ അത് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ബാക്കി അന്ധവിശ്വാസങ്ങളും കൂടെ അതിൻ്റെ കൂടെ കയറി വരുന്നു എന്നുള്ളതാണ്. മതത്തിൽ നിന്ന് അതെടുത്ത് ഉപയോഗിക്കുമ്പോൾ എനിക്ക് അതെ, ഇപ്പോൾ സ്ത്രീ പുരുഷനും ഒരേപോലെ കാണണം എന്നുള്ളൊരു ആശയം. ഇപ്പോൾ അങ്ങനെ ഒരു ആശയം ഏതെങ്കിലും മതം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനെ എതിർക്കില്ലല്ലോ, നമ്മളത് എടുക്കില്ലേ ഉള്ളൂ. പക്ഷെ നമ്മളെന്താ സമൂഹത്തിൽ കാണുന്നത്, ഒരു മതത്തിൽ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ സ്ത്രീക്ക് പകുതി സ്വത്തേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ ആൾക്കാർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കതിനെതിരെ പറയേണ്ടി വരും. അല്ലാതെ ആരെങ്കിലും ഇപ്പോൾ 5 നേരം നിസ്കരിക്കുന്നു, നിങ്ങളത് ചെയ്യുന്നത് തെറ്റല്ല എന്നല്ല നമ്മൾ പറയുന്നത്. ഈ ഒരു ആശയം ആളുകളിൽ നിന്ന് മാറുമ്പം നമുക്ക് വ്യക്തമായി കാണാൻ പറ്റും സമൂഹത്തിൻ്റെ പുരോഗതി. താങ്ക് യു. ആരിഫ് ഭായ്, എന്തൊക്കെയുണ്ട് വിശേഷം? കുറേ കാലമായി കണ്ടിട്ട്, പുള്ളീനെ ഇങ്ങനെ സ്റ്റേജിൽ കിട്ടിയിട്ട്. ഒരു മിനിറ്റ്, പിന്നെ ഞാൻ മിനിയാന്ന് നമ്മുടെ ഇയാളുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു, സ്ത്രീകൾക്ക് അതിർവരമ്പുകൾ വെച്ച് വിദ്യാഭ്യാസം നൽകുന്നതിൽ തെറ്റില്ല. അത് ഞാനതിനെ പോസിറ്റീവായിട്ട് കാണുന്ന ഒരാളാണ്. കാരണം മുൻപ് മതിലുകളായിരുന്നു, ഇന്നത് വരമ്പുകളായി കുറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് വ്യക്തിപരമായിട്ട്. നിങ്ങളുടെ അഭിപ്രായം അറിഞ്ഞാൽ കൊള്ളാമെന്ന്. അല്ല, അത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പ്രത്യേകിച്ച് ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പറയുകയാണെങ്കിൽ എന്തായാലും അവർ സിറാത്ത് പാലത്തിൽ കൂടെ നടക്കേണ്ട ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ ഒരു വരമ്പുമ്പോൾ കൂടെ എങ്കിലും നടന്ന് ശീലിക്കട്ടെ, കുറച്ചുകൂടെ ബെറ്റർ ആണിതല്ലേ? അതെ, അപ്പോൾ അതൊരു പരിശീലനമായിട്ട് അവർക്ക് എടുക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, തീർച്ചയായിട്ടും. പിന്നെ എന്താ ചോദിക്കും? സാറേ, ഞാനിത് രവി സാർ വരുമ്പോൾ ചോദിക്കണമെന്ന് വിചാരിച്ചാൽ, പക്ഷേ ആരിഫിക്ക വന്നതുകൊണ്ട് കറക്റ്റ് ടൈമാണെന്ന് തോന്നി. ഡോക്കിങ്സ് ഒരു കൾച്ചറൽ ക്രിസ്ത്യനാണെന്ന് ഈ അടുത്ത് പറയുകയുണ്ടായല്ലോ. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ക്രിസ്ത്യാനിറ്റി കുറഞ്ഞു, പകരം അവിടെ റീപ്ലേസ് ആയത് ഇസ്ലാമാണ്. അപ്പോൾ അതുപോലെ കാനഡയിൽ 2.3% ഖാലിസ്ഥാനാണ് ഇപ്പോൾ അവിടെ ട്രൂഡോനടക്കം മറ്റേ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു റിലീജിയസ് ആയിട്ടുള്ള ഇക്വിലിബ്രിയം ബ്രേക്ക് ആവല്ല. നമ്മളിങ്ങനെ ദൈവം ഇല്ല എന്നുള്ളത് ഇപ്പോൾ ഓൾമോസ്റ്റ് വീഡിയോ എല്ലാം കണ്ടപ്പോൾ എല്ലാവരും മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അപ്പോൾ നിരീശ്വരവാദം പ്രൊമോട്ട് ചെയ്യുമ്പോൾ തന്നെ അപ്പുറത്ത് വേറെ പലത് റീപ്ലേസ് ആവുന്നില്ലേ? അപ്പോൾ അതിന് നമ്മളൊരു കൾച്ചറൽ റിലീജിയസ് ആയിട്ട് പോകുന്നതല്ലേ നല്ലത്? എന്താ സാറിൻ്റെ അഭിപ്രായം? കൾച്ചറൽ ക്രിസ്ത്യൻ അല്ലെങ്കിൽ കൾച്ചറൽ ഹിന്ദു, കൾച്ചറൽ മുസ്ലിം എന്നൊക്കെ പറയുന്ന പ്രയോഗം എനിക്ക് തോന്നുന്നു അത് റിലീജിയനുമായിട്ട് നേരിട്ട് ബന്ധമൊന്നുമില്ല. അത് നമ്മൾ ജീവിക്കുന്ന സാഹചര്യം, നമ്മൾ വളർന്നു വന്നിട്ടുള്ള കാലഘട്ടത്തിൽ നമ്മളുടെ മേത്തേക്ക് കയറി വന്നിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. മതങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെയുള്ള എലമെൻറ്റ്സ് മുഴുവൻ അത് അവരുടേതാക്കി അവതരിപ്പിക്കുന്ന പരിപാടിയാണ് അവർ ചെയ്യാറുള്ളത്. അങ്ങനെ വരുമ്പോഴാണ് അത് മതം ഹൈജാക്ക് ചെയ്ത് അവസാനം നോക്കുമ്പോൾ ഇതൊക്കെ മതത്തിൻ്റെയാണ് എന്ന് നമ്മൾ തോന്നും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു കൾച്ചറൽ മുസ്ലിം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ മുസ്ലിമും ചെയ്യേണ്ടതായിട്ട് വരുന്നൊരു സംഗതിയാണ് ഈ ചേലാകർമ്മം എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? അപ്പോൾ കൾച്ചർ എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ സാധനത്തിനെയും നമുക്ക് അംഗീകരിക്കാനൊന്നും കഴിയില്ല. നമുക്ക് എടുക്കാവുന്നതിനെ നമ്മൾ എടുക്കാൻ പറ്റില്ലാത്തതിനെ നമ്മൾ തള്ളുക. അതിൽ തന്നെ മതത്തിൻ്റേതായിട്ടുള്ള ബാക്കിങ്ങും കൂടി വെച്ചിട്ട് പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന കൾച്ചറൽ എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും എടുക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ പറയുന്നത് ഈ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് എല്ലാത്തിലും നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ കൾച്ചറലായിട്ട് നിങ്ങൾ നിലനിൽക്കാൻ വേണ്ടി താല്പര്യപ്പെടുമ്പോഴും അതിനകത്തും ഒരു തിങ്കിങ് അപ്ലൈ ചെയ്തിട്ട് എടുക്കാവുന്നത് നമ്മൾ എടുക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇന്ത്യയിൽ നമ്മൾ താമസിക്കുമ്പോൾ ജീവിക്കുമ്പോൾ നമ്മൾ പറയുന്നൊരു കാര്യമാണ് ഈ ദേശഭക്തി എന്ന് പറയുന്നൊരു വിഷയം. അത് വലിയൊരു പ്രശ്നമായിട്ടാണ് നമ്മൾ പറയാം. അതേസമയം നമ്മൾ മലയാളിയായിട്ട് നമ്മൾ അഭിമാനിക്കുന്നു. നമ്മളുടെ ഇപ്പോൾ മലബാറുകാരനാണ് എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്ന ആളുകളുണ്ട്, കോഴിക്കോടുകാരനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അഭിമാനിക്കുന്ന ആളുകളുണ്ട്, മലയാളി എന്ന് പറഞ്ഞിട്ട് അഭിമാനിക്കുന്നവരുണ്ട്. അതെല്ലാം കഴിഞ്ഞ് നമ്മളുടെ വാർഡ്, ജില്ല, സംസ്ഥാനം അതുവരെ നമുക്ക് പ്രശ്നമില്ല. രാജ്യം എന്ന് പറയുമ്പോൾ പ്രശ്നമാണ്. അത് ശരിയല്ല. കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ രാജ്യമെന്ന് പറയുന്നത് ഒരു വിസിബിൾ ആയിട്ടുള്ള ഒരു ലിമിറ്റാണ് നമ്മളുടെ ഒരു ജീവിതത്തിൽ. നിലവിൽ അങ്ങനെയാണ്. കാരണം അവിടെ ഒരു പാസ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മറ്റൊരു രാജ്യത്തേക്ക് പോകാൻ പറ്റുള്ളൂ എന്നുള്ളത് വരുന്നിടത്ത് തന്നെ അവിടെ ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ ആ രാജ്യത്തിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ, ആ സംസ്ഥാനത്തിനുള്ളിൽ എന്നുള്ള രീതിയിൽ, ആ ജില്ലയ്ക്കകത്തുള്ള രീതിയിൽ, നമ്മളുടെ വീടിനകത്ത് വരെ വാർഡിൽ, പഞ്ചായത്തിലൊക്കെ എത്തുമ്പോൾ ആ ഓരോ ലെയറിലും നമുക്ക് അതിനകത്തൊരു അഭിമാനവും അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ളൊരു സംഗതി നിലനിർത്താനും അതിലുള്ള ഒരു ആ പീസ്ഫുൾ കോ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് നിലനിൽക്കാനൊക്കെ ഉയർത്തിപ്പിടിക്കേണ്ട എലമെൻസിനൊക്കെ നമുക്ക് ഉയർത്തിപ്പിടിക്കാം എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു ഒപ്പീനിയൻ. അത് വിയോജിപ്പുള്ള ആളുകൾ ഉണ്ടാവുമായിരിക്കാം. അങ്ങനെ പറയേണ്ടി വരുമ്പോഴാണ് സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഡോക്കിൻസിനെ പോലുള്ള ആൾ ഈ ക്രിസ്ത്യൻ ഡെമോക്രസി എന്നൊക്കെ പറയുന്ന ലെവലിലേക്ക് പോലും
വിരൽ ചൂണ്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവെക്കുന്നത്, ആ ഒരു കൾച്ചറൽ ക്രിസ്ത്യൻ എന്ന് പറയുന്ന ഒരു സംഗതി. ഒരു കാലത്ത് ഇവിടെ രാജഭരണങ്ങളും അതുപോലുള്ള കാര്യങ്ങളും നിറഞ്ഞു നിന്നിരുന്ന സമയത്ത്, അവിടെ ഒരു ഡെമോക്രസിയിലേക്ക് നീങ്ങുന്ന ആ ഒരു സമയത്ത് ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ ഇടയിൽ നിന്നുള്ളൊരു ഇൻഫ്ലുവൻസ് ചെറുതായിട്ടെങ്കിലും ഉണ്ടായിട്ടുണ്ട്. അവർ മുന്നോട്ട് വെച്ച ഒരു ഇൻക്ലൂസീവ്നെസ്, ആ ഒരു മാറ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഇൻക്ലൂസീവ്നെസ് അതുണ്ടായിട്ടുണ്ട്. അവരങ്ങനെ ആയിരുന്നില്ല, അവർ മാറാൻ നിർബന്ധിതരാവുകയാണ് ചെയ്തത്. നിർബന്ധിതരായപ്പോൾ അവർ മാറി. ആ മാറ്റത്തെ നമ്മൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. എന്ന് പറഞ്ഞ പോലെ ഹിന്ദു മതവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്ന ഈ രാജ്യത്ത്, അതിൻ്റെ ആളുകളുള്ള രാജ്യത്ത് അവർ മാറാൻ തയ്യാറാവുന്നു, അവർ മുന്നോട്ട് പോകുന്നു. മാറാൻ തയ്യാറാകാത്ത ആളുകളെ ചൂണ്ടിക്കാണിക്കേണ്ടി വരുന്നു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ടാവും. അത് നമ്മളവിടെ ഒരു ലോജിക്കൽ ഒരു പൊസിഷൻ നമ്മളവിടെ എടുക്കേണ്ടി വരികയാണ് ഈ തിങ്കിങ് അപ്ലൈ ചെയ്തുകൊണ്ട്. അതിനർത്ഥം മതത്തെ അന്ധമായിട്ട് അതിലെ മോശവശങ്ങൾ ഉൾപ്പെടെ അങ്ങ് അംഗീകരിക്കണം എന്ന് പറയുന്നതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല എന്നതാണ് അതിൽ പറയുന്നത്. ചന്ദ്രേട്ടന് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ കൾച്ചറൽ വിശ്വാസി ആയി ഇരിക്കുന്നതിൽ? അല്ല, കൾച്ചറൽ വിശ്വാസിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ഉദ്ദേശിച്ചത്. നമ്മുടെ കയ്യിൽ കൾച്ചറൽ റെലിക്സ് ഉണ്ടാവും. ഇപ്പം നമ്മൾ ജനിച്ച് വളരുന്ന മതത്തിൻ്റെതായ ആഹാര രീതി മുതൽ വസ്ത്രം മുതൽ പല കാര്യങ്ങളിലും കുറേ കൾച്ചറൽ റെലിക്സ് ഉണ്ടാവും. അത് ഡോക്കിൻസും ഉദ്ദേശിച്ചത് അതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഒരു ക്രിസ്ത്യൻ കൾച്ചറുള്ള ഒരു സ്ഥലത്ത് ജനിച്ച് വളരുമ്പോൾ നമ്മുടെ എല്ലാം നിത്യ ജീവിതത്തിൽ കാണുന്ന കാര്യങ്ങൾക്ക് എല്ലാത്തിനും അതിൻ്റേതായ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാവും. ഈ സൊസൈറ്റി മുഴുവൻ മതം നിറഞ്ഞു നിൽക്കുകയാണല്ലോ, നമ്മുടെ ഫാമിലി മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ കുറേ കൾച്ചർ, ഈവൻ സംസാര ഭാഷ പോലും ഇപ്പോൾ മലപ്പുറത്ത് പോയി കഴിഞ്ഞാലുള്ള ടോൺ ആയിരിക്കില്ല ട്രിവാൻഡ്രത്ത് വരുന്നത്. അവിടെ തന്നെ ഓരോരോ ഗ്രൂപ്പും സംസാരിക്കുന്നതിനകത്ത് വ്യത്യാസമുണ്ട്. ഇതൊക്കെ നമ്മുടെ കൂടെ അങ്ങ് അവശേഷിക്കും. നമ്മൾ പറയുന്നത് ഒരു നാസ്തികൻ്റെ രീതിയിൽ ചിന്തിക്കുക, നാസ്തികൻ്റെ രീതിയിൽ ലോക വീക്ഷണം ഉണ്ടാക്കിയെടുക്കുമ്പോൾ ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും ക്വാളിറ്റി ഓഫ് ലൈഫിനകത്ത് വ്യത്യാസം വരും എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ അഭിലാഷ് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ചേലാകർമ്മം ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ഒരു വീഡിയോ, ഈ നമ്മൾ ചെയ്ത വീഡിയോ നോമ്പ് അശാസ്ത്രീയമാണെന്ന് പറഞ്ഞപ്പോൾ ഒരാൾ എന്ന് പറഞ്ഞു ഇതുവരെയുള്ള എല്ലാം നിങ്ങളുടെ വീഡിയോ കറക്റ്റായിരുന്നു, പക്ഷേ നോമ്പ് അശാസ്ത്രീയമാണെന്ന് പറഞ്ഞതോടുകൂടി ഞാൻ നിങ്ങളെ അൺസബ്സ്ക്രൈബ് ചെയ്യുകയാണ്. കാര്യം പുള്ളി അതുവരെ അത് ശാസ്ത്രീയമാണെന്ന് പുള്ളി വിശ്വസിക്കുകയാണ്. ഒരു കൾച്ചറലിലേക്കാണ് പുള്ളി, ഒരു നാസ്തികനാണ്, അതിനകത്ത് എന്തോ തെളിവുണ്ട് എന്ന് പുള്ളി കരുതുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, അപ്പോൾ ഈ റംസാൻ മാസത്തിലുള്ള നോമ്പ് ശരിയാണെന്ന് തെളിയിക്കണമെങ്കിൽ റംസാൻ മാസത്തിൽ നിങ്ങൾ പട്ടിണി ഇരുന്ന് കഴിഞ്ഞാൽ, ഡ്രൈ ഫാസ്റ്റിംഗ് ഇരുന്ന് കഴിഞ്ഞാൽ ഗുണമുണ്ടെന്നും കൂടെ തെളിയിക്കണം. ഇനി നോമ്പ് ശാസ്ത്രീയമാണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് എന്നും അത് തുടരുക, ശാസ്ത്രീയമായ ഒരു ജീവിത രീതിയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്നും തുടരുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ്. ഇനി അവർ മറുപടി വീഡിയോ ചെയ്യുന്നതിൽ പോലും നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാക്കുകളെ ഇപ്പോൾ കഴിഞ്ഞ ഒരു ഡിബേറ്റിനകത്ത് ഓൾട്ടർനേറ്റീവ് എന്നുള്ളതിന് പുള്ളി ഒരു പുതിയ വ്യാഖ്യാനം തന്നതുപോലെ ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്നുള്ളതിന് പുതിയൊരു വ്യാഖ്യാനം കൊണ്ടുവന്നിട്ട് അത് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ കാണുന്നത്, ഇതൊക്കെ ചെയ്യുന്നത് അവരുടെ ഒരു ഈ എന്താ പറയുക, ആ കൾച്ചറലി, ഈവൻ നാസ്തികരാണെങ്കിൽ പോലും ആ കൾച്ചറൽ റെലിക്സ് അവിടെ കിടക്കുന്നതുകൊണ്ടാണ്. കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു മുക്തിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതാണ് വേണ്ടത്. ഡോക്കിൻസിനെ ഒരു മോഡലാക്കി അദ്ദേഹം ചെയ്യുന്നതെല്ലാം അതുപോലെ ചെയ്യണമെന്നുള്ള അഭിപ്രായം എനിക്കില്ല. അല്ല, ഈ ക്വസ്റ്റിനകത്തേക്ക് ഡോക്കിൻസിനെ കൊണ്ടുവന്നതിലൊരു പ്രശ്നമുണ്ട്. ഡോക്കിൻസ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ പള്ളിമണികൾ കേൾക്കുന്നതിനെ പറ്റിയിട്ടൊക്കെയാണ്. ഇപ്പം നമ്മൾ ഓണം ആഘോഷിക്കുന്നു എന്ന് പറയുന്ന ഒരു അർത്ഥത്തിലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിനുശേഷം തന്നെ നടന്ന ഒരു അയാൻ അലി എന്ന് പറഞ്ഞിട്ടുള്ള അവർ മുസ്ലിമിൽ നിന്ന് ഏത്തിസ്റ്റായി അതിനുശേഷം അവർ ക്രിസ്ത്യാനിറ്റിയിലേക്ക് പോയി. അപ്പോൾ അവരും ഡോക്കിൻസും തമ്മിലൊരു ഡിബേറ്റിൽ ഡോക്കിൻസ് അവരെ ചോദ്യം ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ പള്ളിയിലൊക്കെ പോയിരിക്കുമ്പോൾ അവിടുത്തെ മണ്ടത്തരങ്ങളൊക്കെ കേൾക്കുമ്പോൾ എങ്ങനെ കേട്ടോണ്ടിരിക്കുന്നു, നിങ്ങൾ ഒരു റാഷണലായിട്ട് ചിന്തിച്ച ആളല്ലേന്ന്. അപ്പോൾ അവർ ആ ചോദ്യമൊക്കെ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. ഞാൻ പറയാൻ ശ്രമിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ചോദ്യത്തിലേക്ക് ഡോക്കിൻസിനെ കൊണ്ടുവന്ന് ഡോക്കിൻസ് എന്തോ ക്രിസ്ത്യാനിറ്റിയിലേക്ക് പോയി എന്നുള്ള ഒരു ഇത് കൊണ്ടുവരുന്നതിൽ പ്രശ്നമുണ്ട്. ഡോക്കിൻസ് ഒരിക്കലും പോയിട്ടില്ല. പുള്ളി ഇപ്പോഴും പഴയതിനേക്കാളും സ്ട്രോങ് ആയിട്ടുള്ള ഏത്തിസ്റ്റ് തന്നെയാണ്. പുള്ളി ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, ആ സമൂഹത്തിൽ ഇപ്പം ഒരു സ്ഥലത്ത് നമ്മൾ മതം തളരുന്നു, ഇപ്പോൾ ക്രിസ്ത്യാനിറ്റി തളരുന്നു, അതേസമയം മുസ്ലിം തളരുന്നില്ല, ഇസ്ലാം തളരുകയല്ല ചെയ്യുന്നത്, അവർ അതിനേക്കാളും ശക്തി പ്രാപിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ ഒരു ബാലൻസ് പ്രശ്നം ഉണ്ടാകുന്നുണ്ട് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് പറയാനുള്ളത് എല്ലാം മോശമാണെന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പിന്നെ എന്തെങ്കിലും ഒരു നല്ല കാര്യം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ പള്ളിമണി കേൾക്കുന്നതിനും നെയ്ച്ചോറ് കഴിക്കുന്നതും എല്ലാം നല്ലതാണെങ്കിൽ ചെയ്യുക, അത്രേ ഉള്ളൂ. അത് അല്ല, ഇവിടെ നമ്മൾ നേരത്തെ സംസാരിച്ചു ഇസ്ലാമിനെ വിമർശിച്ചാൽ സംഘികൾ വളരും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു ഈ വിഷയം. അതുപോലെ ഇപ്പോൾ ഒന്ന് വളരുന്നു എന്ന് വിചാരിച്ച് നമുക്ക് ഈ വിമർശനം ഒഴിവാക്കാൻ പറ്റുമോ സത്യത്തിൽ? ഇല്ല, നമ്മൾ വിമർശിച്ചുകൊണ്ട് എന്തായാലും ഒന്നും വളരാനൊന്നും പോകുന്നൊന്നുമില്ല. ഇപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിമർശിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു റൗണ്ട് അങ്ങോട്ട് ഓടിയിട്ട് 2 റൗണ്ട് തിരിച്ചു ഓടുന്ന ആൾക്കാർ വിമർശിക്കുമ്പോഴാണ് പ്രശ്നം. നമുക്കറിയാലേ, ഗണപതിയുടെ കാര്യത്തിലാണെങ്കിൽ തന്നെ ഗണപതി മിത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, മിത്താണെന്ന് അടുത്ത ദിവസം പറഞ്ഞാൽ കുഴപ്പമില്ല.
അതിൻ്റെ അടുത്ത ദിവസം വരുമ്പോഴത്തേക്ക് ഗണപതി മിത്ത, അള്ളാഹു മിത്ത്, മിത്ത് മിത്ത് മത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാടി കളിക്കുമ്പോൾ അവസാനം മുത്തായി. അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് ഒന്ന് ചേട്ടാ ഇതെന്താ ഇത് നമ്മുടെ മാത്രം അവിടെ പ്രശ്നമില്ലല്ലോ എന്നുള്ളത്. ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് തന്നെ കണ്ടില്ലേ, ഇപ്പോൾ ഒരാൾ അന്ന് ഷംസീർ അല്ലേ വിമർശിച്ചു, അപ്പോൾ ഷംസീർ എന്ത് പറഞ്ഞാലും മാപ്പ് പറയില്ല എന്നൊക്കെ പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ഒരാൾ കഴിഞ്ഞ ദിവസം ഇസ്ലാമിനെ വിമർശിക്കുകയും അടുത്ത ദിവസം മാപ്പ് 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 എൻ്റെ കുടുംബത്തെ വെറുതെ വിടുമെന്നൊക്കെ പുള്ളി പറയുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെ ആൾക്കാർ കാണുമ്പം ചിലപ്പോൾ പ്രശ്നമുണ്ടോ, അല്ലാതെ നമ്മളിപ്പം നമ്മൾ വിമർശിക്കുമ്പോൾ അവരെന്താ പറഞ്ഞു, അവരെല്ലാവരെയും വിമർശിക്കുന്നില്ല, വിമർശിച്ചോട്ടെ എന്ന് അത്രേ ഉള്ളൂ. ഈ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഭയങ്കര തീവ്രവാദ മതമാണെന്ന് നിങ്ങൾ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. അത് പക്ഷേ സത്യത്തിൽ അങ്ങനെ അല്ല. പിന്നെ ഇസ്ലാം വളരെ വായിൽ വിരലിട്ടാൽ കടിക്കാത്തൊരു പാവം പൂച്ചയാണ്. അപ്പോൾ ഇഷ്ടം പോലെ ഡിബേറ്റുകളും സംവാദങ്ങളും ഇസ്ലാമിൻ്റെ ഇപ്പം നിരവധി നടക്കുന്നുണ്ട്. നിങ്ങളിതൊന്നും കാണാതെ ഇസ്ലാമിൽ സംവാദങ്ങളില്ല എന്ന് പറയുകയാണോ എന്ന് ചോദിച്ചു. ഇതിനോട് ആഡ് ചെയ്തുകൊണ്ടൊരു ചോദ്യം ചോദിട്ട് ചോദിക്കുക. അപ്പോൾ 2 ദിവസം മുന്നേ താങ്കളുടെ ഒരു വീഡിയോ കണ്ടു, ഒരു പുതിയ ഇസ്ലാം മതവിശ്വാസി വന്നേ, അദ്ദേഹം കാഫറുകളെ മുഴുവൻ തട്ടിക്കളയണം എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് എന്താണ് ഒരു മറുപടി പറഞ്ഞാൽ നന്നായിരുന്നു. അതെ, അത് എന്താണ്, പൊട്ടാൻ പോണ പുത്തൻ കോയ, അതായിരുന്നു അതിൻ്റെ ടൈറ്റിൽ. ഇസ്ലാം എന്ന് പറയുന്ന മതം, എല്ലാ മതങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള പ്രശ്നമൊക്കെ ഉണ്ടെന്ന് നമ്മളെല്ലാം എപ്പോഴും പറയാറുണ്ട്. പക്ഷേ അതുപോലെ ഒരു മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്, അതിനോട് യോജിക്കാത്തൊരു നിലപാടാണ് എനിക്കുള്ളത്. കാരണം മതം എന്ന് പറയുമ്പോൾ ഒരുപാട് ഡെഫിനിഷൻസ് നമ്മൾ പറയും. അതിൽ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് കാലത്തിനനുസരിച്ച് മാറ്റാൻ കഴിയുന്ന ഒരു പ്രവണത, അത് മതങ്ങൾക്കുണ്ടാകണം എന്ന ഒരു ക്വാളിറ്റി, അത് നമ്മൾ മതങ്ങൾക്ക് വെച്ചു കൊടുക്കാറുണ്ട്. എല്ലാ മതങ്ങളും പരിഷ്കരിക്കപ്പെടുന്നുണ്ട്, കാലത്തിനനുസരിച്ച് മാറുന്നു എന്ന് പറയുന്നൊരു സംഗതി. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സംഭവം എടുക്കില്ല. അതാണ് ഇസ്ലാമിനെ നമ്മൾ വേറെ തന്നെ കാണണം എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം. നിങ്ങൾ ഏത് മതം എടുത്തോളൂ, ബുദ്ധമതം വേണമെങ്കിൽ എടുത്തോളൂ, ഹിന്ദു മതം എടുത്തോളൂ, ക്രിസ്ത്യാനിറ്റി എടുത്തോളൂ, ഏത് മതം നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും കാലത്തിനനുസരിച്ച് മാറാൻ കഴിയുമോ എന്ന് ആ മതത്തിൻ്റെ പുരോഹിത വർഗത്തോട് ചോദിച്ചാൽ അവർ പറയും മാറ്റാൻ കഴിയും. ആ മതത്തിലെ വിശ്വാസികളോട് നിങ്ങൾ ചോദിച്ചാൽ പറയും മാറ്റാൻ കഴിയും. നിങ്ങൾ ഈ ചോദ്യം ഒരു ഇസ്ലാം മത വിശ്വാസിയുടെ അടുത്ത് നിങ്ങൾ ചോദിക്കുക, മാറ്റാൻ കഴിയുമോ, മാറ്റാൻ കഴിയില്ല. ഇസ്ലാമിൻ്റെ ഒരു പണ്ഡിതൻ എന്ന് വിളിക്കുന്ന ആളുടെ അടുത്ത് പോയി ചോദിക്കുക, മാറ്റാൻ കഴിയുമോ, മാറ്റാൻ കഴിയില്ല, തറപ്പിച്ച് പറയും. കാരണം എന്താണ്, ഖുറാനിൽ തന്നെ എഴുതി വച്ചിരിക്കുന്ന കാര്യമാണ്, അതല്ലെങ്കിൽ ഇസ്ലാമിൽ പഠിപ്പിക്കുന്ന കാര്യമാണ്. ആ മതം കംപ്ലീറ്റഡ് ആണ്. ഇനി അതിനകത്തേക്ക് ഒന്നും ചേർക്കാനോ ഇനി അതിനകത്തുള്ളൊരു സാധനം മാറ്റാനോ കഴിയില്ല എന്നാണ് പറയുന്നത്. ഇതിനൊരു ഉദാഹരണം ഇവർ ഏറ്റവും കൂടുതൽ പറയുന്നൊരു കാര്യമാണ് ഈ ഇസ്ലാമിക് ഗോൾഡൻ ഏജ് എന്ന് പറയുന്നൊരു വിഷയം. ഇപ്പം ഏറ്റവും വലിയൊരു ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. നമ്മളെപ്പോഴും പറയുന്നത് ഇസ്ലാമിക് ഗോൾഡൻ ഏജ് അല്ല, അത് അറബിക് ഗോൾഡൻ ഏജ് ആണ്. എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് ഗോൾഡൻ ഏജ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. എന്ത് സംഗതിയും ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് വരുന്നു, അതിനനുസരിച്ചിട്ടുള്ള പബ്ലിക്കേഷൻസും എഴുത്തും കുത്തും തർജ്ജമ നടത്തലും എല്ലാം അങ്ങനെയാണ്. എന്ന് പറഞ്ഞ പോലെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, ഒരു 800 AD to 1100 എന്ന് പറയുന്ന ഒരു പീരീഡ്. ആ പീരീഡിനകത്ത് നടന്നിട്ടുള്ള വലിയൊരു മാറ്റമാണ് അറബിക് ലാംഗ്വേജസിലേക്ക് പല സാധനങ്ങൾ തർജ്ജമ ചെയ്യപ്പെടുകയും അത് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങളോടെ നടന്നിട്ടുണ്ട്. അത് ആ ലാംഗ്വേജിൻ്റെ കാര്യമാണ്. ഇതിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളൊന്നും തന്നെ ട്രൂ മുസ്ലിംസ് അല്ല. ഇവർ ഉയർത്തി കാണിക്കുന്ന ആളുകൾ. ഇപ്പോൾ ഇബ്നു സീന എന്ന് പറയുന്ന ഒരു ഉദാഹരണം ഞാൻ അങ്ങനെ കയറി ഇങ്ങ് പോകാമെന്ന് വിചാരിക്കുക. ഇബ്നു സീനയെ കുറിച്ച് പറയും, അവിസന എന്നൊക്കെ പറയുന്നത് കണ്ടില്ലേ, മുസ്ലിമാണ്, ഇസ്ലാമിൻ്റെ ഒരു ശാസ്ത്രജ്ഞനാണെന്ന് പറയും. സത്യത്തിൽ ഇബ്നു സീനയെ വിളിച്ചിരുന്നത് തന്നെ ലീഡർ ഓഫ് ദ കാഫിർ എന്നായിരുന്നു. കാരണം പുള്ളിക്ക് ഈ മതത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല. അതിനെതിരെ ചിന്തിക്കുകയും എന്നിട്ട് അദ്ദേഹം എഴുതി വെച്ച കാര്യങ്ങൾ അറബിയിലായതുകൊണ്ടാണ് ഇന്ന് അദ്ദേഹത്തെ മുസ്ലിം പണ്ഡിതൻ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ മുസ്ലിം ശാസ്ത്രജ്ഞൻ എന്ന് പറഞ്ഞിട്ട് വിശേഷിപ്പിക്കുന്നത്. പിന്നെ അൽ റാസി എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം ഇതേപോലെ ഈ ഇസ്ലാമിക് ഈ ഡോഗ്മ അതിനെ എതിർക്കുകയും അതിനുവേണ്ടി വർക്ക് ചെയ്തിരുന്ന ആളാണ്. പക്ഷേ ഇന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ഇസ്ലാമിക് ശാസ്ത്രജ്ഞൻ എന്നാണ്. പിന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൊണ്ടു നടക്കുന്നതാണ് ഫാദർ ഓഫ് റോബോട്ടിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ചങ്ങാതിയുടെ പേര് പറയും. അദ്ദേഹം നല്ല വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്, ഒരു സംശയമില്ല. പക്ഷേ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് അദ്ദേഹം റോബോട്ടിക്സിൻ്റെ ഫാദറാണ് എന്ന് പറഞ്ഞിട്ട് പറയുന്നു. അപ്പോൾ കണ്ടില്ലേ, ഇത് മുസ്ലിം ശാസ്ത്രജ്ഞനാണ്, നമ്മളങ്ങ് സമ്മതിച്ചു കൊടുക്കുകയാണ്, ഓക്കെ മുസ്ലിം ശാസ്ത്രജ്ഞനാണ്. എന്താണ് ആ മുസ്ലിം ശാസ്ത്രജ്ഞൻ ഉണ്ടാക്കിയ സാധനം? ഈ റോബോട്ട് എങ്ങനെയാണ് ഇരിക്കുന്നത്? ഈ മുസ്ലിം ശാസ്ത്രജ്ഞൻ ഉണ്ടാക്കിയ റോബോട്ട് ഒരു പെണ്ണിൻ്റെ രൂപത്തിലുള്ളൊരു റോബോട്ടാണ്. അതായത് ഒരു ജീവനുള്ള വസ്തുവിൻ്റെ രൂപത്തിൽ ഒരു സാധനം വരയ്ക്കാൻ പോലും പാടില്ല എന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. ആ സമയത്താണ് ഈ ശാസ്ത്രജ്ഞൻ
ഒരു റോബോട്ടിനെ ഉണ്ടാക്കി എന്ന് പറയുന്നത്. റോബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാകൃത രൂപം, ഒരു പ്രോട്ടോടൈപ്പ് എന്നൊക്കെ പറയാം, ഒരു പാവയൊക്കെ ഉണ്ടാക്കുന്ന പോലൊരു സാധനം. പക്ഷേ അതിനകത്ത് ചില ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ്, അതിനകത്ത് ചില ചക്രങ്ങൾ, ഗിയറൊക്കെ ഘടിപ്പിച്ച് കഴിയുമ്പോൾ അതിങ്ങനെ കറക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ വരും. അപ്പോൾ കൈ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. നമ്മൾ ഈ ആനമയിലൊട്ടകം എന്നൊക്കെ പറയുന്ന പോലെ ഒരു സാധനം. പക്ഷേ അന്നത്തെ കാലത്ത് ഒരു ടെക്നിക്കൽ സംഭവമായിട്ടാണ് അന്ന് അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഇദ്ദേഹം ഉണ്ടാക്കിയ സാധനമാണ് ഈ പറയുന്ന പെണ്ണിൻ്റെ രൂപം. ഈ പെണ്ണിൻ്റെ രൂപം ഉണ്ടാക്കിയത് പോട്ടെ, ഈ പെണ്ണ് എന്താ ചെയ്യുന്നത്? ഈ പെണ്ണ് ചെയ്യുന്നത് ഒഴിച്ചു കൊടുക്കുന്ന ഒരു സാധനം, കയ്യിലൊരു കോപ്പ, ഒരു മഗ് പിടിക്കാനുള്ള ഒരു സംവിധാനമുണ്ട്. താഴെ നമുക്ക് ഗ്ലാസ് വെച്ച് കൊടുക്കാം. ഇനി ഗ്ലാസ്സിലേക്ക് എന്താണ് ഒഴിക്കണമെന്നുള്ളത് നിങ്ങൾ ഊഹിച്ച് പൂരിപ്പിച്ചോ, അത്രേ എനിക്ക് പറയാനുള്ളൂ. അതിൽ ഒഴിച്ച് അതിനകത്ത് കൊടുക്കുന്നത് വൈനാണ്. ഇസ്ലാമിക ശാസ്ത്രജ്ഞൻ ഉണ്ടാക്കിയ സാധനമാണ് കേട്ടോ ഈ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ കഥ. ഇനി ഇതേപോലെ പല സാധനങ്ങൾ, മ്യൂസിക്, അതായത് ചില ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള മ്യൂസിക്. അപ്പോൾ അതിനകത്ത് വെച്ച് കഴിയുമ്പോൾ ഓട്ടോമേറ്റഡ് ആയിട്ട് അത് കറക്കി വിട്ട് കഴിയുമ്പോൾ മ്യൂസിക് ഇങ്ങനെ ഉണ്ടാവും. എന്താണ് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഡും 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 എന്ന് കേട്ട് ഇങ്ങനെ പാട്ട് കേട്ടിട്ട് ഇസ്ലാമിലേക്ക് വന്നിട്ട് ഉമ്മാനെ ഒന്ന് അങ്ങ് സ്നേഹിച്ച് കളയാം എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചത് ആരാണ്? മുജാഹിദ് ബാലുശ്ശേരിയാണ്. അതായത് മ്യൂസിക് ഹറാമാണ് എന്നാണ് അവർ പറയുന്നത്. അങ്ങനെയുള്ള സമയത്താണ് ഈ റോബോട്ടിക്സിൻ്റെ ഫാദർ എന്ന് പറയുന്ന ചങ്ങാതി മ്യൂസിക് ഉണ്ടാക്കുന്ന സാധനം ഉണ്ടാക്കി എന്ന് പറയുന്നത്. എന്നിട്ട് അത് മുസ്ലിം ശാസ്ത്രജ്ഞൻ ഇസ്ലാമിക് ഗോൾഡൻ ഏജ് എന്ന് പറയും. അപ്പോൾ ഇതിലെല്ലാം ഇതുപോലെയുള്ള കോൺട്രഡിക്ഷൻസ് വരുന്നു. എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുപോലെയുള്ള ആളുകൾ മുഴുവൻ അറബിയിൽ എഴുതി എന്നുള്ളതാണ് പ്രശ്നം. അറബി മുഴുവൻ ഇസ്ലാമിക് ആണെന്നുള്ളൊരു പ്രശ്നം. ഇനി ഒരു ഉദാഹരണം കൂടി പറയാം. ഖവാരിസ്മി എന്താണ് ചെയ്തത്? ഖവാരിസ്മി പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അൽഗോരിതം ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്, അൽഗോരിതത്തിൻ്റെ ഫാദർ എന്നാണ് പറയുന്നത്. പക്ഷേ ഖവാരിസ്മി ശരിക്കും പറഞ്ഞ ഒരു സൊറാസ്ട്രിയൻ ആണ് എന്ന ഒരു സംശയം അവിടെ നിലനിൽക്കുന്നു. പക്ഷേ ആ സംശയം നമ്മളങ്ങ് മാറ്റും. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം മൂപ്പരും അറബിയിൽ എഴുതിയ സാധനമുണ്ട്. അപ്പോൾ മൂപ്പരെ നമുക്ക് മുസ്ലിം ആക്കിയാലേ കാര്യം നടക്കുകയുള്ളൂ. ഇതാണ് അവിടുത്തെ വിഷയം. അങ്ങനെ പുള്ളിയും ഇങ്ങോട്ട് നമ്മൾ അപ്രോപ്രിയേറ്റ് ചെയ്ത് എടുക്കുകയാണ് മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാമിക് ഗോൾഡൻ ഏജ് എന്ന് പറഞ്ഞാൽ. ഇനി ഈ ഇസ്ലാമിക് ഗോൾഡൻ ഏജ് വന്നതെങ്ങനെയാണ്? ഈ ഒരു ആർഗ്യുമെൻ്റ് വന്നെങ്ങനെയാണ്? ഇത് പഴയകാല യൂറോപ്പിൽ ഈ പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യനും അവരും തമ്മിലുള്ള ഇടി നടന്നിരുന്ന സമയത്ത് നിങ്ങൾ കണ്ടില്ലേ ഇസ്ലാമിക് ഗോൾഡൻ ഏജ്? അവരങ്ങനെ വളരുന്ന സമയത്ത് നമ്മളിവിടെ ഇരുട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ക്രിസ്ത്യൻ കടുംപിടുത്തം വിടണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പ് ഇറങ്ങിത്തിരിക്കുകയും അവർ മുന്നോട്ട് വെച്ച വാദമാണ് ഈ പറയുന്ന സാധനം. അത് അന്ന് പറഞ്ഞപ്പോൾ ഇസ്ലാമിൻ്റെ പക്കത്തുള്ള ഒരാളും അത് എടുത്തിട്ടില്ല. പക്ഷെ പിന്നീട് അവർക്ക് മനസ്സിലാവേണ്ടി ഇത് കൊള്ളാലോ സാധനം എന്ന് തോന്നിയിട്ട് ആധുനിക കാലത്താണ് ഇതെടുത്ത് വെച്ചിട്ട് ഈ ഇസ്ലാമിക് ഗോൾഡൻ ഏജ് എന്ന് പറഞ്ഞിട്ട് അത് മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അതല്ലാതെ ഇതിന് മുന്നേ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. ഇനി ഇതെല്ലാം കഴിഞ്ഞ് നമ്മളിനി ഈ ഒരു അറബിക് ലാംഗ്വേജിനുള്ളൊരു സാധനം കൂടി ഞാൻ പറഞ്ഞുതരാം. എന്തുകൊണ്ടാണ് അത് ഇസ്ലാമുമായിട്ട് കണക്റ്റ് ആവുന്നത് എന്നുള്ളത്. ഒരു ചെറിയൊരു ഉദാഹരണമാണ്. ബംഗ്ലാദേശിൽ ഒരു സ്ട്രീറ്റിൽ ആളുകൾ പബ്ലിക്കായിട്ട് മൂത്രമൊഴിക്കുന്ന ഒരു പ്രശ്നം. അവർ ബംഗ്ലയിൽ എഴുതി വെച്ചു ഇവിടെ മൂത്രമൊഴിക്കരുത്, അവർ ഇംഗ്ലീഷിൽ എഴുതി വെച്ചു ഇവിടെ മൂത്രമൊഴിക്കരുത്, ആരും ഒഴിക്കുന്നില്ല. അവസാനം അവർ ഗതി കെട്ടിട്ട് അവർ അറബിയിൽ എഴുതി വെച്ചു ഇവിടെ ഒഴിക്കരുതെന്ന്. ഒരാളും പിന്നെ അവിടെ മൂത്രമൊഴിച്ചിട്ടില്ല. കാരണം എന്താണ്? അവർ വിചാരിച്ചത് എന്തോ ഖുറാനിൽ എഴുതി വെച്ചിരിക്കുന്ന സാധനമാണെന്ന്. ഇതാണ് സംഭവം. ഇത്രയേ ഉള്ളൂ ഈ അറബി എന്ന് പറയുന്ന സാധനം. ഒരു മുസ്ലിമിനും ഈ സാധനം എന്താണെന്ന് അറിയില്ല. എന്നാൽ അറബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ പടച്ചോൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ സാധനമാണെന്ന് അറിയുന്നുണ്ട്. അത് അറബിയിൽ എഴുതി അത് ഖുറാനിലുള്ളതാണ്, അത് എന്തോ വലിയ സംഭവമാണെന്ന് ചിന്തിച്ചിട്ട് മൂത്രം പോലും ഒഴിക്കാതെ നടക്കുന്ന അവസ്ഥ. ഇതാണ് നമ്മൾ കാണുന്നത്. ഇതാണ് അവസ്ഥ. ഇനി ഈ സംവാദം എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഇസ്ലാമിലെ സംവാദം എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇസ്ലാമിൻ്റെ ആ ക്രോണോളജി നമ്മൾ അറിയണം. അതിൽ ആദ്യത്തെ പീരീഡ് എന്ന് പറയുന്നത് സമാധാനത്തിൻ്റെ ഡിപ്ലോമസിയുടെ പീരീഡാണ്, മക്കൻ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു. കാരണം എന്താണ്? ഈ ഇതിൽ തന്നെ ചരിത്രത്തിൽ തന്നെ നമുക്ക് വായിക്കാം, ഖുറാനിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്നതാണ്. നിങ്ങളിപ്പോൾ ആൾബലം കുറവാണ്, അവരാൾ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ അവരെ വല്ലാതെ പറഞ്ഞാൽ അവർ തിരിച്ചു പറയും. അപ്പോൾ അത് വല്ലാതെ മോശം. അതുകൊണ്ട് നിങ്ങൾ വല്ലാതെ ഒന്നും പറയണ്ട, നിങ്ങൾ കുറച്ചൊക്കെ ഒന്ന് മയത്തിലൊക്കെ പറയുന്നതാണ് നല്ലതെന്ന് ആദ്യം പറഞ്ഞു. ശരിയാണ്. കാരണം എന്താ? വലിയ ആൾബലമില്ല. ഇപ്പോൾ പണ്ട് യുക്തിവാദികളൊക്കെ എണ്ണം കുറവായിരുന്നല്ലോ, അപ്പോൾ നമ്മളും അതൊക്കെ സൂക്ഷിച്ചിരുന്നല്ലോ. ഇപ്പം നമ്മൾ എണ്ണം കൂടി, ഇപ്പം നമ്മൾ എന്തും വിളിച്ചു പറയും. കാരണം നമുക്ക് ആ പേടിയില്ല. ഇത് തന്നെയാണ് അവിടെ സംഭവിച്ചത് എന്ന് പറഞ്ഞ പോലെ. തിരിച്ച് മദീനയിലേക്ക് പോകുന്നു, അവിടെ ആൾബലം കൂടുന്നു, സംഘബലം കൂടി, സൈനിക ശക്തി പോലെയാകുന്നു. എന്ന് വെച്ചാൽ നല്ലൊരു ഗുണ്ടാസംഘമായി മാറിയപ്പോൾ തനി ചട്ടമ്പികളായി മാറുമ്പോൾ പിന്നെ നമ്മൾ കാണുന്ന എന്താണ്? പിന്നെ അപ്പുറത്ത് പോയിട്ട് മക്കയിലേക്ക് പോയിട്ട് മലം വലിച്ച് എറിയുന്ന കാഴ്ച വരെയാണ് പിന്നെ നമ്മൾ കാണുന്നത്. അവിടെ പിന്നെ സംവാദമൊന്നുമില്ല. ഇനി സംവാദം നടത്തി എന്ന് പറയുന്ന ആളുകളെയൊക്കെ ഇസ്ലാം എന്താ ചെയ്തിട്ടുള്ളത്? മുഹമ്മദ് നബിയെ വിമർശിച്ചുകൊണ്ട് കവിത എഴുതിയ ആളെ എന്താ മുഹമ്മദ് നബി ചെയ്തത്? ആളെ വിട്ട് കൊല്ലുകയാണ് ചെയ്തത്. മുഹമ്മദ് നബിയെ
വിമർശിച്ച ആളുകളെ ഇതേപോലെ ചതിച്ചു കൊല്ലുന്ന അവസ്ഥ നിങ്ങൾ കണ്ടു. കാബു ബിൻ അഷ്റഫിൻ്റെ കഥയൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇതാണ് അവിടെ നടന്നിട്ടുള്ളത്. ഇനി സംവാദത്തിൽ ഏർപ്പെടൂ എന്നുള്ള ചില വാക്കുകളൊക്കെ നിങ്ങൾക്ക് ഖുറാനിൽ നിന്നൊക്കെ തപ്പിയെടുത്തുകൊണ്ട് വരുന്ന കാണിക്കാൻ പറ്റും. അതിലെന്താ ഉദ്ദേശിക്കുന്നത്? അതിലുദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ആ സംവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ആരാണ് നിങ്ങളുടെ റബ്ബ് എന്ന് ചോദിക്കുക, ദൈവം ആരാണെന്ന് ചോദിക്കുമ്പോൾ അത് അള്ളാഹു ആണ് എന്ന് പറഞ്ഞ് അവരോട് തർക്കിക്കുക. ഇതാണ് ഈ സംവാദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനപ്പുറത്തേക്കൊന്നും പറയണ്ട. ആകാശത്തേക്ക് നോക്കൂ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തോ വലിയ സംഭവം, വാന നിരീക്ഷണമാണ് ഉദ്ദേശിക്കുന്നതെന്ന്. അതൊന്നുമല്ല. ആകാശത്തേക്ക് നോക്കുക, അപ്പോൾ ഇങ്ങനെ നക്ഷത്രം പെറുക്കി എറിയുന്നതൊക്കെ കാണാൻ കഴിയും. അപ്പോൾ അൽഫഹം എന്തില്ല എന്ന് പറയണം. ഇത് അള്ളാഹു ആണ് ഈ പെറുക്കി എറിയുന്നത് എന്ന് നമുക്കിങ്ങനെ തോന്നണം. ഇത്രയും അതിനകത്ത് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ആ ദൈവത്തിനെ നമ്മൾ പ്രകീർത്തിക്കണം. ഇതാണ് അവിടുത്തെ വാന നിരീക്ഷണം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ഇന്ന് പറയുന്ന പോലെ CR ഒക്കെ ചെയ്യുന്ന പോലെ ടെലസ്കോപ്പും വെച്ചിരിക്കുന്ന പരിപാടിയൊന്നും അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് ഇന്നത്തെ കാലത്ത് ഈ പറഞ്ഞ പോലെ അതിനെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, അതിനൊന്ന് കുട്ടപ്പനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു സാധനം മാത്രമാണ്. ആരിഫ് ഭായി, അപ്പോൾ ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ഇപ്പോൾ നിങ്ങളോട് മിനിയാന്ന് സംവദിച്ച അയാൾ, എനിക്ക് തോന്നുന്നു 1 വർഷമായിട്ടുള്ളൂ ഇസ്ലാം മതം വിശ്വസിച്ചിട്ട്. ഒരു വർഷമൊക്കെ വിശ്വസിച്ചാകുമ്പോഴേക്ക് ഇത്രക്ക് സ്ട്രോങ് മരുന്നാണോ ഇസ്ലാമിനുള്ളത്? അത് ആ വിഷം ഇന്നലെ ഞാൻ ഇറക്കി. ഇന്നലെ രാത്രി 4 മണിക്കൂർ തന്നെ ലൈവായിരുന്നു. അതായത് ഇന്നലെ ലൈവിൽ വന്നിട്ട് പുള്ളി അതെല്ലാം തിരുത്തി. 15 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചോദിച്ചത്. അതായത് ആദ്യത്തെ ദിവസം പറഞ്ഞത് LGBTQ ഈസ് ആൻ ഈവിൾ എന്നാണ് ആൾ പറഞ്ഞത്. അപ്പോൾ ആളോട് ഇന്നലെ ഞാൻ ചോദിച്ചു, ഈവിൾ ആണോ? അല്ല, ഈവിൾ അല്ല. കാഫിർ. ഇവർക്ക് മനസ്സിലാവില്ല, പുള്ളിയുടെ വീഡിയോ കാണാത്തവർക്ക് മനസ്സിലാവില്ല. ഒരു പുതു വിശ്വാസി, ഒരു ഇസ്ലാം മതത്തിലേക്ക് വന്ന ഒരു പുതു വിശ്വാസി, അത് ഞാൻ പറയാം. എന്താ സംഭവം? അതൊരു വിശ്വാസി. നമ്മളൊരു പ്രോഗ്രാം ഇങ്ങനെ നടത്തുന്നുണ്ട്. ഒരു ഫോൺ നമ്പറൊക്കെ പബ്ലിഷ് ചെയ്തിട്ട് വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് വിളിച്ച് അത് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് അത് പബ്ലിഷ് ചെയ്യുന്ന ഒരു പരിപാടി. കോയ കോളിംഗ് എന്നാണ് അതിന് പരിപാടിയുടെ പേര്. അപ്പോൾ അതിലേക്ക് വിശ്വാസികൾ വിളിക്കും. അങ്ങനെ വിളിക്കുന്ന കൂട്ടത്തിൽ ഒരു വിശ്വാസി വിളിച്ചു. ആ വിശ്വാസി പുതിയതായിട്ട് ഇസ്ലാമിലേക്ക് വന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹമായിട്ട് ഞാൻ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറയുന്നത് നമ്മൾ തെറ്റാണ് എന്ന് പറയുന്നു. നമ്മൾ പറയുന്നതൊക്കെ പലതും തെറ്റാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ശരി, എന്തൊക്കെയാണ് ആ തെറ്റെന്നൊക്കെ അറിയാൻ വേണ്ടി സംസാരിച്ച് വന്ന സമയത്ത് ആൾ പറയുന്ന കുറേ കാര്യങ്ങൾ, ഒരു 5-10 കാര്യങ്ങൾ പുള്ളി പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഇതാണ്. ഒന്ന്, കാഫിറിനെ കൊല്ലണം, കാഫിറുകൾ ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം ശരിവെക്കുകയാണ്. ഖുറാനി പറയുന്ന കാര്യമാണ്, ഇസ്ലാമിലെ നിയമമാണ്. അത് ശരിവെക്കുമോ? സംഭാഷണം നീണ്ടുപോയ സംഭാഷണമാണ്, പക്ഷേ അതിൻ്റെ ഔട്ട്കം ഇതാണ്. പുള്ളി ശരിവെക്കാണ്. അതായത് അവരിവിടെ ജീവിച്ചാൽ ദേ ആർ സ്പ്രെഡിങ് ഈവിൾ. ഇവിടെ പൈശാചികത അവർ വളർത്തുന്നു. അവർ ജീവിച്ചിരിക്കാൻ അർഹരല്ല. കൃഷ്ണനെ വിശ്വസിക്കുന്ന ഒരാൾ, രാമനെ വിശ്വസിക്കുന്ന ഒരാൾ ഇവിടെ അവർ ഇഗ്നോറൻസ് അല്ലെങ്കിൽ അവരിവിടെ കറപ്ഷനാണ് ഉണ്ടാക്കുന്നത് നാട്. അപ്പോൾ അവർ ജീവിച്ചിരിക്കാൻ പാടില്ല. കാഫിറിനെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണമെന്ന ഇസ്ലാമിലെ നിയമം പുള്ളി ശരിവെക്കുന്നു. 1. 2, പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനകൾ ഇസ്ലാമിക രാജ്യമാക്കാൻ വേണ്ടി, ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിനെ താങ്കൾ അനുകൂലിക്കുമോ? നമ്മൾ ചോദിക്കുകയാണ്. അദ്ദേഹം പറയുന്നു അനുകൂലിക്കും. എന്തുകൊണ്ട് അനുകൂലിക്കുന്നു? ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നത് കാഫിറുകളുടെ അടിയിലുള്ള ഒരു രാജ്യമാവും. കാഫിറുകളുടെ അടിയിലുള്ള രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കറപ്ഷനാണ്. അത് പാഗനിസ്റ്റിക് സേറ്റനിക് ഒരു റിലീജൻ, ഒരു അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനാണ് അവിടെ ഉണ്ടാവുക. അത് വലിയ പ്രശ്നമാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അതേപോലെ LGBTQ ഇഷ്യൂ, അങ്ങനെ പല പല കാര്യങ്ങൾ. അപ്പം ഇതെല്ലാം അദ്ദേഹം പറഞ്ഞു, അത് പബ്ലിഷ് ചെയ്തു. അദ്ദേഹം വീഡിയോ കേട്ടപ്പോൾ അതിൻ്റെ അടിയിൽ വരുന്ന ആളുകളുടെ കമൻറ്റ് കണ്ടപ്പോൾ പുള്ളിക്ക് പേടിയായി. അതിൽ ഞാൻ തന്നെ അദ്ദേഹത്തോട് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞു, നിങ്ങളുടെ നമ്പർ ഞാൻ സെക്യൂരിറ്റി ഒഫീഷ്യൽസിന് കൈമാറും, നിങ്ങൾ അവർക്ക് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ പുള്ളി അവിടെ നിക്കറിൽ ഒന്ന് മുള്ളിപ്പോയി അറിയാതെ. അതാണ് ഉണ്ടായത്. കാരണം ഇതാണ് നമ്മൾ പറയുന്നത്. എന്തുകൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കുന്നു, മറ്റു മതങ്ങൾ അതേപോലെ വിമർശിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഇതാണ് അതിൻ്റെ കാര്യം. ആ രീതിയിൽ കൃത്യമായ കാഫിർ വിരുദ്ധത, അന്യമത വിദ്വേഷം അവരുണ്ടാകാൻ പാടില്ല. ഇന്ത്യ ഇസ്ലാമിക രാജ്യമാക്കണം. ജനാധിപത്യ വിരുദ്ധത, സെക്യുലർ വിരുദ്ധത, ഇതാണ് അവിടെ പച്ചയ്ക്ക് പറയുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ കുഴപ്പമല്ല, അതാണ് നമ്മൾ പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ തലയിലിരിക്കുന്ന ആ സോഫ്റ്റ്വെയറിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഇന്നലെ പേടിക്കേണ്ട, ആ സോഫ്റ്റ്വെയർ നമ്മൾ ഏതാണ്ട് ആ പിന്നൂരി വിട്ടിട്ടുണ്ട്. അത് കുറച്ച് നാൾ കൂടി കഴിയുമ്പോൾ അത് ശരിയായിക്കോളുന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നലെ എല്ലാം പിൻവലിച്ചിട്ടുണ്ട്. ആണോ? താങ്ക് യു. ആർക്കും ഒരാൾക്കൊരു ചോദ്യം കൂടെ ഉണ്ടെന്ന്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിരുന്നു. ഒരു ചേലാകർമ്മം നടത്തിയ ഒരു കുട്ടിയുടെ വീഡിയോ ആണത്. വളരെ വിഷമത്തോടു കൂടി കരഞ്ഞു കുട്ടി പറയാണ്, എൻ്റെ കുറച്ച് ഭാഗം മുറിഞ്ഞുപോയി, ഈ ഡോക്ടർക്ക് ഇതിൻ്റെ വിഷമം അറിയില്ലല്ലോ എന്ന് പറയാണ്. നമ്മുടെ നാട്ടിൽ ഒരു ചൂരൽ പ്രയോഗം നടത്തി കഴിഞ്ഞാൽ സ്കൂളിൽ പഠിച്ചില്ല എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ അക്ഷരം തെറ്റിച്ചു എന്ന് പറഞ്ഞ്, കുറുമ്പ് കാണിച്ചു എന്ന് പറഞ്ഞ് ചെറുതായിട്ടൊന്ന് ചൂരൽ കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ കേസെടുക്കുന്ന നമ്മുടെ ഈ രാജ്യത്ത്
ഇത്രയും വലിയ ഒരു ക്രിമിനൽ കുറ്റം, ഒരു അവയവം മുറിച്ചു മാറ്റിയെന്ന് സ്വയം ഒരു കുട്ടി വീഡിയോയിലൂടെ പറയുകയും അത് വിഷമിച്ച് കരയുകയും ചെയ്തിട്ട് എന്തുകൊണ്ടാണ് പോലീസ് അടക്കമുള്ള ആൾക്കാർ ഇതിൽ നടപടി സ്വീകരിക്കാത്തത്? ചെറിയ കുട്ടിയല്ല, സ്വയം പറയാനും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ പറയാനും ശേഷിയുള്ള ഒരു കുട്ടി, ഏകദേശം 10 വയസ്സുള്ള ഒരു കുട്ടിയാണ് ഇത് പറയുന്നത്. അത് നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഈ കാര്യത്തെക്കുറിച്ചൊന്നും അറിയാൻ താല്പര്യമുണ്ട്. കാരണം ചൂരലിലുകൊണ്ട് അടിച്ചാൽ കേസെടുക്കുന്ന പോലീസ് ഇതിന് മാത്രം കേസെടുക്കുന്നില്ല. ഞാൻ അതിനടിയിൽ ഒരു കമൻറ്റ് പറയുകയും ചെയ്തു. പക്ഷേ അതിനെതിരായിട്ട് കുറച്ച് തെറിവിളി വന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല. തെറിവിളി കിട്ടിയല്ലോ, അത് തന്നെ ഭാഗ്യം. ഈ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, അത് കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. അതെ, അതിന്റെ ലിങ്ക് ഒന്ന് പോകുന്ന സമയത്ത് അയച്ചു തരാം. നമ്മളെ കണ്ടില്ല, കാരണം നമ്മൾ രണ്ടുപേരും അതിനകത്ത് ഞങ്ങൾ ഇതിനെതിരെ ഹൈക്കോടതിയിൽ ഒരു കേസൊക്കെ ഫയൽ ചെയ്തിട്ട് അപ്പൊ അതിലൊരു അനുഭവം പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥിതിനെ മാത്രം നമുക്ക് ഇതിൽ കുറ്റം പറയാൻ കഴിയില്ല. 1, 2, ഇവിടെയുള്ള സിസ്റ്റത്തിൻ്റെ ഏറ്റവും അടിത്തട്ട് മുതൽ തന്നെ ഈ വിഷയത്തിലുള്ള ഒരു അവബോധമില്ലായ്മ ഉണ്ട്. അത് ഈ വിഷയത്തിൽ നിന്നല്ല, എല്ലാ വിഷയത്തിലുണ്ട്. ഇപ്പോൾ ശബ്ദ മലിനീകരണത്തിനെതിരെ നമ്മൾ പറയുന്നു, ഇപ്പോൾ ട്രാഫിക് നിയമത്തെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാത്തിലും നമ്മൾ കാണുന്ന ഒരു മിനിമം ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് അവബോധമില്ലായ്മ തന്നെയാണ്. അത് ഈ വിഷയത്തിലേക്കൊക്കെ വരുമ്പോൾ വളരെ ഭീകരമാണ്. അതാണ് നമുക്ക് ഇതിനകത്ത് ഒന്നാമതായിട്ട് പറയാനുള്ളത്. കോടതിയിലേക്ക് പോലെ എത്തുമ്പോൾ അത് നമ്മൾക്ക് കാണാൻ കഴിയുന്നു, വിസിബിളാണത്. ആ ഒരു പ്രശ്നം ജഡ്ജിമാർക്ക് പോലും അതിനകത്തൊരു നമ്മൾ കേസ് കൊടുത്തില്ലെങ്കിൽ പോലും അവർ സ്വമേധയാ കേസെടുക്കേണ്ട ഒരു കാര്യമാണ്. ഇത് മാത്രമല്ല, മദ്രസ പീഡനം നമ്മൾ എപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് ഏറ്റവും നെഗറ്റീവായിട്ടുള്ളൊരു റെസ്പോൺസ് അത് പത്രമാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് പോലും. ഈ അടുത്ത് ഒരു മാധ്യമ പ്രവർത്തകനായിട്ട് നേരിട്ട് ഞാൻ സംസാരിച്ചു. അദ്ദേഹം ഒരു മുസ്ലിമാണ്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഇതേപോലെ ഇങ്ങനെ ഒരു സാധനമുണ്ട്, നിങ്ങൾ എന്താ റിപ്പോർട്ട് ചെയ്യാത്തതെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട് അത് റിപ്പോർട്ട് ചെയ്യാൻ, പക്ഷേ പിന്നെ ഞാൻ അവസാന നിമിഷം ഞാനത് കൺട്രോൾ ചെയ്തു. കാരണം സംഖ്യ എങ്ങാനും വളർന്നാലോ, ഇതാണ് അദ്ദേഹത്തിൻ്റെ പേടി. മദ്രസ പീഡനം റിപ്പോർട്ട് ചെയ്താൽ സംഖ്യ വളരുമെന്ന് പേടിക്കുന്നു. അപ്പം നിങ്ങളുടെ മുന്നിൽ 2 പ്രശ്നം, സംഖ്യ വളരും, മദ്രസ പീഡനത്തിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾ അവിടെ ശാരീരികമായും മാനസികമായിട്ടും പീഡിപ്പിക്കപ്പെടുന്നു. ഇത് ഏതാണ് നിങ്ങളുടെ മുന്നിലുള്ള പ്രയോറിറ്റി കൊടുക്കേണ്ട വിഷയം? സംഖ്യ അല്ല, കുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടാലും വേണ്ടില്ല, അവർ തൂങ്ങി മരിച്ചാലും വേണ്ടില്ല, അസ്മിയെ പോലെയുള്ള കുട്ടികൾ, സംഖ്യ വളരാൻ പാടില്ല. ഇതാണ് മാധ്യമങ്ങൾ പോലും ഇവിടെ കൈക്കൊണ്ടിരിക്കുന്ന ഒരു നിലപാടെന്ന് പറയുന്നത്. ഇത് മാറാത്ത കാലത്തോളം നിങ്ങൾ ഈ പറഞ്ഞ ഒരു വിഷയം ഇവിടെ തിരുത്തപ്പെടാൻ പോകുന്നില്ല. ഏറ്റവും മിനിമം പൊതുജനങ്ങളെങ്കിലും മാധ്യമങ്ങളെങ്കിലും ഇത് പറഞ്ഞു തുടങ്ങാത്ത കാലത്തോളം ഇതിനകത്തൊരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. അവബോധമില്ലായ്മയാണ് ഇതിൻ്റെ വിഷയം. ഇനി നമ്മൾ ഈ സർക്കംസിഷൻ കേസിൽ പോയപ്പോൾ നമ്മൾ ഫേസ് ചെയ്ത ഒരു ഏറ്റവും വലിയ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്, ഇതുപോലൊരു കേസ് ഒരു വിക്ടിം വന്നിട്ട് ഇതിനകത്ത് പറയാൻ പാകത്തിനുള്ളൊരു സംഭവം, അവരുടെ മാതാപിതാക്കൾ ഫ്രെയിം ചെയ്യാനെങ്കിലും പാകത്തിന് ഒരാൾ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇപ്പം നമ്മുടെ പാരൻസൊക്കെ പ്രായമായിട്ടുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ അവരെ നമുക്ക് കൊടുക്കാമായിരുന്നു. ഇത് അവരെ നമ്മൾ തന്നെ ചുമന്നുകൊണ്ട് നടക്കേണ്ടി വരും. അതുകൊണ്ടാണ് നമുക്കത് പറ്റാതെ പോയത്. പക്ഷെ അങ്ങനെ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ ഇത് എളുപ്പമാണ്. അന്ന് നമുക്കില്ലാതെ പോയൊരു സംഗതി അതാണ്. ഇനി ഇതേപോലെയുള്ള സംഗതി ഉണ്ടെങ്കിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാം എന്നുള്ളത് തന്നെയാണ്. യെസ്, ഇരകളാരും ഇത് പറയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ ആ കുട്ടി പറഞ്ഞ സ്ഥിതിക്ക് അതൊരു പോസിറ്റീവായ കാര്യമാണ്. ആ കുട്ടി അങ്ങനെ സങ്കടം ഉണ്ടെങ്കിൽ അത് കേസെടുക്കാൻ വകുപ്പുണ്ട് അതിൽ. അതാണ് പ്രശ്നം. അതൊരു സീരിയസ് ആയിട്ട് അത് മൂവ് ചെയ്യുമ്പോൾ ഇരകൾ വന്ന് പറയേണ്ടത് എങ്ങനെ സംഭവിച്ചു എന്നാ അഭിലാഷം അടയേണ്ടത്. അല്ല, ഞാൻ ആരിഫ് പറഞ്ഞ ഈ സംഖ്യ വളരുന്നു എന്നുള്ള റീസൺ പലപ്പോഴും അതൊരു എക്സ്ക്യൂസ് ആയിട്ട് പറയുന്നതായിരിക്കും. ഇപ്പോൾ സംഖ്യകളില്ലായിരുന്ന സമയത്താണെങ്കിലും ഇനിയിപ്പോൾ നാളെ സംഖ്യകളില്ലെങ്കിലും ഇതിനെതിരെ റിപ്പോർട്ട് ചെയ്യുന്നതും പത്രമാധ്യമങ്ങളാണെങ്കിലും ഈ പറഞ്ഞ പോലെ കേസെടുക്കുന്നതൊക്കെ കുറവായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രധാനപ്പെട്ട കാരണം അവരുടെ ജീവൻ നിലനിർത്തുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവരുടെ ജോലി നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ മതത്തിനെ പറഞ്ഞുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ദൈവത്തെയൊക്കെ വിമർശിക്കുന്നതെന്ന്. ഇത് ആരെങ്കിലുമൊക്കെ ചെയ്യണ്ടേ, അതുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളത്. കാരണം എല്ലാവർക്കും അവരുടെ പ്രശ്നങ്ങളുണ്ട്. ഒരു പത്രമാധ്യമത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് അയാളുടെ ജോലി നഷ്ടപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിനെ രക്ഷിക്കാൻ ചിലപ്പോൾ അയാൾക്ക് കഴിഞ്ഞെന്ന് വരില്ല. ചോദ്യം എഴുതിയ ആളുടെ സഹോദരിയുടെ മകന് ശോധന ഇല്ലാത്ത പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം ഈ മലദ്വാരത്തിൽ ഗുളിക വെച്ചിട്ടായിരുന്നു ശോധന സംഭവിച്ചുകൊണ്ടിരുന്നിരുന്നത്. കുറേ കാലം അത് തുടർന്നപ്പോൾ പിന്നെ ആയുർവേദത്തിൽ ചുന്നാമുക്ക എന്ന് പറയുന്ന ഒരു ഇല എടുത്ത് തിളപ്പിച്ച് വെള്ളം കൊടുക്കാൻ പറഞ്ഞു ഒരാൾ. അപ്പോൾ അത് കൊടുത്തതിന് ശേഷം ശോധന ആവുകയും പിന്നെ ആ രോഗം ആ അവസ്ഥ മാറുകയും ചെയ്തു. അപ്പോൾ ഈ ഇല സവിശേഷമായ മോളിക്യൂൾ വേർതിരിച്ചെടുക്കേണ്ടതല്ലേ? ഈ ഇലയിൽ ഇതിന് കഴിവുള്ള ഒരു മോളിക്യൂൾ ഉണ്ടെങ്കിൽ അത് വേർതിരിച്ചെടുക്കേണ്ടതല്ലേ എന്നാണ് ചോദ്യം. ഇതിനകത്ത് ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ഈ ഡിബേറ്റിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ഈ ആയുർവേദത്തിനകത്ത് അവർക്കുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സകളിലൊന്നാണ് ഈ വയറിളക്കുക, ഛർദ്ദിപ്പിക്കുക, വിയർപ്പിക്കുക തുടങ്ങിയ കുറേ കാര്യങ്ങൾ. അതിന് കുറേ വാതപിത്ത കഫം റീസൺസ് ഒക്കെ ഉണ്ട്.
ഈ വയറിളക്കാൻ എളുപ്പമാണ്. വയറിളക്കുക, ഛർദ്ദിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇപ്പോൾ സപ്പോസിറ്ററിയാണ് ഈ മലദ്വാരത്തിൽ വയ്ക്കുന്ന മരുന്നെന്ന് പറയുന്നത്. അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നതിന് പകരം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ സോപ്പ് എടുത്ത് മലദ്വാരത്തിൽ വെച്ചാൽ നിങ്ങൾക്ക് വയറിളകും. നിങ്ങൾ മറ്റേ നാടുവാഴികൾ സിനിമയിൽ തിലകൻ കലക്കി കൊടുത്ത പോലെ വിമ്മിട്ട് കലക്കി കുടിച്ചാൽ നിങ്ങൾക്ക് വയറിളകും. എന്തെങ്കിലും ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കിയാൽ വയറിളകും എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അത്രേ ഉള്ളൂ. ഈ ഇറിറ്റേഷൻ ഉണ്ടാക്കി വയറിളക്കുക എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മോശപ്പെട്ട ആഹാരം കഴിച്ചാൽ നിങ്ങൾക്ക് വയറിളകും, നിങ്ങൾക്ക് ഛർദ്ദിൽ വരും. വയറിളക്കുക, ഛർദ്ദിപ്പിക്കുക എന്ന് പറയുന്നത് മോഹൻലാൽ പറഞ്ഞതുപോലെ പൂ പറിക്കുന്നത് പോലെ പുഷ്പം പോലത്തെ ഒരു കാര്യം മാത്രമാണ്. അതിനകത്തുനിന്ന് മോളിക്യൂളൊന്നും ഐസൊലേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. വയറിളക്കാനായിട്ട് പ്രോപ്പറായിട്ട് വയറിളക്കാനായിട്ട്, അതായത് മിനിമം കേടുകളോടുകൂടി വയറിളക്കാനായിട്ടുള്ള മാർഗ്ഗങ്ങൾ വേറെ ഉണ്ട്. ഇതൊരു അനുഭവമാണ്. ഒരാളുടെ കാര്യം മാത്രം വെച്ചിട്ട് നമുക്കതൊരു മരുന്നാണെന്നോ അല്ലെങ്കിൽ വയറിളക്കാൻ സ്ഥിരമായി ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യമാണോ എന്നൊന്നും പറഞ്ഞിട്ട് അതിനകത്ത് പ്രത്യേകിച്ച് യാതൊരു കാര്യമില്ല എന്നുള്ളതാണ് അതിനകത്ത് പറയാനുള്ളത്. ചോദ്യമുണ്ട്. ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശമാണ് വിശ്വസിക്കുകയും മതപ്രചരണം നടത്തുകയും ചെയ്യാനുള്ള അവകാശം. എന്നിട്ട് വിശ്വാസികളെ കളിയാക്കുന്നതും ട്രോളുന്നതും ഭരണഘടനാ വിരുദ്ധമല്ലേ? വിശ്വാസികളുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമല്ലേ? അതെല്ലാവരോടും ചോദിക്കാനുള്ളത്. എൻ്റെ അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, പരിഹസിക്കേണ്ടത്, തെറ്റാണെന്ന് കാണേണ്ടത്, തിരുത്തിയാണ് സമൂഹം മുന്നോട്ട് പോകേണ്ടത്. നിങ്ങൾക്കത് വിശ്വസിക്കാനുള്ള റൈറ്റ് ഉണ്ട്, വിശ്വസിക്കാതിരിക്കാനുള്ള റൈറ്റ് നമുക്കുമുണ്ട്. ഈ കണ്ട കാര്യങ്ങൾ, ഇതൊന്നും എടുക്കാത്ത ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് ഇതിനകത്തുള്ള കാര്യങ്ങൾ ഇന്നുള്ള വസ്തുതാപരമായിട്ടുള്ള തെളിവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അപഹാസ്യമായിട്ടുള്ള രീതിയിലുള്ള സാധനങ്ങൾ എഴുതി വെച്ചിരുന്നാൽ കളിയാക്കും. അപ്പോൾ അത് മോശമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളല്ല മാറേണ്ടത്. ഒന്നീ എഴുതി വെച്ചിരിക്കുന്നത് മാറ്റുക, അല്ലെങ്കിൽ കളിയാക്കണം എന്ന് പറഞ്ഞ് കരയാതെയെങ്കിലും ഇരിക്കുക. ഇത് വിശ്വാസികളുടെ ഒരു പ്രശ്നമാണ്. അതായത് അവരുടെ ധാരണ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഏത് രാജ്യത്തെ ഭരണഘടന ഏത് തന്നെയായാലും, ഇനിയിപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് ഡിക്ലറേഷൻ ആയാലും, ഇതൊക്കെ അലുവയാണെന്നാണ് അവരുടെ ധാരണ. എന്ന് വെച്ചാൽ അവർക്ക് ആവശ്യമുള്ളത് അതിൽ നിന്ന് മുറിച്ചെടുക്കും, അല്ലേ? ഇതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അവരോട് പറയുന്നത്, നിങ്ങൾ ഈ ഭരണഘടന മുഴുവനായിട്ട് വായിക്കുക. എന്തുകൊണ്ടാണ് ഇവിടെ എക്സ് മുസ്ലിം എന്ന് പറയുന്ന ഒരു സാധനം പോലും ഉണ്ടാവേണ്ടി വന്നത്? ഇവർ ഈ ഭരണഘടനയിൽ നിന്ന് അലുവയായിട്ട് സാധനം മുറിച്ചുകൊണ്ട് പോയപ്പോൾ ബാക്കി വന്ന ചില സാധനങ്ങളുണ്ട്. അതായത് ഫ്രീഡം ഓഫ് കൺഷ്യൻസ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. നിങ്ങൾക്ക് ഒരു സാധനം തെറ്റാണ് എന്ന് തോന്നിയാൽ അതിൽ വിശ്വസിക്കാതിരിക്കാനുള്ള അവകാശവും ഇവിടെ ഉണ്ട്. വിശ്വസിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് മാത്രമേ ഇവിടെ പറയുള്ളൂ. അതായത് ഫ്രീഡം ഓഫ് റിലീജിയനെ കുറിച്ച് മാത്രമാണ് അവർ പറയാറുള്ളൂ. ഫ്രീഡം ഫ്രം റിലീജിയനെ കുറിച്ച് അവർ മിണ്ടില്ല എന്ന് മാത്രമല്ല, അതിനെക്കുറിച്ച് ആരെങ്കിലും മിണ്ടാണ്ടിരുന്നെന്ന് അവർ പറയും. അതാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അവർ ആ പരിപാടി നിർത്തിയാൽ മതിയെന്നേ. നമുക്കിത് പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ ആ ഫ്രീഡം ഫ്രം റിലീജിയൻ അവർ ആക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് ഈ മതം വിട്ട ആളുകളെ പിന്നാലെ കൂടുന്ന പരിപാടി അവിടെ നിർത്തുക. മതം ഇല്ലെങ്കിൽ വേണ്ട, മുമ്പൊക്കെ നിൻ്റെ സ്വത്തവകാശം ഞാൻ നിഷേധിക്കുന്നില്ല, നിൻ്റെ മറ്റ് വിഷയങ്ങൾ, ജോലിയിൽ ഇടപെടുന്നില്ല, മറ്റു കാര്യങ്ങൾ ചെയ്യുന്നില്ല. ഇപ്പോൾ പല ആളുകളും വിളിച്ചിട്ട് പറയുന്നത്, ഞാൻ എക്സ് മുസ്ലിമാണ്, പക്ഷേ എനിക്ക് പുറത്ത് പറയാൻ പേടി, കാരണം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒരു വലിയ കാക്കാനുണ്ട്, എന്നെ പിടിച്ച് പുറത്താക്കും, എന്നെ തല്ലും, അല്ലെങ്കിൽ എന്നെ അതാക്കും, ഇതാക്കും, വീട്ടിൽ നിന്ന് പുറത്താക്കും. ഇതെല്ലാമാണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ അവിടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഭരണഘടന അതിൽ നിന്ന് ഇതേപോലെ മുറിച്ചെടുക്കുമ്പോൾ ഈ സാധനം കൂടി നിങ്ങളൊന്ന് മുറിച്ചെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് നിങ്ങൾ മുറിച്ചെടുക്കുന്നത് അലുവയാണെങ്കിൽ ആ അലുവയിനകത്തുള്ള അണ്ടിപ്പരിപ്പാണ് ഫ്രീഡം ഫ്രം റിലീജിയൻ എന്നെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഓക്കെ. അതെ. അത് മാത്രമല്ല, ഒരു കാര്യം കൂടി, ഈ മതം ആചരിക്കാനുള്ള അവകാശം കൊടുക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അത് എങ്ങനെ ആചരിക്കണം എന്നും കൂടെ ഭരണഘടനയിൽ പറയുന്നുണ്ട്. അതാ എടുക്കുന്നില്ല. കാരണം നിങ്ങൾ മതം ആചരിക്കുന്നതുകൊണ്ട് ഒരു റോട്ടിൽ പൊങ്കാലയിടാനോ അല്ലെങ്കിൽ ഒരു ഇത് നടത്താനോ ഒന്നിനും യാതൊരു അവകാശവും ഇല്ല എന്ന് മാത്രമല്ല, ധാർമ്മികതയുടെ ഏറ്റവും വലിയ അകത്തളങ്ങളാണ് അത്, ഹോൾസെയിൽ ഡീലേഴ്സ് ആണെന്ന് പറയുന്ന ആളുകൾ. അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അധാർമികത നടത്തുന്ന ആളുകളാണ് അവർ എന്ന് സ്വയം തിരിച്ചറിയുന്നില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ശബ്ദമലിനീകരണം ഒന്ന് നമ്മൾ എടുക്കുക. ഇവിടെ ലൗഡ് സ്പീക്കർ നമ്മൾ പറയുന്ന ഈ കോളാമ്പി എന്ന് പറയുന്ന സാധനം, നമ്മളെ സിൻഡോ തോമസിൻ്റെ കോളാമ്പി, ആ സാധനം ഇവിടെ ഇല്ലീഗലാണ്, ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല, നിരോധിച്ച സാധനമാണ്. ഇന്ന് ആരാണത് ഉപയോഗിക്കുന്നത്? മതങ്ങൾ മാത്രമാണ് അത് ഉപയോഗിക്കുന്നത്. വേറെ ആരെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അതിൽ മതങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാ മതങ്ങളെയും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കണ്ട. പ്രധാനമായിട്ട് അവിടെ ഉപയോഗിക്കുന്നത് മുസ്ലിം പള്ളി. ഏത് മുസ്ലിം പള്ളിയിൽ നിങ്ങൾ പോയാലും ആ മുസ്ലിം പള്ളിയുടെ മിനാരത്തിൻ്റെ മുകളിൽ ഒരു 4 കോളാമ്പിങ്കിലും കെട്ടിവെച്ചിട്ടുണ്ടാവും. അതൊരിക്കൽ പോലും അവർക്കൊരു അധാർമിക പ്രവൃത്തിയായിട്ട് അവർക്ക് തോന്നിയിട്ടില്ല. അവർ ആ പള്ളി നിലനിൽക്കുന്നത് ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണെന്നുണ്ടെങ്കിൽ അവിടെ മാക്സിമം അലൗഡ് ആയിട്ടുള്ള ഡേ ടൈമിലെ സൗണ്ട് ലെവൽ എന്ന് പറയുന്നത് 55 ഡെസിബൽ, രാത്രിയാണെന്നുണ്ടെങ്കിൽ 45 ഡെസിബലൊക്കെയാണ് വരുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അത് റെസിഡൻഷ്യൽ ഏരിയയിൽ.
അതുപോലെ ഇനി മറ്റ് ഏരിയയിൽ വരുമ്പോൾ അതിൽ കുറച്ചുകൂടി മുകളിലേക്കൊരു വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ റെസിഡൻഷ്യൽ ഏരിയ ആണല്ലോ മിക്കവാറും നമ്മുടെ നാടുകളിലുള്ളത്. എന്നാൽ ഈ പള്ളിയുടെ അടുത്ത് പോയിട്ട് നിങ്ങളുടെ മൊബൈലിൽ ഒരു ഡെസിബൽ മീറ്റർ അവിടെ ഡൗൺലോഡ് ചെയ്യുക, ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ബാങ്ക് വിളിക്കുന്ന സമയത്ത് അവിടെ എത്രയാണ് അവിടുത്തെ ആ സൗണ്ട് ലെവൽ നിങ്ങൾ മെഷർ ചെയ്യുക. മിനിമം 80 ആയിരിക്കും ഉണ്ടാവുക, ഏറ്റവും മിനിമം. എൻ്റെയൊക്കെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്തുള്ളത് ഞാൻ മെഷർ ചെയ്തത് 104 വരെയാണ്. ഒരിക്കൽ പോലും ഈ മതത്തിൻ്റെ കണ്ണിൽ, ഇസ്ലാം മതത്തിൻ്റെ കണ്ണിൽ അതൊരു പ്രശ്നമായിട്ട് കണ്ടിട്ടില്ല. ഏറ്റവും ഒടുവിൽ മനു എന്ന് പറഞ്ഞ മറ്റൊരു സുഹൃത്ത് കൊല്ലം ജില്ലയിൽ, അദ്ദേഹം നമുക്ക് മെസ്സേജ് ചെയ്തു. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അമ്പലത്തിൻ്റെ അടുത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. 6 ദിവസമോ 7 ദിവസമോ നീണ്ടു നിൽക്കുന്ന എന്തോ ഒരു സപ്താഹം ആ സാധനം നിരന്തരം പ്ലേ ചെയ്യുന്നു. വളരെ വലിയ ശല്യം. അമ്പലത്തിനെതിരെ കംപ്ലൈൻറ്റ് കൊടുത്തു പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട്. ഈ കോളാമ്പി വെച്ചിട്ടാണ് അവിടെ അവർ ചെയ്തുകൊണ്ടിരുന്നത്. അവസാനം അമ്പലത്തിലെ ഭാരവാഹികൾ ആ വിശ്വാസികളുടെ കൂട്ടുപിടിച്ചുകൊണ്ട് സാമൂഹിക വിരുദ്ധൻ അമ്പലത്തിലെ ആചാരങ്ങൾ മുടക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വാട്സപ്പിലൂടെ പോസ്റ്റർ അടിച്ച് ഒരു ഡോഗ് വിസിലിംഗ് നടത്തി അദ്ദേഹത്തെ ആക്രമിക്കുന്നതിന് വരെയാണ് അവിടെ വഴി വെച്ചത്. അപ്പോൾ ഒരു മതം പോലും അവിടെ അതിനകത്ത് സ്പെയർ ചെയ്യാൻ കഴിയില്ല. പക്ഷേ മതങ്ങൾ തമ്മിലൊരു മത്സരം നടക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ അധാർമികത ആരാണ് ചെയ്യുന്നതെന്നുള്ളത് അവിടെ ഒന്നാം സമ്മാനം നമ്മളെ ആൾക്കാർക്ക് തന്നെയാണ്. അത് വിട്ട് നമ്മൾ തരൂല. ഓക്കെ, അതുകൊണ്ട് ആ ചോദ്യം തന്നെ ഇതാണ്. കാരണം മതം ആചരിക്കേണ്ടത് എങ്ങനെയെന്ന് പറയുന്നുണ്ട് ഭരണഘടന. അതുപോലെ അല്ല ചെയ്യുന്നത്. അതുപോലെ ചെയ്യാത്തതുകൊണ്ട് ഇവിടുത്തെ ഭരണകൂടങ്ങളോ ആരും ഇതിനെതിരെ ഒരു വിരലും അനക്കുന്നില്ല. അപ്പം നമ്മൾ ഉറക്കെ കളിയാക്കും, ഉറക്കെ പറയേണ്ടി വരും എന്നാണ് എനിക്കതിൽ പറയാനുള്ളത്. കളിയാക്കുമ്പോൾ എന്തിന് ഇത്ര സങ്കടപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലാവും. തല്ലൊന്നും തലൊന്നും വെട്ടുന്നില്ല, കളിയാക്കുന്നല്ലേ ഉള്ളൂ അല്ലേ? അല്ല, മതങ്ങളിലകത്തും കളിയാക്കലുകളുണ്ട്. ഓക്കെ, അതിൽ ഓരോ മതങ്ങൾ വ്യത്യാസപ്പെട്ട് നിൽക്കുന്നുണ്ടാവാം. ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിയിൽ വേറെ രീതിയിലായിരിക്കും, ഹിന്ദു മതത്തിൽ വേറെ ആയിരിക്കാം, ഇസ്ലാമിൽ വേറെയാണ്. അപ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ സ്നേഹ സംവാദം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഇസ്ലാം മതത്തിൻ്റെ ആൾക്കാർ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? കളിയാക്കലാണ്. ഇപ്പോൾ ബാക്കിയുള്ളവർ ചെയ്യുന്നു, അത്ര വ്യത്യാസമുള്ളൂ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലായിരുന്നുള്ളൂ. ഒരാൾ എന്തോ ചോദിക്കേണ്ടെന്ന്, അതും കൂടെ ഒരു ചോദ്യം ചോദിക്കാനുള്ളത് ഭരണഘടനയെ പറ്റിയാണ്. ഭരണഘടനയിൽ ഓരോരുത്തർക്കും ഇഷ്ടമുള്ളത് വിശ്വസിക്കാനുള്ള ഒരു അവകാശം കൊടുക്കുന്നുണ്ടല്ലോ, അത് തെറ്റോ ശരിയോ? ഇഷ്ടമുള്ളത് വിശ്വസിക്കാനുള്ള അവകാശം, മതം എന്തോ ആയിക്കോട്ടെ, ഇഷ്ടമുള്ളത് വിശ്വസിക്കാനുള്ള അവകാശം കൊടുക്കുന്നുണ്ട്. ഇഷ്ടമുള്ളത് വിശ്വസിക്കാനുള്ള അവകാശം തെറ്റൊന്നുമില്ല. അത് തെറ്റോ ശരിയോ? തെറ്റല്ലല്ലോ, അത് ശരിയാണല്ലോ. പക്ഷെ അതിന് ലിമിറ്റ് ഉണ്ട്. നിങ്ങൾക്ക് എന്ത് വിശ്വസിക്കാൻ പറ്റില്ല. വിശ്വസിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം ആചരിക്കാനൊന്നും പറ്റിയെന്നൊന്നും വരില്ല. നിങ്ങൾക്ക് ഒരു കുട്ടീനെ ബലി കൊടുക്കാൻ പറ്റില്ല. പറഞ്ഞുതരാം. അത് നിയമവിരുദ്ധ. അതായത് ഞാൻ ഒരു വാക്യം നേരത്തെ പറഞ്ഞത്, നിങ്ങൾ ഭരണഘടനയെ അലുവയായിട്ട് കാണാതിരുന്നാൽ മതി. ഓക്കെ, അതൊരു ഐസ്ക്രീമായിട്ട് നിങ്ങൾ കാണുക, അത് മൊത്തം നിങ്ങൾ കഴിക്കണം. അല്ലാതെ അതിൽ നിന്ന് മുറിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല. ഇഷ്ടമുള്ളത് വിശ്വസിക്കാനുള്ള അവകാശമുണ്ട്, ആരായില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയുമാണ്. പക്ഷേ ശരിയാണ്, ഒരു സംശയമില്ല, ശരിയാണ്. പക്ഷേ ഭരണഘടനയിൽ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. സബ്ജക്റ്റ് ടു പബ്ലിക് ഓർഡർ, മൊറാലിറ്റി, ഹെൽത്ത്. അത് നിങ്ങൾ എടുക്കണം. അതെടുക്കുമോ? അപ്പോൾ അതിന് വിരുദ്ധമായിട്ട് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ റെസ്ട്രിക്ഷൻ വരും. അവിടെ റീസണബിൾ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതും ഭരണഘടനയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതാ പറഞ്ഞത്, ഭരണഘടന അലുവയല്ല. ഓക്കെ, അല്ലെ, ഭരണഘടന മാറ്റി നിർത്തി ചിന്തിച്ചാലും ഇപ്പോൾ നമുക്ക് ഉള്ള സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്തിനെ വേണമെങ്കിലും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് പ്രശ്നമാകുന്നത് അത് മറ്റുള്ളവരുടെ ഒരാളുടെ സ്വാതന്ത്ര്യത്തിനെ ഹനിക്കുമ്പോഴാണ് പ്രശ്നമാകുന്നത്. നിങ്ങൾ ഭരണഘടന ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതങ്ങനെയാണ്. അതിൻ്റെ ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ ഒരാൾ വിശ്വസിക്കുകയാണ്, ഒരു മതം വിശ്വസിക്കുകയാണ്. ആൾ വീട്ടിൽ നിന്ന് മാത്രം, അന്ന് വീട്ടിലെ കുട്ടികളില്ലേ, വീട്ടിൽ ബാക്കിയുള്ളവരില്ലേ, അയാളത് വിശ്വസിക്കുമ്പോൾ അത് കണ്ട് വളരുന്ന ആ കുട്ടിക്ക് വരെ അത് പ്രശ്നമാവും. നമ്മൾ വിചാരിക്കുകയാണ്, അപ്പോൾ കുട്ടി വിചാരിക്കുക അതാണ് ശരിയെന്നാണ്. ഇപ്പോൾ ഭൂമി പരന്നതാണെന്ന് വിശ്വസിക്കുന്ന ഒരു അധ്യാപകൻ സ്കൂളിലുണ്ട്. അയാൾ പഠിപ്പിക്കുന്നത് ഭൂമി ഉരുണ്ടതാണെന്ന് നിൽക്കുക. പക്ഷേ അയാൾക്ക് വിശ്വസിക്കാമല്ലോ ഭൂമി പരന്നതാണ്. തീർച്ചയായിട്ടും അങ്ങനെ പഠിപ്പിക്കുന്ന അങ്ങനെയുള്ള ഒരു അധ്യാപകൻ സ്കൂളിലേക്ക് ഞാൻ എൻ്റെ മക്കളെ വിടില്ല. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് അവിടെ ഉള്ളതെങ്കിൽ അതൊരു പ്രശ്നമാണ്. മനസ്സിലായി. അപ്പൊ വിശ്വസിക്കാനുള്ള അവകാശം കൊണ്ട് ഇങ്ങനെ ദോഷങ്ങൾ കൊടുക്കാൻ പാടില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് അതിന്റെ പ്രശ്നം നിങ്ങൾക്ക് അറിയില്ല. ഇത് എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയാണ് തെറ്റായ വിശ്വാസങ്ങളൊന്നും പാടില്ല എന്ന് ആരാണ് തീരുമാനിക്കുന്നത്? ആ തീരുമാനം എടുക്കുന്ന ആളുടെ തീരുമാനം തെറ്റാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് ആലോചിച്ച് നോക്കുക. അതാണ് ഈ സത്യം പറഞ്ഞാൽ ഈ സോഷ്യലിസത്തിൻ്റെ പ്രശ്നം. കുറച്ച് ആൾക്കാർക്ക് വേണ്ടി നമ്മൾ വിട്ടുകൊടുക്കുകയാണ് ഒരു സമൂഹത്തിൻ്റെ തീരുമാനങ്ങൾ മുഴുവൻ കൊടുക്കാനായിട്ട്. ഇപ്പോൾ നിങ്ങൾ ഭൂമി പരന്നതിൻ്റെ കാര്യം പറഞ്ഞു, അതേപോലെ ഓരോ കാര്യത്തിലും ഒരാൾ ഇപ്പം ഞാൻ ഇവിടുന്ന് തീരുമാനിക്കുകയാണ് ഇതാണ് ശരിയായിട്ടുള്ള കാര്യമെന്ന്. അത് ഞാൻ നിങ്ങളിലേക്ക് അടിച്ചേൽപ്പിച്ചാലുള്ള കാര്യം എങ്ങനെ ഇരിക്കും? അതിൻ്റെ പ്രശ്നങ്ങൾ എന്തായിരിക്കും? ഒരു പ്രശ്നമില്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഹെൽമെറ്റ് ഇടുന്നത്, ഹെൽമെറ്റ് ഇട്ടില്ലെങ്കിൽ അയാൾക്ക് മാത്രമാണ് പ്രശ്നം.
നോക്ക് വേറെ ആരെയും എന്നിട്ടും നമ്മളത് നിയമം മൂലം നിങ്ങൾ ഇട്ടോളണം എന്ന് പറയാണ്. അയാളെ ഹെൽമെറ്റ് ഇട്ടില്ലെങ്കിൽ നമ്മളെ ബാധിക്കൊന്നുമില്ലല്ലോ. ഇല്ലില്ല, ആ കാര്യത്തിൽ ഞാൻ നിങ്ങളോട് യോജിക്കുന്നു. എന്നിട്ടും നമ്മളത് നിയമം മൂലം ഇട്ടോളണം, അല്ലെങ്കിൽ ഫൈൻ അടിക്കേണ്ടി. അതിനോട് എനിക്ക് യോജിപ്പില്ല. ഞാൻ പറയുന്നത് ഹെൽമെറ്റിനെ നമ്മൾ അങ്ങനെ ഫൈൻ ചെയ്യുകയൊന്നും ചെയ്യണമെന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. വേണമെന്ന് എൻ്റെ അഭിപ്രായം. കാരണം എന്ന് വെച്ചാൽ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ചില ആൾക്കാരുടെ കുടുംബം അസ്ഥിരപ്പെടാനുള്ള ഇതിലേക്ക് മാറിപ്പോകുന്നുണ്ട്. അങ്ങനെ ഇടാതെ പോയിട്ട് നിങ്ങൾക്ക് ഹെൽമെറ്റ് ഇടില്ല എന്ന് തീരുമാനിച്ച ഒരാളെ നിങ്ങൾ ഇങ്ങനെ ഒരു നിയമം വെച്ചിട്ട് നിങ്ങളെ അയാളെ രക്ഷിക്കാൻ പറ്റും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കാരണം ഈ റോഡിൽ വണ്ടി പറയട്ടെ, ഒരു റോഡിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് അയാളുടെ തല സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അയാൾക്ക് ഇല്ല എന്ന് തോന്നുകയാണ്. നിങ്ങൾ അയാളെ ഫൈൻ അടിപ്പിച്ചിട്ട് അയാൾ ചെയ്ത് കഴിഞ്ഞാലും ഉത്തരവാദിത്തമില്ലാത്ത പെരുമാറ്റം അയാൾ വേറെ എവിടെയെങ്കിലും കാണിക്കും. അങ്ങനെ ചെയ്യുള്ളൂ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പേരിന് വേണ്ടി ഹെൽമെറ്റ് ഇടും, മറ്റേ ഡ്യൂപ്ലിക്കേറ്റ് ഫോട്ടോസ്റ്റാറ്റ് ഹെൽമെറ്റ് ഒക്കെ. നിങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ നിർബന്ധിച്ച് ഒരാളുടെ ജീവിതം രക്ഷിക്കാനൊന്നും പറ്റില്ല. ഒരാൾ മരിക്കാൻ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിന് അയാൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്ന് പറയും. പക്ഷേ അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഓരോരുത്തരുടെ ജീവിതം അവർക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. അവർ ഇഷ്ടമുള്ള അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ആദ്യം പറഞ്ഞല്ലോ ഒരാൾ ഹെൽമെറ്റ് ഇടുന്നില്ല എന്ന് പറഞ്ഞു. നമുക്കിത് ഒരു സംവാദത്തിലേക്ക് പോകാതെ തീർക്കാം. ഒരു ലോഡ് ചോദ്യം ഞാൻ ഇവരോടൊക്കെ ചോദ്യം ചോദിക്കാന്ന് പറയുകയും ചെയ്ത് കുറെ ചോദ്യം കിട്ടുന്നിട്ട് ഇവരിവിടെ നിന്ന് കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് പറയും അവസാനം. യാസീൻ, ഒരു കാര്യം അതിലൊന്ന് ആഡ് ചെയ്യാം. അതായത് ഇപ്പോൾ ഒരു വീട്ടിൽ ഒരു ഉമ്മ അല്ലെങ്കിൽ വാപ്പ കുട്ടിയെ ഭൂമി പറന്നതാണെന്ന് പഠിപ്പിക്കുന്നു എന്ന് തന്നെ വിചാരിക്കുക. ഓക്കെ, അത് വിശ്വസിക്കാനുള്ള അവകാശം ആ ഉമ്മാക്കും വാപ്പാക്കും ഉണ്ട്, നമ്മൾ സമ്മതിക്കുന്നു. അത് അവർ വിശ്വസിക്കുന്നു, അവരത് പ്രചരിപ്പിക്കുന്നു. അപ്പോൾ കുട്ടി തിരിച്ച് ചോദിക്കുകയാണ്, അതെങ്ങനെ ഉമ്മ ശരിയാവുക എന്ന് തിരിച്ച് ചോദിക്കുമ്പോൾ, അപ്പോൾ നിന്നോട് ആരടാ ചോദ്യം ചോദിക്കാൻ പറഞ്ഞ്, അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അവിടെ വീണ്ടും ഭരണഘടന നമ്മൾ എടുക്കും. കാരണം എന്താണ്? ആർട്ടിക്കിൾ 51AH. അതാ ഞാൻ പറഞ്ഞത്, ഭരണഘടന അലുവയല്ല. നിങ്ങൾ എന്ത് സാധനം കൊണ്ടുവന്നാലും അതിനുള്ള മറുപടി ഭരണഘടനയ്ക്കകത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയും. തപ്പിയെടുത്താൽ മതി. അപ്പോൾ ആ ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യത്തെ പ്രോത്സാഹിപ്പിക്കണം. ആ ബാധ്യതയും കൂടി ഈ ഉമ്മാക്കും വാപ്പാക്കും ഉണ്ടെന്നേ. അതാ ഞാൻ പറയണത്. ചന്ദ്രനോട്, ക്യാൻസർ വന്ന് ചികിത്സ തേടുന്നവരിൽ ഭൂരിഭാഗവും ക്യാൻസറിനേക്കാൾ അതിൻ്റെ ചികിത്സയുടെ പാർശ്വഫലങ്ങൾ മൂലമാണ് മരണപ്പെടുന്നത് എന്ന് ചിലർ വാദിക്കുന്നു. ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? കീമോതെറാപ്പി, റേഡിയേഷനാണ് ഉദ്ദേശിച്ചത്. ഇതിൽ വാസ്തവമില്ല. തെളിവുകൾ കാണിക്കുന്നത് അവർക്ക് ക്വാളിറ്റി ഓഫ് ലൈഫും, അതായത് ചികിത്സ കഴിഞ്ഞു കഴിഞ്ഞാൽ ബെറ്റർ ആവുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് പ്രത്യേകിച്ച് ഈ ചെയ്യുന്ന സമയത്ത് ആ രോഗിക്ക് ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. കാര്യം പുറത്തുനിന്ന് ഒരു മരുന്നെടുക്കുകയാണ്, അത് കോശങ്ങളെ നശിപ്പിക്കാനുള്ള മരുന്നാണ്. ഇന്നിപ്പോൾ വളരെ സെലക്റ്റീവായിട്ട് കോശങ്ങളെ നശിപ്പിക്കാനുള്ള തെളിവുള്ള മരുന്നുകളുണ്ട്. അതെടുക്കുമ്പോൾ അതേ നേച്ചറുള്ള മറ്റ് കോശങ്ങൾക്ക് ചില പ്രശ്നങ്ങളുള്ളതാണ് പാർശ്വഫലങ്ങളായിട്ട് ആ രോഗി ആ സമയത്ത് അനുഭവിക്കുന്നത്. പൂർണ്ണമായിട്ടും ആ ഡോസ് കംപ്ലീറ്റ് എടുത്തു കഴിയുമ്പോൾ ക്വാളിറ്റി ഓഫ് ലൈഫ് കൂട്ടാനും ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്യാനും ആ രോഗിക്ക് സാധിക്കുന്നുണ്ട്. അതായത് റിസ്കിനേക്കാൾ കൂടുതൽ ബെനിഫിറ്റ് ഉള്ളത് കൊണ്ടാണ് അതിനൊരു അപ്രൂവൽ കിട്ടുന്നത്. ആ മരുന്നുകൾ ഉപയോഗിച്ചിട്ടാണ് ചികിത്സിക്കുന്നത്. കീമോതെറാപ്പി ആയാലും റേഡിയേഷൻ ആയാലും ഒരു ക്യാൻസർ രോഗം ചികിത്സിക്കുന്നതിന് ഒരു കൃത്യമായ ഒരു പ്രോട്ടോകോൾ, ശാസ്ത്രീയമായ പ്രോട്ടോകോൾ ഉണ്ട്. അതിനനുസരിച്ചാണ് ചികിത്സിക്കേണ്ടത്. അങ്ങനെയാണ് ചികിത്സിക്കുന്നതെന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്നത് ശരിയായ രീതിയാണ്, അത് കറക്റ്റായിട്ടുള്ള രീതിയാണ്. ഓക്കെ, താങ്ക് യു. അതിൻ്റെ ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. അതിൽ ഈ കോവിഡ് ലോക്ക്ഡൗൺ ഒക്കെ മനുഷ്യൻ ഉണ്ടാക്കിയതല്ലേ? ഒരു മിനിറ്റ്, ആ ചോദ്യം ഒന്ന് ക്ലിയർ ആയിട്ട് ചോദിക്കാം. ആ ചോദ്യം ഞാൻ വായിച്ചതാണ്. അതായത് കോവിഡ് ലോക്ക്ഡൗൺ മണ്ടത്തരമായി പോയില്ലേ എന്നുള്ളത്. മണ്ടത്തരമായി പോയി. പെട്ടെന്നൊരു പാൻഡമിക് ലോകം മുഴുവൻ പടർന്നു പിടിക്കുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടതാണ്, വി ഷുഡ് ബൈ സം ടൈം, കുറച്ച് സമയം കിട്ടുക എന്നുള്ളതാണ്. നമുക്ക് ഇതുവരെ ഇല്ലാത്ത ഒരു പുതിയ വൈറസാണ്. ഇനിയും പുതിയ വൈറസുകൾ ഉണ്ടാവാം. കാര്യം പരിണാമം പലരും അംഗീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി പറ്റൂ, വൈറസ് കോൺസ്റ്റൻ്റ് ആയിട്ട് പരിണമിക്കുകയാണ്. ഇപ്പോൾ കോവിഡിൻ്റെ അതിൻ്റെ ഫൈലോജനറ്റിക് ട്രീ എടുത്ത് നോക്കിയാൽ ഒരുപാട് ബ്രാഞ്ച് ചെയ്ത് പല പല വകഭേദങ്ങളായി കഴിഞ്ഞു. അപ്പോൾ ആ സമയത്ത് പുതിയതായിട്ട് ഒരു സൂനോട്ടിക് ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷനോ അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കാണാത്ത പുതിയൊരു വൈറസ് വന്നപ്പോൾ ഇതിന് എന്ത് തരം ട്രീറ്റ്മെൻറ്റ് വേണമെന്നുള്ളതിന് സമയം നമുക്ക് ദീർഘിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിന് വാക്സിൻ വരുന്നത് വരെ സമയം എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയ ഏറ്റവും നല്ല മാർഗ്ഗമാണ് ആളുകളെ ഐസൊലേറ്റ് ചെയ്യിക്കുക, ക്വാറന്റൈൻ ചെയ്യിക്കുക എന്നുള്ളത്, ഐസൊലേറ്റ് ചെയ്യുക എന്നുള്ളത്. ആ സമയത്ത് അത് വളരെ കറക്റ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. അതിനുശേഷം പിന്നെ വാക്സിൻസ് വന്നു, പാക്സ്ലോവിഡ് പോലെയുള്ള ആൻറ്റി വൈറൽ ഡ്രഗുകൾ വന്നു, അതുകൊണ്ട് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതായി. ഇനി കോവിഡ് വളരെ നിസ്സാരമായിട്ടുള്ള രോഗമാണെന്ന് എഴുതിയിട്ടുണ്ട്, അത് ശരിയല്ല. നമ്മുടെ ജലദോഷത്തിനേക്കാളൊക്കെ വളരെയധികം ദോഷമുള്ളതാണ്. ലോങ് ടേം ആയിട്ട് മണം മനസ്സിലാക്കാൻ കഴിയാതെ വരിക, മോർട്ടാലിറ്റി ഉണ്ടാവുക തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾ, റിപ്പീറ്റഡ് ആയിട്ടുള്ള അറ്റാക്കുകൾ വന്നിട്ടുള്ള ആളുകൾ മരിച്ച സംഭവങ്ങൾ, ഇതെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കോവിഡിനെ അത്ര നിസ്സാരമായിട്ട് കാണുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. ഇപ്പോൾ നമുക്കെല്ലാവർക്കും ഒരു സമൂഹം എന്നുള്ള രീതിയിൽ വാക്സിനിലൂടെയും പല പ്രാവശ്യം വന്നിട്ടുള്ള ഇമ്മ്യൂണിറ്റിയൊക്കെ ഗെയിൻ ചെയ്തുകൊണ്ടാണ് നമ്മളതിനെ വളരെ നിസ്സാരമായിട്ട് കാണുന്നത് എന്നുള്ളതാണ് സത്യം. താങ്ക് യു. മുതലാളിത്തം സംബന്ധിച്ച് എന്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ അതിൽ ചോദിച്ചിരിക്കുന്നത്, മുതലാളിത്തത്തെ ന്യായീകരിക്കുക എന്നത് എസൻസ് ഗ്ലോബലിൻ്റെ പ്രഖ്യാപിത നയമാണോ? ലോകത്തിന് ഏറ്റവും അനുയോജ്യമായ സാമ്പത്തിക സംവിധാനം മുതലാളിത്തം തന്നെയാണോ, അതോ ചൈനയിൽ ഇന്ന് കാണുന്ന തരത്തിലുള്ള സംവിധാനമോ?
ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന മലയാളത്തിലെയും ഇംഗ്ലീഷിലെയും പുസ്തകങ്ങൾ പരിചയപ്പെടുത്താമോ എന്ന് ചോദിച്ചു. ഈ എസൻസിൻ്റെ പ്രഖ്യാപിത നയമാണോ എന്ന് ഞാൻ പറയുന്നത് ശരിയാവില്ല. അത് എസൻസ് ഗ്ലോബൽ തന്നെ ഒരു പത്രസമ്മേളനം നടത്തിയെല്ലാം പറയുന്നതേ പറ്റുള്ളൂ. കാരണം എൻ്റെ കാര്യം മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്തായാലും മുതലാളിത്തത്തെ ന്യായീകരിക്കുകയല്ല, മുതലാളിത്തത്തിന് വേണ്ടി സംസാരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു പ്രഖ്യാപിത നയം തന്നെയാണ്. അത് തന്നെയായിരിക്കും ഇനി തുടർന്ന് ചെയ്യാനും പോകുന്നത്. പിന്നെ ലോകത്തിലെ ഏറ്റവും അനുയോജ്യമായ സാമ്പത്തിക സംവിധാനം മുതലാളിത്തം തന്നെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സാമ്പത്തിക സ്വാതന്ത്ര്യം, ഒരു വ്യക്തി സ്വാതന്ത്ര്യം എന്നുള്ള രീതിയിൽ ലോകത്തെങ്ങും നിലവിലില്ല. ലോകത്തെല്ലായിടത്തും നമുക്കറിയാം മിക്സ്ഡ് എക്കണോമീസാണ് നിലവിലുള്ളത്. അതിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഗവൺമെൻറ് എത്രത്തോളം കൺട്രോൾ കുറയ്ക്കുന്നു കൂട്ടുന്നു എന്നുള്ള കാര്യം മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. അല്ലെ പൂർണ്ണമായും ഫുൾ കൺട്രോളുള്ള രാജ്യങ്ങളും വളരെ കുറവാണ്. ഒന്നോ രണ്ടോ, നോർത്ത് കൊറിയ പോലെയുള്ള എക്സെപ്ഷൻസ് ചിലപ്പോൾ കാണാൻ പറ്റും. അതേസമയം ഇപ്പുറത്തെ സൈഡിൽ ഗവൺമെൻറ്റുകളൊന്നും ഇല്ലാതെ ഗവൺമെൻറ് എക്കണോമിയിൽ ഇടപെടാത്ത രാജ്യങ്ങളെന്ന് പറഞ്ഞാൽ ഇല്ലതാണ്. അപ്പോൾ നമ്മൾ പറയുന്ന മുതലാളിത്തം എന്ന അതിൻ്റെ ആശയം വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള രാജ്യങ്ങൾ വളരെ ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷേ നമുക്ക് നോക്കി കാണാൻ പറ്റുന്നത് ഈ എപ്പോഴൊക്കെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിൻ്റെ അളവ് കൂടുന്നു ആ സമൂഹങ്ങൾ നല്ലതായിട്ട് പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അത് നമുക്ക് പല തരത്തിൽ നോക്കാം. ഒരേ സ്ഥലത്തുള്ള രണ്ട് രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ തൊട്ടടുത്ത് കിടക്കുന്ന രണ്ട് രാജ്യങ്ങളിൽ ഒരു സ്ഥലത്ത് എക്കണോമിക് കൺട്രോൾ കൂടുതലും മറ്റേ സ്ഥലത്ത് എക്കണോമിക് ഫ്രീഡം കൂടുതലാകുമ്പം ഏത് രാജ്യമാണ് മെച്ചപ്പെടുന്നതെന്ന് നോക്കുക. പിന്നെ വർഷങ്ങളായി ദാരിദ്ര്യത്തിലുള്ള രാജ്യത്ത് സാമ്പത്തിക സ്വാതന്ത്ര്യം നടപ്പിലാക്കിയപ്പോൾ എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ളത്. അപ്പോൾ നമ്മൾ ചൈനയുടെ കേസ് തന്നെ ഇതിൽ ചോദിച്ചുകൊണ്ട് പറയാം. ചൈനയുടെ കേസിൽ നമുക്കറിയാം അവിടെ എന്തായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത്. മാവോയുടെ സമയത്ത് മാവോ മരിച്ചതിന് ശേഷം അവിടെ എക്കണോമിക് ഫ്രീഡം അനുവദിച്ചു, അവിടെ പൊളിറ്റിക്കൽ ഫ്രീഡം അനുവദിച്ചില്ല. അതാണ് കുറച്ചും കൂടെ ഐഡിയൽ, പൊളിറ്റിക്കൽ ഫ്രീഡവും എക്കണോമിക് ഫ്രീഡവും അനുവദിക്കുക എന്നുള്ളത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അങ്ങനെ പൊളിറ്റിക്കൽ ഫ്രീഡം ഇല്ലെങ്കിലും എക്കണോമിക് ഫ്രീഡം അനുവദിക്കുകയും അതിൽ നിന്ന് കിട്ടിയ മൈലേജിൽ നിന്നാണ് അവർ സമ്പത്ത് മുഴുവൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ഈ ചോദ്യം ചോദിച്ചത് ചൈനയിൽ മുതലാളിത്തമല്ല, അവിടെ വേറെ എന്തോ സംഭവം നടക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ വ്യക്തികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർക്ക് ഉൽപ്പാദിപ്പിക്കാനും വിതരണം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു എന്നുള്ളതാണ്. നിങ്ങൾ ആ ഒരു ടേമിലാണ് ഇതിനെ പരിഗണിക്കേണ്ടത്. ഈവൻ നമ്മുടെ ഇന്ത്യയുടെ കേസ് നമുക്കറിയാം. 91 നമ്മളുടെ രാജ്യത്തിനെ വരിഞ്ഞ് മുറുകിയിരിക്കുന്ന കുറേ ചങ്ങലകളിൽ കുറച്ച് ചങ്ങലുകൾ നമ്മൾ പൊട്ടിച്ചു. നമ്മളതിനെ നവലിബറൽ മുതലാളിത്തം വന്നു എന്നും എന്നൊക്കെ പറയുന്നെങ്കിലും അതിൻ്റെ യഥാർത്ഥ ഡെഫിനിഷൻസ് അനുസരിച്ചിട്ടുള്ള നിയോ ലിബറൽ ഒന്നും നമ്മളിവിടെ നടപ്പിലാക്കിയിട്ടില്ല. നമ്മൾ ഒരുപാട് ചങ്ങലകളുള്ളതിൽ കുറച്ച് ചങ്ങലുകൾ പൊട്ടിച്ചു കൊടുത്തു, കുറച്ച് സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്തു. അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു. അങ്ങനെയാണ് കഴിഞ്ഞ ഒരു 30-35 വർഷം കൊണ്ട് നമ്മൾ ഈ കാണുന്ന ഒരു മെച്ചപ്പെട്ട നിലയിലേക്ക് മാറിയത്. അതേപോലെ നിങ്ങൾക്ക് ഏത് രാജ്യം ഇപ്പോൾ ആഫ്രിക്കയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ 2 രാജ്യങ്ങളെടുത്ത് പരിശോധിക്കാം. ബോട്സ്വാനയും സിംബാബ്വേയിലും നടക്കുന്ന എന്താണെന്ന് നോക്കാം. 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിലും നടന്ന കാര്യങ്ങൾ നോക്കാം. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ സാമ്പത്തിക സ്വാതന്ത്ര്യം ഉള്ള രാജ്യങ്ങളാണ് രക്ഷപ്പെടുന്നത്. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. അതിനേക്കാൾ എല്ലാം ഉപരി ഒരു വ്യക്തിക്ക് അവൻ്റെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് ധാർമ്മികമായിട്ടുള്ള ഒരു തീരുമാനമാണ്. അപ്പം അതുകൊണ്ട് അതിനെ ന്യായീകരിച്ചുകൊണ്ടേയിരിക്കും. താങ്ക് യു. ഇനി ഒരു കാര്യം കൂടെ ഇതിനെ പറ്റി പുസ്തകങ്ങളെ പറ്റി പരിചയപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്പം അല്ല, ഈ ചോദ്യം ചോദിച്ച ആൾ കാണുമ്പം ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ ഇപ്പം എനിക്ക് പുറത്തിറങ്ങുമ്പോൾ ചോദിച്ചാൽ പുസ്തകങ്ങൾ പറഞ്ഞുതരും. ഒരു കാര്യം കൂടെ ചോദിക്കാം. ഇത് നല്ല രസമുള്ളൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഞാൻ ബൈബിൾ വായിച്ചപ്പോൾ മനസ്സിലായത് ബൈബിൾ പറയുന്നതല്ല സഭയും സഭയിലെ ജനങ്ങളും ഫോളോ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ബൈബിൾ വായിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ ക്രിസ്തു സമൂഹം നിലവിൽ കാണിച്ചു കൂട്ടുന്ന അന്ധവിശ്വാസം വരുമായിരുന്നില്ല. അവിടെ അറിവില്ലായ്മ അല്ലേ പ്രശ്നം, ക്രിസ്തുമതം അല്ലല്ലോ. ക്രിസ്തു മാർഗമാണ് ക്രിസ്തുവിൻ്റെ മാർഗം ആർക്കും അറിയില്ല. യഥാർത്ഥ ക്രിസ്തു മാർഗം സമത്വം മാത്രമാണ് പറയുന്നത്. അതെ, അതായത് ബൈബിളിൽ എഴുതി വെച്ചൊക്കെ ശരിയാണ്. വായിച്ചാൽ മനസ്സിലാവുന്ന ഭാഷയിലും വിധത്തിൽ എഴുതി വെച്ചാൽ ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. അതിനൊക്കെയാണ് നിങ്ങൾ ഈ ബാലമംഗളം വായിക്കണം എന്ന് പറയുന്നത്. വളരെ കൃത്യമാണ്. വായിച്ചാൽ അപ്പടി നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെ നിങ്ങൾക്ക് ആക്ട് ചെയ്യാൻ പറ്റും. ഒരു കൺഫ്യൂഷനും ഉണ്ടാവില്ല. വളരെ കൃത്യമാണ്. എന്താണോ വായിക്കണത് അങ്ങനെ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കുന്ന പരിപാടി, മറച്ചു വെക്കുന്ന പരിപാടി, ഇതൊന്നും ഉണ്ടാവില്ല. സ്ട്രൈറ്റ് ഫോർവേഡ്. മതങ്ങൾ ഇപ്പോഴും പഠിക്കാത്തൊരു സാധനമാണ്. അത് പഠിച്ചാൽ മതി. ഓക്കെ. ഇവിടെ ഒരു ചെറിയൊരു ചോദ്യം. പാരസെറ്റമോളിൻ്റെ ആക്ഷൻ, അങ്ങനെയല്ല ചോദ്യം, അങ്ങനെ തന്നെ വായിക്കാം. പ്ലീസ് എക്സ്പ്ലെയിൻ ഫാർമക്കോകൈനറ്റിക്സ് ഓഫ് പാരസെറ്റമോൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് എത്ര മാർക്കിൻ്റെ ചോദ്യമാണെന്ന് ഇതിനകത്ത് എഴുതിയിട്ടില്ല. ഓക്കെ. അത് എന്താണ്, 1 വേർഡ് ആൻസറാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ പ്രോസ്റ്റാഗ്ലാൻഡിൻസ് അതിൻ്റെ പ്രൊഡക്ഷൻ അവിടെ കുറച്ച് തെർമോസ്റ്റാറ്റിക് ഇഫക്റ്റ് ഉണ്ടാക്കിയിട്ടാണ് പനി കുറയ്ക്കുന്നത്. ഇതാണ് 1 വേർഡ് ആൻസർ. ഇനി എസ്സേ വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പിന്നീട് പറയാം. കഴിഞ്ഞ ദിവസം സാറ് ട്രിവാൻഡ്രത്ത് നടത്തിയ ആയുർവേദിക് മെഡിക്കൽ പ്രാക്ടീഷണറുമായിട്ടുള്ള ഒരു ഡിസ്കഷനിൽ അതിൽ അദ്ദേഹം ഇങ്ങനെ ചോദിക്കുകയുണ്ടായി, പാരസെറ്റമോളിൻ്റെ
ആന്തരിക പ്രവർത്തനങ്ങൾ വിശദീകരിക്കാൻ പറ്റാത്ത നിങ്ങൾ എന്തിനാണ് ആയുർവേദിക് മെഡിസിൻസിൻ്റെ ആന്തരിക പ്രവർത്തനങ്ങളെക്കുറിച്ച് വറീഡ് ആവണമെന്ന് ചോദിച്ചു. അപ്പോൾ അതിൽ സാറ് പ്രോപ്പറായിട്ടുള്ള ആൻസർ പറഞ്ഞതായിട്ട് പെട്ടെന്ന് ഓടിച്ച് കണ്ടപ്പോൾ കണ്ടില്ല. അപ്പോൾ അത് 1-2 ഗ്രൂപ്പുകളിൽ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ അതിനൊരു മറുപടി കിട്ടിയാൽ കൊള്ളാൻ തോന്നുന്നു. ഓക്കെ, ഇപ്പോൾ കുറച്ചുകൂടെ ക്ലിയറായി. ഇതിനകത്ത് നമ്മളവിടെ മോഡേൺ മെഡിസിൻ ശാസ്ത്രീയമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യമുണ്ട്, മോഡേൺ മെഡിസിൻ ഒരുപക്ഷെ ഏറ്റവും മോശപ്പെട്ട ചികിത്സ ആയിക്കോട്ടെ, നമ്മുടെ സംവാദം എന്ന് പറയുന്നത് ആയുർവേദം ശാസ്ത്രീയമോ എന്നുള്ള ചോദ്യം ആയതുകൊണ്ടാണ് അത് വിട്ടത് എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. പാരസിറ്റമോൾ എന്നല്ല, നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ മരുന്നുകൾക്കും ഒരു കൃത്യമായ ട്രാക്ക് റെക്കോർഡുണ്ട്. എന്ന് പറഞ്ഞാൽ ലാബറട്ടറി മുതൽ അത് എങ്ങനെയാണ് മനുഷ്യനിൽ ഉപയോഗം വന്നത് എന്നുള്ളതിന് വരെയുള്ള ട്രാക്ക് റെക്കോർഡ് കൃത്യമായിട്ടുണ്ട്. സ്റ്റേജ് 1, സ്റ്റേജ് 2 ക്ലിനിക്കൽ ട്രയൽസ് വഴി. എല്ലാ മരുന്നുകളുടെയും മെക്കാനിസം ഓഫ് ആക്ഷൻ അറിയാമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പലതിൻ്റെയും മെക്കാനിസം ഓഫ് ആക്ഷൻ അറിയില്ല. ഇപ്പോൾ ഇതിനകത്ത് തന്നെ ഇത് COX-2 ആയിട്ട് ബന്ധപ്പെട്ട് സൈക്ലോജനൈസ് 2 എന്നാണ് തോന്നുന്നു, അത് ഇൻഹിബിറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതിയുണ്ട്. പ്രോസ്റ്റാഗ്ലാൻഡിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അതെങ്ങനെയാണ് ആൻറ്റിപൈററ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള ലിറ്ററേച്ചേഴ്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മുടെ അവിടെ ഇതിൻ്റെ മെക്കാനിസം, ഞാനൊരു മെഡിക്കൽ പ്രാക്ടീഷണർ അല്ല, അപ്പോൾ തെളിവുള്ള മരുന്നാണോ പാരസിറ്റമോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ പനി താഴേക്ക് കൊണ്ടുവരാമെന്നും അത് എങ്ങനെയാണ് എന്താ പറയുക ഒരു രോഗിയെ മാനേജ് ചെയ്യാനും ഉപയോഗിക്കാൻ പറ്റുന്ന, പനി കുറച്ച് മെറ്റബോളിസം മോശമായി ഒരു 104-105 ഡിഗ്രി ആയി അയാൾ മരിച്ചു പോകാതിരിക്കാൻ സഹായിക്കുന്ന ആൻറ്റിപൈററ്റിക് ആയിട്ടുള്ള ഒരു ഡ്രഗാണ് എന്നുള്ളതിന് പാരസിറ്റമോളിന് തെളിവുണ്ട് കൊണ്ടാണ് ഇത് ശാസ്ത്രീയമായ മെഡിസിൻ ആവുന്നത്. ഇപ്പോൾ അതിൻ്റെ ഫാർമക്കോ ഡൈനാമിക്സ്, ഫാർമക്കോ കൈനറ്റിക്സ്, മെക്കാനിസം ഓഫ് ആക്ഷൻ ഇതെല്ലാം നമുക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടും. അതിൻ്റെ പാർശ്വഫലങ്ങൾ, എത്ര ഡോസാണ്, കോൺട്രാ ഇൻഡിക്കേഷൻ, ഏത് സമയത്ത് കൊടുക്കാൻ പാടില്ല, ഇതെല്ലാം കിട്ടും. ഈ മരുന്നുകളെ പറ്റിയുള്ള എല്ലാ മരുന്നുകളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എനിക്കറിയില്ല, കാര്യം ഞാനൊരു മെഡിക്കൽ പ്രാക്ടീഷണർ അല്ല. പക്ഷേ എന്തുകൊണ്ട് ഇത് ശാസ്ത്രീയമായ ചികിത്സ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് ഫാർമക്കോളജിക്കൽ ആക്ഷന് തെളിവുണ്ട്, മറ്റേതിന് അതില്ല. അതാണ് അതിൻ്റെ പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത്. ഇത് ഈ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ മേഖലയിലുള്ള ആളുകൾ സ്ഥിരമായിട്ട് ഉന്നയിക്കുന്ന ഒരു ചോദ്യത്തിൻ്റെ രീതിയാണിത്. നിങ്ങൾക്കത് അറിയില്ലല്ലോ, എന്നിട്ട് നിങ്ങൾ കൊടുക്കുന്നില്ലേ എന്നുള്ളൊരു സംഗതി എന്ന് വെച്ചിട്ട് അവർ നെക്സ്റ്റ് സെൻറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഞങ്ങൾക്ക് ഹോമിയോ മരുന്ന് കൊടുക്കാം, അതുകൊണ്ട് ഞങ്ങൾക്ക് ആയുർവേദ മരുന്ന് കൊടുക്കാമെന്നാണ് പറയുന്നത്. നമ്മളതല്ല ഇവിടെ പറയുന്നത്. അതായത് ആദ്യം ഇത് വർക്ക് ചെയ്യുന്നു എന്നുള്ളതിന് തെളിവ് വേണം. അപ്പോഴാണ് അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള സംഭവം അതിനെ കുറിച്ചുള്ള ചർച്ച പോകുന്നത്. ഹോമിയോപ്പതി മരുന്ന് സംബന്ധിച്ച് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് പോലും തെളിവില്ല. അത് പ്ലാസിബോയേക്കാൾ എഫക്റ്റീവ് ആണ് എന്ന് കാണിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് എങ്ങനെയാണത് പറയുക, ഹൗ ഇറ്റ് വർക്ക്സ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ചോദ്യം അവിടെ വരാത്തതും അതിൻ്റെ പിന്നാലെ ആരും പോകാത്തതും. കാരണം ആദ്യം വർക്ക് ചെയ്യുന്നുണ്ടെന്ന് തെളിയണ്ടേ, തെളിഞ്ഞിട്ടില്ല. പ്ലാസിബോ ആണ് ഹോമിയോപ്പതിയേക്കാൾ കൂടുതൽ എഫക്റ്റീവ്. പ്ലാസിബോ ഇപ്പോൾ ആയുർവേദത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെയും ഇതേ പ്രശ്നം തന്നെയാണ്. ഇപ്പം നമ്മൾ നേരിട്ട് ആയുർവേദ മെഡിസിൻസിൻ്റെ അതിൻ്റെ റിസർച്ചും അതിൻ്റെ ടെസ്റ്റിങ്ങും നടത്തുന്ന ഒരു വ്യക്തിയും കൂടിയാണ്, നമ്മൾ ആ ടീമിലുള്ള ആളാണ്. നമുക്ക് കാണാൻ കഴിയുന്ന എന്താണ്, വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്ന ആയുർവേദ മരുന്ന് പലതും ടെസ്റ്റ് ചെയ്തപ്പോൾ അതിനകത്ത് കണ്ടിരിക്കുന്നത് പാരസെറ്റമോള്, പിന്നെ എന്താണ് അസറ്റമിനോഫൻ, അതുപോലെ മറ്റ് പല പല കോമ്പോണൻസ്, എല്ലാ സാധനവും ഡൈക്ലോഫെനാക് എല്ലാം അതിനകത്ത് മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപസ്മാരം, ഞങ്ങളൊരു സ്റ്റഡി റിപ്പോർട്ട്സ്, കേസ് റിപ്പോർട്ട്സ് നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു കുട്ടിക്ക് അപസ്മാര രോഗം, അതിന് ചികിത്സിക്കുകയാണ് ആയുർവേദ മരുന്ന് കൊടുത്തിട്ട്. അപ്പോൾ നമ്മളടുത്ത് വന്നപ്പോൾ കുട്ടിക്ക് അപസ്മാര രോഗമില്ല, നമ്മൾ മരുന്ന് ടെസ്റ്റിന് അയച്ചു. അതിനകത്ത് സീഷറൽ ഡിസോർഡേഴ്സിന് മോഡേൺ മെഡിസിനിൽ കൊടുക്കുന്ന മെഡിസിനാണ് അതിനകത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അരച്ച് ചേർത്ത് കൊടുക്കുകയാണ്. ഇതാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ നിങ്ങൾക്ക് ഇതിനകത്ത് തെളിവുണ്ടെന്ന് സ്ഥാപിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇതിന് പിന്നാലെ പോവാത്തത്. ഇനി വേറൊരു കാര്യം കൂടി പറഞ്ഞു നിർത്താം, സമയമില്ലാത്തതുകൊണ്ട്. ആയുർവേദ മരുന്നുകളിൽ എന്ന് മാത്രമല്ല, ഹെർബൽ മെഡിസിൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന സാധനത്തിനകത്ത് പലതും ഓൾറെഡി സ്റ്റഡീസ് നടത്തി അതിനകത്ത് എടുക്കാവുന്നതൊക്കെ എടുത്ത് തള്ളാവുന്നതൊക്കെ തള്ളി എടുത്ത് ഉപയോഗിച്ചതിന് ശേഷം അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള സാധനങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി അതവിടെ ഉപേക്ഷിച്ചിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് മോഡേൺ മെഡിസിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളുടെ മോഡേൺ മെഡിസിനിൽ ഉപയോഗിക്കുന്ന ഒരു മെഡിസിൻ എന്താണ്, സർപ്പഗന്ധി എന്ന് പറയുന്ന ഒരു സാധനത്തിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു സാധനം ഉണ്ടായിരുന്നു, റിസർപ്പിൻ എന്ന് പറയുന്ന ഒരു സാധനം, ഹൈപ്പർ ടെൻഷന് വേണ്ടി ഉപയോഗിച്ചിരുന്നതാണ്. ഇത് ഒരു ഹെർബൽ സാധനത്തിൽ നിന്ന് വന്നതാണ്. അങ്ങനെ ഒരു ഇൻഡിക്കേഷൻ നമ്മൾ കണ്ടെത്തുന്നു. മോഡേൺ മെഡിസിൻ പിന്നെയും കുറേ കാര്യങ്ങൾ പറഞ്ഞു വെച്ചു. അത് സൂയിസൈഡൽ ടെൻഡൻസി ഉണ്ടാക്കും, ഡിപ്രഷന് കാരണമാകും, അതുകൊണ്ട് അത് കൊടുക്കരുത്. അപ്പോൾ ഹൈപ്പർ ടെൻഷന് വേണ്ടി അത് കൊടുക്കുന്ന ആളുകളിൽ അവസാനം കണ്ടത് ഡിപ്രഷനും സൂയിസൈഡുമാണ്. അപ്പോൾ എന്തായി, അത് കൊടുക്കരുതെന്ന് പറഞ്ഞു. ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റിൽ നിന്ന് അത് പിൻവലിച്ചു. മോഡേൺ മെഡിസിൻ അത് കൊടുക്കുന്നത് നിർത്തി ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻ്റ് ആയിട്ട്. പക്ഷേ ഇപ്പോഴും ആയുർവേദത്തിൽ കലക്കി കൊടുക്കുന്ന സാധനമാണ് ഈ സർപ്പഗന്ധി, ഈ പറയുന്ന സാധനം. അപ്പോൾ നിങ്ങൾ
എവിടെയാണ് ആയുർവേദിക് ലിറ്ററേച്ചറിൽ അങ്ങനെ ഒരു സാധനം ഉള്ളത്? മോഡേൺ മെഡിസിൻ കണ്ടുപിടിച്ച സാധനമാണ് നിങ്ങൾ ആയുർവേദം എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. മോഡേൺ മെഡിസിൻ പിന്നാലെ പറഞ്ഞ കാര്യം നിങ്ങൾ എടുക്കുന്നുമില്ല. ഹോമിയോപ്പതിയിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. റവോൾഫിയ മദർ ടിഞ്ചറാണ് കൊടുത്തുകൊണ്ടിരിക്കുക. ഇതാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ശാസ്ത്രം തെളിവ് കിട്ടുന്നതിനനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. അതെങ്ങോട്ടാണോ ലീഡ് ചെയ്യുന്നത് അങ്ങോട്ട് എന്താണ് ലെറ്റ് എവിഡൻസ് ലീഡ് എന്ന് പറയുന്നത് അതാണ്. ഈ ഓൾട്ടർനേറ്റീവ് മെഡിസിനിൽ അങ്ങനെ ഒരു രീതിയില്ല. നിങ്ങൾ സ്റ്റക്കാണ്, അതാണ് നിങ്ങളുടെ പ്രശ്നം. ആ സ്റ്റക്ക് മാറ്റൂ. ചന്ദ്രൻ, ഈ ലോകവും ജനങ്ങളും ഇത്രയും പുരോഗമിച്ചിട്ടും ഭൂരിഭാഗം ജനങ്ങളും വിശ്വാസികളായി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താൽ തോന്നുന്നു, വിശ്വാസികളായി തുടരാൻ എന്താണ് കാരണം? എന്തുകൊണ്ടാണ് ഇങ്ങനെ ആളുകൾ ബഹുഭൂരിപക്ഷവും വിശ്വാസികളായിരിക്കുന്നത്? നമ്മൾ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിൽ ആ അന്ധവിശ്വാസങ്ങൾ, സൂപ്പർസ്റ്റിഷൻ, പ്രാവിൻ്റെ കാര്യമൊക്കെ പറഞ്ഞാണ്. കാര്യം മസ്തിഷ്കത്തിന് വളരെ എളുപ്പമാണ് ഒരു വിശ്വാസിയായിട്ട് തുടരാൻ. നമ്മൾ ഈ വേറൊരു ബയസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സ്റ്റേറ്റസ് കോ ബയസ്. നമുക്കിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം മാറ്റി ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം നമ്മുടെ മസ്തിഷ്കം അതുമായിട്ട് അറ്റ്യൂൺഡാണ്. വളരെ സുഖകരമായിട്ട് ആ കാര്യത്തിലേക്ക് പോകാനായിട്ട് ഒരു ഈസി ആയിട്ട് നമുക്ക് ഒരു ഓട്ടോ പൈലറ്റ് മോഡിൽ അത് വർക്ക് ചെയ്യും. അപ്പം വിശ്വാസിയായിട്ട് തുടരാനുള്ള ഒരു അനുകൂലനം, അല്ലെങ്കിൽ നമ്മുടെ എവല്യൂഷൻ പരമായിട്ട് തന്നെ വേറെ പല ഇതിന് വേണ്ടിയിട്ട് ഇവോൾവ് ചെയ്തതിൽ നിന്ന് ഈ ഒരു സംഭവം അവിടെ കിടക്കുന്നുള്ളതുകൊണ്ട് അത് ഈസി ആയിട്ട് അങ്ങനെ പോകും. പക്ഷേ വിശ്വാസി അല്ലാതാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അധ്വാനമാണ്. 100 കണക്കിന് കാര്യങ്ങൾ വായിക്കണം. ലോകത്തിനെ പറ്റി കോംപ്രിഹെൻസീവായിട്ട് നമ്മളൊരു അറിവ് എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാക്കിയാൽ മാത്രമേ ഇതെല്ലാം തെറ്റാണല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് മാറാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ മറ്റേത് ഈസിയാണ്, ഇത് പാടായിട്ടുള്ളത് പൊതുവെ നമ്മൾ ചെയ്യാറില്ല. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ആഡ് ചെയ്തോട്ടെ. ഇപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാ അറിവുകളും ശേഖരിച്ച തന്നെയും ചില ആൾക്കാർ വിശ്വാസികളായിട്ട് തുടങ്ങും. നമുക്കറിയാം പല ശാസ്ത്രജ്ഞന്മാരും ഒക്കെ നിരീശ്വരവാദികളാകുന്നില്ല, അവരെല്ലാവരും വിശ്വാസികളായിട്ട് തുടരുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചിന്തയിൽ നമ്മൾ തന്നെ ചില പൂട്ടുകൾ നമ്മുടെ മസ്തിഷ്കത്തിൽ ഇടുന്നുണ്ട്. ചില ഏരിയാസ് തൊടണ്ടെന്ന് നമ്മൾ തീരുമാനിക്കുന്നുണ്ട്. നമ്മൾ അങ്ങനെ ദൈവത്തിനെ പറ്റിയിട്ട് ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് നടത്തേണ്ടതെന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിശ്വാസികളായിട്ട് തുടരും. അപ്പം നമുക്ക് ലോകത്തിനെ പറ്റിയുള്ള എല്ലാ അറിവുകളും നേടിക്കഴിഞ്ഞാൽ പോലും, ഇപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ പരിണാമം മുഴുവൻ പഠിച്ചു കഴിഞ്ഞാൽ പോലും വിശ്വാസിയായിട്ട് തുടരും. അയാൾ എടുക്കുന്ന തീരുമാനമാണ് ആ ഭാഗത്തേക്ക് ടച്ച് ചെയ്യുന്നില്ല എന്നുള്ളത്. അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പം ഇപ്പം നമ്മൾ നിരീശ്വരവാദികളാണെങ്കിൽ തന്നെയും നമ്മളും ഇതേപോലെ ടച്ച് ചെയ്യാത്ത പല ഏരിയാസുകളുണ്ടാവും. നമുക്കറിയാം നമ്മൾ എല്ലാ ഏരിയാസിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല. അപ്പം നമ്മൾ ഓക്കെ, അത് ഞാനിപ്പോൾ ചിന്തിക്കുന്നില്ല എന്ന് തീരുമാനം എടുക്കും. അങ്ങനെ നമുക്ക് ഏത് ചിന്തിക്കേണ്ട എന്നുള്ള തീരുമാനം എടുക്കാനുള്ള കഴിവ് ഇതിനകത്തൊരു നിർണായക പ്രാധാന്യം. നമസ്തേ, ഞാൻ ചികിത്സകനല്ല, ഒരു രോഗിയാണ്. പ്രതിരോധശേഷി നിലനിൽക്കുന്ന ഒരു വ്യക്തികൾക്കും രോഗം പകരില്ല എന്നുള്ളൊരു അഭിപ്രായം കേട്ടിട്ടുണ്ട്. ഈ പ്രതിരോധശേഷി കിട്ടാനായിട്ട് എന്ത് വേണം? അഭിപ്രായം കേട്ടാൽ വലിയൊരു ഉപകാരം. പ്രതിരോധശേഷി എന്ന് നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന വാക്ക് ഒരു വേഗമായിട്ടുള്ള ടേമാണ്. ഇമ്മ്യൂണിറ്റി എന്നൊക്കെ പലരും അതിനെ ഇംഗ്ലീഷിലേക്ക് പറയാറുണ്ട്. ഇപ്പോൾ 2 തരം ഇമ്മ്യൂണിറ്റിയാണുള്ളത്. നമുക്ക് സാധാരണഗതിയിൽ ഈ ആരോഗ്യമുള്ള ഒരാൾ, ഒരു ബേസിക്കായിട്ട് നമ്മുടെ എങ്ങനെ പറയും, ആൻറ്റിബോഡീസ് ഉണ്ടാക്കാൻ കഴിവുള്ള ഒരാൾ എന്നുള്ളതിനെയാണ് നമ്മളൊരു ബേസിക്കായിട്ട് ഒരാൾ, പ്രതിരോധ ശക്തിയുള്ള ഒരാൾ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി കൊറോണ പോലെ അല്ലെങ്കിൽ ഏതെങ്കിലും വൈറൽ ഇൻഫെക്ഷന് എതിരെയാണ് നമ്മളൊരു പ്രതിരോധ ശക്തി ഉദ്ദേശിക്കുന്നതെങ്കിൽ, ആക്റ്റീവ് പാസീവ് ഇമ്മ്യൂണിറ്റി എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ അറിയായിരിക്കും. നമ്മൾ അതിനെതിരെയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിബോഡി അല്ലെങ്കിൽ പ്രതിദ്രവ്യം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കണം. അത് ഒന്നുകിൽ ആ ഇൻഫെക്ഷൻ, ആ പകർച്ചവ്യാധി നമുക്ക് കിട്ടി നമ്മുടെ ശരീരം ഉണ്ടാക്കി വെക്കുകയോ, ഇല്ലെങ്കിൽ വാക്സിനേഷനിലൂടെ കിട്ടുന്ന ആ പ്രതിരോധം വെച്ചിട്ട് മാത്രമേ അതിനെതിരെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പലരും പറയാറില്ലേ, പ്രതിരോധ ശക്തി കൂട്ടുന്ന മരുന്നാണിത്, ഇത് കൂട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രതിരോധ ശക്തി ആയിരിക്കും. അതും പ്രശ്നമാണ്. ഇതൊരു ഓപ്റ്റിമം ആയിട്ടുള്ള ഒരു ലെവലിൽ നിൽക്കേണ്ട ഒരു കാര്യമാണ് പ്രതിരോധ ശക്തി എന്ന് പറഞ്ഞാൽ. നമ്മുടെ ശരീരം ഓവർ റിയാക്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കൂടി അത് കയറി ആക്രമിക്കുകയും നമ്മുടെ ശരീരത്തിലെ സ്വന്തം കോശങ്ങളെ പോലും കൊല്ലുകയും ചെയ്യും. ഇപ്പോൾ കോവിഡ് തന്നെ ബാധിച്ച സമയത്ത് കുറച്ച് പേര് മരിച്ചത് നമ്മൾ വായിച്ചിരിക്കും, സൈറ്റോകൈൻ സ്റ്റോം വന്നിട്ടാണെന്ന്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ ശരീരം ഈ രോഗകാരികളെ കൊല്ലുന്നതിനോടൊപ്പം നമുക്ക് ആവശ്യമുള്ള നമ്മുടെ സ്വന്തം ശരീരത്തിൻ്റെ കോശങ്ങളെ തന്നെ കൊല്ലും. അല്ലെങ്കിൽ പല ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, അതിൻ്റെ മലയാളം എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ അങ്ങനെയുള്ള അസുഖങ്ങളുള്ളവർക്കും അവരവരുടെ ശരീരം തന്നെ ഓവർ റിയാക്ട് ചെയ്യാണ്. ഒരു ത്രെട്ടല്ലാത്ത, നമുക്കൊരു ദോഷമല്ലാത്ത ഒരു കാര്യമായിട്ടുള്ള ശരീരത്തിൻ്റെ സ്വന്തം ശേഷിയെ തന്നെ ഇല്ലാതിരിക്കും. അപ്പോൾ പ്രതിരോധ ശക്തിയുള്ള ഒരാളെന്ന് നമ്മൾ സാധാരണ ലേമൻ ടൈമിൽ വെറുതെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ആരോഗ്യമുള്ള ഒരാൾ, അതായത് പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യുകയും നല്ല ആഹാരം കഴിക്കുകയും നല്ല ജനറ്റിക്സ് ഒക്കെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് നോർമലി ബാക്കിയുള്ള ജീവികൾ വന്നാൽ നമുക്ക് ആൻറ്റിബോഡീസ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു കഴിവുള്ള ഒരു ശരീരമാണ് എന്നതാണ് നമുക്ക് ഉദ്ദേശിക്കാവുന്നത്. എയ്ഡ്സ് രോഗം
പ്രതിരോധശേഷി നഷ്ടപ്പെട്ട അവസ്ഥയ്ക്ക് പറയുന്ന പേരാണെന്നാണ് എൻ്റെ അറിവ്. വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, അറിവില്ല. ഇതിന് 2 പച്ച നെല്ലിക്ക, ഒരു വ്യക്തി 2 പച്ച നെല്ലിക്ക രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ പ്രതിരോധശേഷി കിട്ടുമെന്നാണ് പറയുന്നത്. അത് ചവച്ചരച്ചോ ചമ്മന്തിയൊക്കെ കഴിക്കാം. 4 എണ്ണം ജ്യൂസ് അടിച്ച് കഴിച്ചാലും പ്രതിരോധശേഷി കിട്ടും എന്നുള്ളൊരു അഭിപ്രായം കേട്ട അറിവുണ്ട്. ഞാൻ വലിയ പണ്ഡിതനൊന്നല്ല. ഓക്കെ. ഇത് നമ്മൾ ഈ ഒരു അസുഖം മാത്രമല്ല, ഇപ്പോൾ കോവിഡ് വന്നപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് ഓരോ തുളസി ഇല തിളപ്പിച്ചുകൊണ്ട് കുടിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഓരോരോ ഗിലോയ് എന്ന് പറയുന്നൊരു സാധനം, ചിറ്റാമൃത്. ഇത് വലിയ തോതിൽ വിറ്റഴിക്കപ്പെട്ട ഒരു സമയമാണ് ഈ കോവിഡിൻ്റെ സമയം എന്ന് പറയുന്നത്. നമ്മൾ ആലോചിക്കേണ്ടത്, ഇപ്പം നമ്മൾ പറയുകയാണ്, ഇപ്പോൾ ആഴ്സനിക്കം ആൽബം 30 കൊടുത്താൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുമെന്നാണ് ഹോമിയോക്കാർ പറഞ്ഞത്. നമ്മൾ അവരോട് ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ, നിങ്ങൾ ആഴ്സനിക്കം ആൽബം 30 കൊടുക്കുമ്പോൾ ഇമ്മ്യൂണിറ്റിയുടെ 3 ലെവൽ നമ്മൾ പറയും, അല്ലെങ്കിൽ 3 ടൈപ്പ് ഓഫ് ഇമ്മ്യൂണിറ്റിയൊക്കെ നമ്മൾ പറയും. അതായത് ഒന്ന് അഡാപ്റ്റീവ് ആയിട്ടുള്ളൊരു ഇമ്മ്യൂണിറ്റി, അതേപോലെ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി, അതുപോലെ തന്നെ ചില ഫിസിയോളജിക്കൽ ബാരിയർ, ഇതൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് ആഴ്സനിക്കം ആൽബം അവിടെ വർക്ക് ചെയ്ത്, അല്ലെങ്കിൽ ചിറ്റാമൃത് അവിടെ വർക്ക് ചെയ്ത്, അല്ലെങ്കിൽ നെല്ലിക്ക വർക്ക് ചെയ്തിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നത്? ഫിസിക്കൽ ബാരിയർ എന്ന് പറയുന്ന ആ ഒരു ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് എന്ന് പറയുന്ന സാധനം, അവിടെ ഏതായാലും ആഴ്സനിക്കം ആൽബിന് പണിയൊന്നുമില്ല. ആഴ്സനിക്കം ആൽബം വാളും പരിചയമായിട്ടൊന്നും പോയി നിൽക്കാൻ പോകുന്നില്ല, അത് വിട്ടു. പിന്നെ ഉള്ളത് അതിൻ്റെ അടുത്ത ലെവലാണ്. അവിടെയും ആഴ്സനിക്കം ആൽബിന് ഒന്നും ചെയ്യാനില്ല എന്ന് മാത്രമല്ല, ചിറ്റാമൃത് പോലെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യുന്നത് ഈ സൈറ്റോകൈൻ സ്റ്റോം, അത് അവിടെ കൂടുതൽ ഉണ്ടാക്കുന്ന പോലെയുള്ള അവസ്ഥകളും ഓവർ റിയാക്ഷൻസ് ഉണ്ടാക്കിയതിന് ഭാഗമായിട്ട് ഹെപ്പറ്റൈറ്റിസ് പോലെയുള്ള വിഷയങ്ങൾ ഉണ്ടാക്കി ലിവർ ഡാമേജ് ആവുമെന്നാണ് നമ്മൾ കണ്ടെത്തിയത്. ഇതാണ് ചിറ്റാമൃത് അവിടെ ഉണ്ടാക്കിയ പ്രശ്നം. അപ്പോൾ സത്യത്തിൽ ചിറ്റാമൃത് കഴിച്ചതിൻ്റെ ഭാഗമായിട്ട്, ഗിലോയ് ജ്യൂസ് കുടിച്ചതിൻ്റെ ഭാഗമായിട്ട് കോവിഡിൽ ആ പ്രതിരോധശേഷി ഓവറായിട്ട് എക്സ്പ്രസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള ഡാമേജ് കൊണ്ടാണ് ആളുകൾ മരിച്ചത്. ഇതാണ് അവിടെ നമ്മൾ കണ്ടെത്തിയത്. ഇനി ഇതിൻ്റെ അപ്പുറത്തെ സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റിയാണത്. എന്ന് വെച്ചാൽ നമ്മൾ വാക്സിനൊക്കെ എടുക്കുന്ന പോലെയുള്ള അവസ്ഥ. നമ്മളൊരു സ്പെസിഫിക് ആയിട്ടൊരു സാധനം കൊടുക്കുന്നു, അതിനുള്ള ഒരു പ്രതിപ്രവർത്തനം ഉണ്ടാക്കിയതിൻ്റെ ഓർമ്മയൊക്കെ സൂക്ഷിച്ച് വെച്ചതുകൊണ്ട് ആൻറ്റിബോഡി പ്രൊഡക്ഷൻ അവിടെ നമ്മൾ നടത്തിയിട്ട് മെമ്മറി സെൽസൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രവർത്തനം. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം അവിടുത്തെ ക്രൈറ്റീരിയ നമ്മൾ കൊടുക്കുന്ന ആ സാധനം, ആ നെല്ലിക്ക, അതൊരു പ്രോട്ടീൻ ആയിരിക്കണം എന്നുള്ളതാണ്. നെല്ലിക്ക പ്രോട്ടീനാണോ? ആഴ്സനിക്കം ആൽബം പ്രോട്ടീനാണോ? ഈ ചിറ്റാമൃത് പ്രോട്ടീനാണോ? അല്ല, അതല്ല അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അതും അവിടെ നടക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഏത് ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് ഇതിനകത്ത് നമുക്ക് സൂട്ട് ആവില്ല എന്നതാണ് ഇതിൻ്റെ പ്രശ്നം. നമ്മൾ ഈ പറയുന്ന പറച്ചിൽ ഒരു വശത്തും ഇതിൻ്റെ റിയാലിറ്റി വേറെ ഒരെണ്ണമാണ് ഇപ്പുറത്തുള്ളത് എന്നതാണ് കാണുന്നത്. അത് തമ്മിൽ നമുക്ക് ആ പേരിട്ട് വിളിക്കുമ്പോൾ അത് വേഗമാണ് എന്നതാണ് തുടക്കത്തിലേ പറഞ്ഞത്. അതെ, അദ്ദേഹത്തിന് അത് എത്രത്തോളം മനസ്സിലായി എന്നറിയില്ല. ഒന്നാമത് പുള്ളി ചോദിച്ചൊരു ചോദ്യം, നെല്ലിക്കയിൽ ഇങ്ങനെ ഒരു സാധനം, എയ്ഡ്സിനൊക്കെ നെല്ലിക്ക ഒരു മെഡിസിൻ ആണെങ്കിൽ ആ നെല്ലിക്ക വളർത്തുന്നവരൊക്കെ കോടീശ്വരന്മാരായിട്ടുണ്ട്. അതിലങ്ങനെ ഒരു മെഡിസിൻ അല്ല, അതിനകത്ത് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, എയ്ഡ്സ് എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ HIV എന്ന് പറയുന്ന ഒരു വൈറസിൻ്റെ ഇൻഫെക്ഷൻ ഉണ്ടാവണം. അത് നമുക്ക് ഏതൊക്കെ രീതിയിലാണ് വരുന്നതെന്നൊക്കെ നമുക്കറിയാം. CCR5 ഡെൽറ്റ 32 എന്ന് പറഞ്ഞൊരു മ്യൂട്ടേഷൻ ഉള്ള ആളുകൾക്ക് ഇതിനെ പ്രതിരോധിക്കാനുള്ള ഒരു ശേഷിയുണ്ട്. നമ്മുടെ നാട്ടിലല്ല, കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങളിലാണ് കണ്ടിട്ടുള്ളത്. അവർക്ക് പ്രതിരോധിക്കാനുള്ള കഴിവുണ്ട്. കാര്യം ഈ വൈറസിന് അവരുടെ ശരീരത്തിൽ സർവൈവ് ചെയ്യാനായിട്ട് പറ്റില്ല. കാര്യം ആ ഡെൽറ്റ 32 എന്ന് പറഞ്ഞ മ്യൂട്ടേഷൻ ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ അവരുടെ കോശത്തിനകത്ത് അവരുടെ ഒരു പ്രത്യേക മ്യൂട്ടേഷൻ, ഒരു ഉൾപരിവർത്തനം ഉള്ളത് കൊണ്ട് അവർക്ക് വരില്ല എന്നുള്ളൂ. നെല്ലിക്ക കാരണം ഈ വൈറസ് ഒന്നും സംഭവിക്കില്ല. ഈ പലർക്കുമുള്ള തെറ്റിദ്ധാരണയാണ് നാരങ്ങ നീര് അല്ലെങ്കിൽ ഇഞ്ചി, ഇതിനകത്തൊക്കെ വൈറസിനെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ടെന്ന്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വൈറസിന് നിങ്ങൾ നാരങ്ങ ചെടി വീട്ടിൽ വളർത്തിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇഞ്ചി വളർത്തിയിട്ടുണ്ടെങ്കിലോ അറിയാം, അതിനകത്ത് വരുന്ന വൈറൽ രോഗങ്ങൾ പോലും ഉണ്ടെന്നുള്ളത്. മനസ്സിലായില്ല? അതൊരു ചെടിയാണ്, അതൊരു സസ്യമാണ്, അതിനകത്ത് വൈറസ് രോഗങ്ങൾ വരും. ഇനി വൈറസിനെ പ്രതിരോധിക്കുന്ന അല്ലെങ്കിൽ വൈറൽ രോഗങ്ങൾ വരാത്ത ചെടികളുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. ഞാൻ അതിൻ്റെ പേര് പറയുന്നില്ല, കാര്യം നാളെ മുതൽ അത് പലരും അരച്ച് കഴിച്ച് തിന്നുകൊണ്ട് നടക്കും. അതാണ്. ഓക്കെ, താങ്ക് യു. ഞാൻ ആരിഫ് ഭായിനോട് ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ട് നമുക്ക് ഇത് ചർച്ച അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇത് ചോദിക്കാൻ ഒരു കാരണമുണ്ട്. ഇതൊരു എക്സ് വരട്ട് യുക്തിവാദിയുടെ പോസ്റ്റ് കണ്ടിട്ട് ചോദിക്കുന്നതാണ്. ഇത് എക്സ് യുക്തിവാദി എന്ന് പോലും പറയുന്നില്ല, എക്സ് വരട്ട് യുക്തിവാദി, ആൾ സ്വയം വിശേഷിപ്പിച്ചതാണ്. പിന്നെ അങ്ങനെ വരട്ട് യുക്തിവാദി നടന്നിരുന്ന സമയത്ത് പിന്നെ ഈ മതപരമായ ആചാരങ്ങളൊക്കെ ഞാൻ ശക്തമായിട്ട് എതിർത്തിരുന്നു. പിന്നെ ഞാൻ വീണ്ടും ഇസ്ലാമിൻ്റെ വെളിച്ചം കിട്ടി അതിലേക്ക് തിരിച്ചു പോയപ്പോഴാണ് മനസ്സിലായത് ഇത് പെരുന്നാൾ എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണം ഓഹരി വെച്ച് എല്ലാവർക്കും കൊടുക്കാനുള്ളതാണ്.
എല്ലാ തീറ്റപ്രിയർ എന്ന് പറഞ്ഞ് ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ അതിൻ്റെതായ നന്മകളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞത് എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഞാൻ കണ്ടു. എന്താണ്? ഓക്കെ, അവർ സ്വയം വിശേഷിപ്പിച്ചത് അങ്ങനെ തന്നെയാണ്. പേര് ഞാൻ പറയുന്നില്ല. പേര് പറയണോ? പേര് ഒന്നുമില്ല. പറയണോ? പറഞ്ഞു. ലാലി CM അങ്ങനെ എന്നാണ് പേര്. അങ്ങനെ അവരെക്കുറിച്ച് കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. ഇത് വിശ്വാസികൾ കൊണ്ടു നടക്കുന്ന ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണയാണ്. ഇപ്പോൾ ദാനം ചെയ്യുക, ഇതാണിപ്പോൾ അവർ അതിനകത്ത് പറഞ്ഞത്. അർഹരായവർക്ക് സംഗതി കൊടുക്കുക എന്നൊക്കെ പറയും. നമ്മൾ ഫോർ എക്സാമ്പിൾ സക്കാത്ത് എടുക്കുക. അവർ ഇസ്ലാമിലേക്കാണ് പോയെന്നാണ് പറയുന്നത്. സക്കാത്ത് നമ്മൾ എടുക്കുന്നു, അർഹരായവർക്ക് സക്കാത്ത് കൊടുക്കുന്നു, ദാനം കൊടുക്കുന്നു. നമ്മളെ മനസ്സിൽ ദാനം കൊടുക്കുക എന്ന് പറയുന്നൊരു ആശയം വരുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താണ്? പാവപ്പെട്ടവൻ, അവന് നമ്മൾ എന്തെങ്കിലും കൊടുക്കുക. ഇതല്ലേ നമ്മളവിടെ പറയുന്നത്. പക്ഷേ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ദാനം കൊടുക്കുക എന്ന് പറയുമ്പോൾ ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്, ദാനം കൊടുക്കാനുള്ള ആളുകളെ കണ്ടെത്തുന്ന കൂട്ടത്തിൽ കാഫിറുകൾ ആദ്യം അങ്ങ് എലിമിനേറ്റ് ചെയ്യും, ബാക്കി മുസ്ലിംസിനെ നമ്മൾ എടുക്കും. എന്നിട്ടാണ് നമ്മൾ ദാനം കൊടുക്കുന്നതിനെ കുറിച്ച് ചർച്ച പോലുള്ളൂ. ഇതാണ് ഇസ്ലാമിലെ കാഴ്ച. അതായത് സക്കാത്തിനെ കുറിച്ച് പറയുമ്പോൾ ഫിത്ർ സക്കാത്ത് നമ്മൾ എടുക്കുക. ഈ നോമ്പ് നോറ്റതിന് ശേഷം പെരുന്നാളിന് നിസ്കരിക്കാൻ പോകുന്നതിന് തൊട്ട് മുന്നേ കൊടുക്കുന്ന അരിയൊക്കെ വിതരണം ചെയ്യുന്ന ഒരു സാധനം പറയുന്ന കാര്യമാണ്. ആ പോസ്റ്റിലും അവരത് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ പ്രേരിപ്പിക്കുന്ന മതം ശരിയാണ്. പക്ഷേ പാവപ്പെട്ടവനല്ല, പാവപ്പെട്ട മുസ്ലിമിനാണ് കൊടുക്കാൻ പറയുന്നത്. അതും ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് ആദ്യം കൊടുക്കണം എന്നാണ്. അങ്ങനെയാണ് പറയുന്നത്. ഇത് അപ്പോൾ നമ്മളൊരു മതത്തിലെ കാര്യം പറയുമ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി ഈ ഭരണഘടന എന്ന് പറയുന്നത് അലുവയല്ല എന്ന് പറഞ്ഞ മാതിരി ഈ മതം എന്ന് പറയുന്നതും അലുവയല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾ അതിനകത്ത് നല്ല വശങ്ങൾ മാത്രം എടുത്ത് വെച്ചിട്ട് അതിനെ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിലെ തെറ്റായ വശങ്ങളെ പറയുന്ന ആളുകൾ ഇവിടെ ഉണ്ടാവും സ്വാഭാവികമായിട്ട്. കാരണം നിങ്ങളത് പറയുമ്പോൾ അത് പ്രചരിപ്പിക്കാനുള്ള അവകാശമുണ്ടെന്ന് പറയുന്നത് പോലെ ഇപ്പുറത്ത് അതിലെ തെറ്റായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനുള്ള ഫ്രീഡം ഓഫ് എക്സ്പ്രഷനും സ്പീച്ച് ഇപ്പുറത്തുണ്ട്. അത് നിങ്ങൾ അംഗീകരിക്കണം. അവിടെ നിങ്ങൾക്ക് കാണുക അങ്ങനെ പറയുന്ന ആളുകളെയാണ് നിങ്ങൾ വരട്ട് യുക്തിവാദി എന്ന നിലയിൽ നിന്നുകൊണ്ട് ഇപ്പോൾ വരട്ട് യുക്തിവാദി എന്ന് നിങ്ങൾ സ്വയം പറഞ്ഞു വെക്കുന്നത്. തെറ്റായിട്ടുള്ള കാര്യമാണ്. അതേപോലെ ഇനി സക്കാത്ത് വെറുതെ നമ്മൾ സദക്ക കൊടുക്കുക എന്ന് പറയും, ചുമ്മാ ദാനം കൊടുക്കുക. അതിൽ പോലും ഇസ്ലാം പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് നോൺ മുസ്ലിമിന് കൊടുക്കാം, കാഫിറിന് കൊടുക്കാം, തെറ്റൊന്നുമില്ല. പക്ഷേ 100 രൂപ നിങ്ങളുടെ കയ്യിൽ കൊടുക്കാനുണ്ട്. നിങ്ങളുടെ മുന്നിൽ പാവപ്പെട്ട ഒരു മുസ്ലിമും പാവപ്പെട്ട ഒരു ഹിന്ദുവും വന്നു, പാവപ്പെട്ട ഒരു കാഫിർ. നിങ്ങൾ ആർക്ക് കൊടുക്കണം എന്നാണ് ഇസ്ലാം പറയുന്നത്? അത് ആ മുസ്ലിമിന് കൊടുക്കണം എന്നാണ് ഇസ്ലാം പറയുന്നത്. എന്നിട്ടാണ് മുസ്ലിമിൻ്റെ പ്രശ്നം തീർത്തിട്ട് മതി കാഫിറിൻ്റെ പ്രശ്നം തീർക്കൽ, അത് പാവപ്പെട്ടവനായാലും. ഇതാണ് ഇസ്ലാം പറയുന്നത്. ഇതൊന്നും ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. അങ്ങനെ ശ്വാസത്തിൽ പോലും കുടിക്കുന്ന വെള്ളത്തിൽ പോലും ദാനം കൊടുക്കുമ്പോൾ പോലും എന്ത് സാധനം പങ്കുവെക്കുമ്പോൾ പോലും ഇതുപോലെ മതം കലർത്തുന്ന ഒരു പ്രവണത അത് ഇസ്ലാമിനുണ്ട്. മറ്റ് മതങ്ങളെക്കാൾ കൂടുതലുണ്ട്. അതുകൊണ്ടാണ് നമ്മളതിനെ വിമർശിക്കേണ്ടി വരുന്നത്. ഇത് ഉൾക്കൊള്ളാൻ കഴിയാതെ ഇതൊക്കെ വരട്ട് യുക്തിവാദമാണെന്നൊക്കെ തോന്നുന്ന ആളുകളോട് നമുക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾക്ക് എടുത്താൽ പോകുന്ന പണി ചെയ്താൽ മതി. അത് ചെയ്യാൻ അറിയുന്ന ആളുകൾ, പറ്റുന്ന ആളുകൾ വേറെ ഇവിടെ ഉണ്ട്, അവർക്കത് വിട്ടുകൊടുക്കുക. നിങ്ങൾ തിരിച്ചു പോയത് നന്നായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആരിഫ് ഭായ്, അതിൽ ബലി ഭയങ്കര വിശുദ്ധ ഈ അന്നം ഓരി വെക്കുന്നതാണ്. പക്ഷെ സത്യത്തിൽ ഈ ബലി അറുത്ത മൃഗത്തിനെ ഒരു വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ദാമോദരൻ ചേട്ടന് കൊടുക്കാൻ പറ്റുമോ? കണ്ടീഷൻസ് അപ്ലൈ, കൊടുക്കാം. അതെന്താ കാര്യം എന്ന് വെച്ചാൽ ആ ദാമോദരൻ ചേട്ടൻ വാളുമെടുത്ത് നടക്കുന്ന ആളാകാൻ പാടില്ല അയൽവാസിയാണെങ്കിൽ. എന്ന് വെച്ചാൽ മുസ്ലിമുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുന്ന ആളാകാൻ പാടില്ല. സൗഹൃദത്തിലാണെങ്കിൽ കൊടുക്കാമെന്നാണ് പറയുന്നത്. പക്ഷേ ഇസ്ലാമിൽ വേറെയും പറയുന്നുണ്ട്, നിങ്ങളുടെ അയൽവാസികളുടെ അടുത്ത് നിങ്ങൾ യുദ്ധം ചെയ്യണം, അവർ നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തണം എന്നാണ് പറയുന്നത്. അത് ഖുറാനി വേറെ പറയുന്നുണ്ട്. അപ്പോൾ അയൽവാസി എന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? അവനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അവൻ നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തണം. സൗമ്യതയല്ല കണ്ടെത്താൻ ഇസ്ലാം പഠിപ്പിക്കുന്നത്, രൂക്ഷത. ആ വാക്ക് തന്നെയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുക. അവനോട് എപ്പോഴും പരുഷമായിട്ട് പെരുമാറണം. നിങ്ങൾ നടന്നു പോകുന്ന സമയത്ത് എതിരായിട്ടൊരു കാഫിറായിട്ടുള്ളൊരു വ്യക്തി നടന്നു വരുമ്പോൾ അവൻ്റെ വഴി ഇടുക്കി കൊടുക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അവന് സൗകര്യം ചെയ്ത് കൊടുക്കരുത്. നമ്മളിങ്ങനെ നെഞ്ചു പിരിച്ച് നടക്കണം. അവനിങ്ങനെ വഴി മാറി നിന്ന് കൊടുക്കാൻ കഴിയും. ഇതാണ് ഇസ്ലാമിലെ ആ രീതി. എന്നിട്ടും അവൻ അവിശ്വാസിയായിട്ട് അയൽവാസിയായിട്ട് തുടരുമ്പോൾ അവൻ സ്വാഭാവികമായിട്ടും ഇസ്ലാം പറയുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് കീഴടങ്ങി ഇസ്ലാം മതം സ്വീകരിക്കുക, അതല്ലെങ്കിൽ വധിക്കപ്പെടുക, അതും അല്ലെങ്കിൽ ജിസിയ കൊടുത്ത് ജീവിക്കുന്ന ആളാവുക എന്ന് വരുമ്പോൾ ഇതിൽപ്പെട്ട ജീവനുള്ള ഏതോ ഒരാളാണല്ലോ ഈ അയൽവാസി. അതിൻ്റെ അർത്ഥം അവൻ യുദ്ധം ചെയ്യുന്നില്ല എന്നല്ല. അങ്ങനെ യുദ്ധം ചെയ്യാതെ പാവപ്പെട്ടവൻ ഒരു ഹിന്ദു തൊട്ടപ്പുറത്തുണ്ടെങ്കിൽ അവന് ഇച്ചിരി ഇറച്ചിയൊക്കെ കൊടുക്കാം, പോത്തിറച്ചി വരട്ടിയത്. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അല്ലാതെ അതിനകത്ത് വലിയ മഹത്വം ഒന്നുണ്ടെന്ന് പറഞ്ഞ് എഴുന്നള്ളിച്ച് വരരുത്, അത്രയേ ഉള്ളൂ. ഞാൻ പറയുന്നത് എൻ്റെ വീട്ടിലൊക്കെ മുമ്പ് ഒരു അറവ് ഇതുപോലെ നടന്ന സമയത്ത് അത് മുസ്ലിം വീട്ടുകളിലാണ് പൊതുവെ അത് ഓഹരി വെച്ച് കൊടുക്കാറുള്ളത്. പ്രിഫറൻസ് അതാണ്. കാരണം നമ്മളിപ്പോൾ അതെ ഞാൻ പറഞ്ഞു, കൊടുക്കുമ്പോൾ മുസ്ലിം ആയിട്ടുള്ള പാവപ്പെട്ടവനുണ്ടെങ്കിൽ പ്രിഫറൻസ് മുസ്ലിമിനാണ്.
ഓക്കെ, താങ്ക് യു. അപ്പം ഇത് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാന്ന് വിചാരിക്കുന്നത്. ഞാനിത് സമയം കുറച്ചധികം ഉണ്ടായിരുന്നു എന്നുള്ള ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങളെല്ലാവരും കൂടെ ഇടപെട്ടപ്പോൾ വളരെ രസകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി. ഒരുപാട് ചോദ്യങ്ങളുണ്ട്, എനിക്കറിയാം. ഇത് നമുക്ക് കുറച്ച് RC മനുജ നടക്കുന്ന ഒരു ചർച്ച നടക്കുന്നുണ്ട്, അതിലേക്ക് ചോദ്യം ചോദിക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കാമെന്ന് വിചാരിക്കുക. കാരണം അതിൽ കുറേ നല്ല ചോദ്യങ്ങളുണ്ട്. പിന്നെ എന്തായാലും ഈ ചോദ്യങ്ങളൊക്കെ വേറൊരു പ്രോഗ്രാമിനോ അല്ലെങ്കിൽ ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് വരുന്ന ഇതിലേക്കൊക്കെ ഞാൻ മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഇത്രയും നേരം ഈ പ്രോഗ്രാമിനോട് സഹകരിച്ച് ഞങ്ങളെ കൂടെ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് എസൻസ് ഗ്ലോബൽ പിന്നെ തൃശ്ശൂരിൻ്റെ ടീം അംഗങ്ങൾക്ക് നന്ദി പറയുന്നു. നമ്മുടെ ലിറ്റ്മസ് വരുന്നുണ്ട് October 12-ന്, എല്ലാവരും ഓർക്കുക. അപ്പോൾ ഇനി ഒരു കൂടിക്കാഴ്ച നമുക്ക് അവിടെ വെച്ച് നടക്കുമെന്ന് തന്നെ വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി. താങ്ക് യു. നന്ദി, താങ്ക് യു. താങ്ക് യു.